അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാർ നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കൊയർ ടീം, മീഡിയ ഓൺലൈനിൽ കൂടി ലോകരാജ്യങ്ങളിൽ സാഗൂതം ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകർ, കൺവെൻഷൻ സെൻറ്ററിൽ കസേരകളിൽ ഉപവിഷ്ടരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ഇന്ന് രാത്രി വചന ശുശ്രൂഷയ്ക്കും ആരാധനയ്ക്കുമായി കടന്നു വന്നിരിക്കുന്ന അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, സഹോദരിമാർ, കൊച്ചു കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയമക്കൾക്കും സന്ധ്യയെങ്കിൽ ലോകൈക രക്ഷകനും മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല്യ വന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും ക്രിസ്തുയേശുവിലുള്ള സാക്ഷ്യം നിമിത്തം സന്ധ്യയെങ്കിൽ നിങ്ങളോടൊപ്പം ഒരു ദിനം കൂടി വചനവുമായി നിൽപ്പാൻ കൃപാലുവായ ദൈവം ഒരു ദിനം കൂടി എളിയവന് തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടെ നടക്കുന്ന കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി വചന പ്രഘോഷണത്തിന് ക്ഷണിച്ച മാറാദാദ ഫുൾ ഗോസ്ബൽ ചർച്ച്, അതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, സഭാമക്കൾ, എല്ലാ കുഞ്ഞുങ്ങളോടുമുള്ള അകമഴിഞ്ഞ നന്ദിയെ രേഖപ്പെടുത്തുന്നു. എല്ലാ മക്കളെയും ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട മാത്യു പാസ്റ്റർ ഏറെ ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു യോഗത്തിൻ്റെ കാര്യം പറയുകയും അടുത്ത ദിവസങ്ങൾ ചോദിക്കുകയും ചെയ്തു. എനിക്ക് നാളെയും മറ്റന്നാളും കാസർഗോഡ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സെൻട്രൽ കൺവെൻഷൻ പ്രസംഗിക്കുന്ന ഈ ഒരു ദിവസം അവധി ഉണ്ടായിരുന്നു. കൃത്യമായി ഇവിടെ എത്തുവാൻ സർവകൃപാലുവായ ദൈവം വഴിയൊരുക്കി. ഈ പ്രസ്ഥാനത്തിന് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ജുക്സി മാത്യു സാറിനെ ഓർക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്തൃവേലയിലായിരിക്കുന്ന ദൈവദാസന്മാരെ മുഴുവനെയും ഓർക്കുന്നു. ദൈവം കാക്കട്ടെ. ഇന്ന് രാത്രി നല്ല ഗാനങ്ങൾ പാടി സഹായിച്ചുകൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ സ്വിംഗേഴ്സ് അടൂർ കൊച്ചുമാനച്ചായനും കൂടെയുള്ള കുഞ്ഞുങ്ങളും ഏറെ വർഷങ്ങളായി എന്നോടൊപ്പം അനവധി രാവുകളിൽ യേശുപ്പച്ചനെ ഉയർത്തുവാൻ കൃപ ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട കോയർ അവരെ ഓർക്കുന്നു. നല്ല ടെലികാസ്റ്റ് കൊടുക്കുന്ന ഹാർവസ്റ്റ് ഓർക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ ചോദിച്ചതിലും വളരെ നേരത്തെ തന്നെ മാത്യു പാസ്റ്റർ സമയം തന്നതുകൊണ്ട് നേരത്തെ തന്നെ നിർത്താൻ വിഷമിക്കേണ്ട. വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് സംഘടനമൊക്കെ എവിടെ എത്തും എന്നൊരു ഭാഗമായിരിക്കും പ്രതിപാദിക്കുന്നത്. കുഞ്ഞുങ്ങൾ വാക്യങ്ങൾ വായിച്ച് സഹായിക്കും. 11 വാക്യങ്ങളായിരിക്കും വായിക്കുന്നത്. പല വാക്യങ്ങളും വായിക്കാതെ തന്നെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ വലിയൊരു ചിന്ത തിരുവചനത്തിലേക്ക് എത്തണമെന്ന് താല്പര്യപ്പെടുന്നു. ആരും ഭാരപ്പെടേണ്ട. നല്ല പാട്ടുകാരുള്ളത് അവസാനം ഞങ്ങൾ ഒരുമിച്ച് പാടി നിങ്ങൾക്ക് വേണ്ടി സമർപ്പണത്തോടെ ആയിരിക്കും ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത്. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഒരിക്കൽ കൂടി ഈ കൺവെൻഷൻ സെൻറ്ററിൽ കർത്തൃദാസൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ വിചാരിച്ചു സാറ് ഒരു 10-15 മിനിറ്റ് എടുക്കുമെന്ന്. സാറ് ദേ പോയി ഇതാ വന്നെന്ന് പറയുന്നത് പെട്ടെന്ന് മൈക്ക് താഴെ തന്ന്. അതുകൊണ്ട് ഓർക്കുന്നു, വലിയ താല്പര്യമുണ്ട്. ഈ ചുവരുകളും പില്ലറുമെല്ലാം സത്യസുവിശേഷം അറിയട്ടെ, ഈ പട്ടണം വിടുവിക്കപ്പെടട്ടെ. ആത്മാർത്ഥമായ ആ ദൈവീക സ്നേഹത്തിലും ആ ദൈവീകമായ കാഴ്ചപ്പാടും തൻ്റെ ഭക്തനെ ഇനിയും ബലപ്പെടുത്തട്ടെ എന്നൊരിക്കൽ കൂടി ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി എന്താ സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രസക്തി? ഓരോ കവലകളിലും ഓരോ കമ്പോളങ്ങളിലും നമ്മളെല്ലാം ഓരോ വർഷവും സുവിശേഷ മഹായോഗം നടത്തുന്നതിന് 5 പ്രസക്തികളാണ് ഉള്ളത്. കുറച്ച് പണം കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് വല്ല സ്തോത്ര കാഴ്ചയൊക്കെ തന്നതുകൊണ്ടോ ഒന്നുമല്ല. ഒന്ന്, നാം ആയിരിക്കുന്ന പട്ടണത്തിൽ എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, പ്രിയൻ്റെ വരവിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം എടുക്കപ്പെടണം. 3-ാമത്തെ ഏറ്റവും നിർണായകമായ ദൗത്യം, നമ്മുടെ ദൈവിക കുടുംബങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. 4, നമ്മുടെ ആരാധനാലയങ്ങൾ എവിടെ നിൽക്കുന്നു ആ പട്ടണത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകണം. 5, മാറാനാഥ ഫുൾ ഗോസ്ബൽ ചർച്ചിൽ മാത്രമല്ല ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവസഭകളിൽ അനേകം പേർ ഇന്നാളുകളിൽ മുട്ടുമടക്കണം. അതിനുവേണ്ടി ദൈവകുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച ദൗത്യമോ സുവിശേഷ മഹായോഗം. ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കുക. ഇന്ന് രാത്രി എല്ലാവർക്കും വിശുദ്ധ ബൈബിൾ തുറക്കാം. കുഞ്ഞുങ്ങൾ വായിച്ച് സഹായിക്കും. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ദൈവസന്ധിയിൽ വായിച്ചു സഹായിക്കും. വിശുദ്ധ വെളിപ്പാട് 6:1-2 വാക്യങ്ങൾ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. സമാധാനത്തിന്റെ പുറമോടിയുമായി ഒരുവൻ ലോകഭരണത്തിലേക്ക് വരുന്നു. അടുത്ത ഭാഗം, അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ടായിരുന്നു. അവനൊരു കിരീടവും ലഭിച്ചു. ലോകം
അവനൊരു കിരീടവും ചാർത്തി കൊടുത്തു. അടുത്തത്, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിര, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ടായിരുന്നു. ഉലകം സമാധാന പ്രിയനെന്ന് വിളിക്കുവാനുള്ള കരുണ അവനോട് കാണിക്കുന്നു. ജയിക്കാനും ജയിപ്പാനുമായി അവൻ പുറപ്പെട്ടു വരുന്നു. സമാധാനത്തിന്റെ പ്രഭു എന്ന് വിശേഷിപ്പിച്ചൊരുവൻ. ഇന്ന് രാത്രി ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയന്റെ കരം ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി, ഇന്ന് രാത്രി ഈ ശബ്ദസീമയ്ക്കുള്ളിൽ മാത്രമല്ല, ഓഡിറ്റോറിയത്തിൽ മാത്രമല്ല, മീഡിയ ഓൺലൈനിൽ ഈ വചനം വെളിപ്പെടുമ്പോൾ ഇന്ന് രാത്രി ഹൃദയങ്ങൾക്കും അതുപോലെ വിചിന്തനങ്ങൾക്കും നല്ല സമാധാനം ലഭിക്കാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിന്റെ കരം ഈ ദിനങ്ങൾ ചലിക്കുവാൻ എല്ലാ പേർക്കും ഇന്ന് രാത്രി കണ്ണുകൾ അടയ്ക്കാം. കേരളത്തിന്റെ വടക്കേറ്റമായ ഒരു മണ്ണുണ്ട് വയനാട്. വയനാടിന്റെ ഓരോ ഭാഗത്തും വചനം പ്രസംഗിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ ചെയ്തു. പുൽപ്പള്ളിയിലും ബത്തേരിയിലും അമ്പലവയലിലും മീനങ്ങാടിയും ബാണാസുരസാഗരം പടിഞ്ഞാറേത്തറയും അതുപോലെ അതിനപ്പുറത്ത് മാനന്തവാടിയും കൽപ്പറ്റയും തിരുനെല്ലി അവസാന ദിനങ്ങളിൽ കോവിഡിന് മുമ്പ് മേപ്പാടിയിൽ ഞാൻ പ്രസംഗിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രാമം ആ മേപ്പാടി. 4 മലകൾ ഉയർന്നു നിൽക്കുന്നു. 1 പുത്തുമല, 2 അതിനോട് ചേർന്ന് നിൽക്കുന്നത് ചൂരമല, അത് കഴിഞ്ഞ് മുണ്ടക്കൈ, അത് കഴിഞ്ഞ് വെള്ളാർമല. നല്ല ഗ്രാമീണ അന്തരീക്ഷം. രാത്രി 11:30 ആഹാരമൊക്കെ കഴിച്ച് കുറച്ചു പേർ മൊബൈൽ കണ്ടു കാണും, കുറച്ചു പേർ പാട്ടുപാടി കാണും, കുറച്ചു പേർ പ്രാർത്ഥിച്ചു കാണും. 11:30 ഒന്നാമത്തെ ചലനം ആരംഭിച്ച് 4.5 ഭൂമി ഒന്ന് കുലുങ്ങുവാൻ തുടങ്ങി. ചെറിയ രീതിയിൽ ഗ്ലാസുകളും കപ്പുകളും ഒക്കെ കൂട്ടിമുട്ടി. ആരും അധികം ശ്രദ്ധിച്ചില്ല. ഭൂമി പടുപട പൊട്ടും കിടുകിട കീറും, മത്തനെ പോലെ ചാഞ്ചാടും, കാവൽ മാടം പോലെ ആട്. അത് വിറയ്ക്കും, വീടും, എഴുന്നേൽക്കയില്ല. രാത്രി 1:30 4 മലകളിലും ഉരുൾപൊട്ടുന്നു. പദവിളകിയ ആനപ്പുറത്തിരിക്കുന്ന പാപ്പാനെ വലിച്ചെറിയുന്നത് പോലെ നിരവധി കുടിലുകളും കെട്ടിടങ്ങളും താഴേക്ക് പതിച്ചു. എൻ്റെ ഭാഗം അതല്ല, നിലമ്പൂർ പോത്തുകലിൽ കൂടി ഒഴുകുന്ന നല്ലൊരു പുഴയുണ്ട്, ചാലിയാർ പുഴ. പുത്തുമലയിൽ നിന്ന് വരുന്ന അരുവിയ. 48 മണിക്കൂർ കഴിഞ്ഞ് ചാലിയാർ പുഴയിൽ സഹോദരിമാർ തുണിയലക്കാൻ നിന്നപ്പോൾ, ചെറുപ്പക്കാർ കന്നുകാലികളെ കുളിപ്പിക്കുവാൻ രാവിലെ പുഴയിൽ വന്നപ്പോൾ കണ്ട കാഴ്ച. 2 ദിനം മുമ്പ് കിടന്നുറങ്ങിയവൻ്റെ കൈ വേറെ, കാല് വേറെ, ശരീരഭാഗങ്ങൾ വേറെ. ഇന്ന് രാത്രി തിരുവല്ലയിലും ഒരു ഭൂകമ്പം നടക്കാമായിരുന്നു. ആനിക്കാടും മല്ലപ്പള്ളിയും കുലുങ്ങാമായിരുന്നു. അതിൻ്റെ നടുവിൽ നമ്മളെ കാത്തു പരിപാലിച്ച ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ, മ്യാൻമാറിൽ അമ്പര ചുംബികൾ താഴേക്ക് പതിക്കുന്ന കാഴ്ച പോലെ തിരുവല്ല പട്ടണത്തിനകത്തും അനേകം കെട്ടിടങ്ങൾ പതിക്കാമായിരുന്നു. അതിൻ്റെ നടുവിൽ ഇന്ന് രാത്രി മാതാവേ പിതാവേ 2024 കണ്ടവർ 25 കണ്ടില്ല, 25 ജനുവരി കണ്ടവർ ഏപ്രിൽ 2ാമത്തെ ആഴ്ച കാണാതെ ഇരിക്കുമ്പോൾ എൻ്റെ കണ്ണിനെ കണ്ണുനീർന്ന് കാലിന് വീഴ്ചയെന്ന് പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് കോടാനുകോടി സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പർദീസിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ആഗതനായിരിക്കുന്നതിനാൽ അപ്പച്ച അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോട് വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. അടിപ്പിണറിന്റെ കരം ഈ രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. സഭാമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സഭയുടെ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോ പട്ടണങ്ങളിൽ സത്യസുവിശേഷം പ്രസംഗിക്കുന്ന ബ്രാഞ്ച് സഭകളിൽ ഈ രാത്രിയും ദൈവശക്തിയും ദൈവകരവും ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇതിന്റെ പിൻപിൽ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന എല്ലാ മക്കളെയും ദൈവം കാത്തുകൊള്ളണം. നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസന്മാർക്കായി സ്തോത്രം. ചടുലതയോടും ദൈവകൃപയോടും അന്ത്യനാളിന്റെ ദൂതുകളിലേക്ക് സഭയെ ചലിപ്പിക്കുവാനുള്ള ഒരു ആത്മീയ വർധനവിന്റെ കാറ്റ് ഈ ദിവസങ്ങളിൽ മാറാനാഥ ഗോസ്ബൽ ചർച്ചിനകത്ത് വെളിപ്പെടുക. ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ശബ്ദം, വെളിച്ചം, പ്രകൃതി കടന്നു വന്ന മക്കളെ എല്ലാം അങ്ങ് കാത്തതിനായി നന്ദി. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണം. പ്രിയ പിതാവേ, ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ബിരുദമോ ഒന്നും ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രമേ ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഉയരണം. ആദിയോടെ തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി, മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ശക്തിയോടെന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ.
ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് എല്ലാവരും വചനത്തിന്റെ ചിന്തകളിലേക്ക് പടിപടിയായി BCM തുരുത്തിക്കാടിലോ അല്ലെ തിരുവല്ല മർത്തോമ കോളേജിൽ ഇരിക്കുന്നത് പോലെ അക്കമിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ വിശുദ്ധ ബൈബിൾ, പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ 262 അധ്യായങ്ങൾ, പുതിയ നിയമത്തിന്റെ ആദ്യത്തെ 4 തലങ്ങൾ, സുവിശേഷത്തിന്റെ ചാലുകൾ, മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും, യേശുക്രിസ്തുവിന്റെ മശിഹാത്വവും യേശുക്രിസ്തുവിന്റെ ദാസത്വവും യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വവും യേശുക്രിസ്തുവിന്റെ ദൈവത്വവും വെളിപ്പെടുന്നു. അതിനകത്ത് 5 ഭാഗങ്ങൾ യേശുവിനെ പറ്റി വരച്ചു കാട്ടുന്നു. 1 നാഥന്റെ ജനനം, 2 നാഥന്റെ ജീവിതം, 3 തിരുവെഴുത്തിൻ പ്രകാരം മരണം, അത് കഴിഞ്ഞ് 4-ാം ഭാഗം തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേൽപ്പ്, 5-ാമത്തെ ഒരു ഭാഗമുണ്ട് അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. പലരും അത് പ്രതിപാദിക്കാറില്ല. 2-ാം തലം ധന്യനായ ലൂക്കോസ് വൈദ്യനാൽ രേഖപ്പെടുത്തിയത് സഭയുടെ ചരിത്രം, അപ്പോസ്തല പ്രവൃത്തികൾ, പുതിയ നിയമസഭയുടെ 3-ാമത്തെ ഭാഗം ആ വലിയ ലേഖനങ്ങൾ, കാൽപ്പനികമായ ഉപദേശത്തിന്റെ ഉപനിഷത്തുകൾ അപ്പോസ്തലന്മാർ കൂടി ദൈവസഭയ്ക്ക് വേണ്ടി വരച്ചു കാട്ടുന്നു. രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുവാനിരിക്കുന്ന നിത്യത, റോമ, കോരിന്ത്യ, തെസ്സലോനിക്ക, തീമോഥെയോസ്, എബ്രായർ, എഫേസ്യ ലേഖനങ്ങൾ, ശക്തമായ ലേഖനത്തിന്റെ പരമ്പര. അത് കഴിയുമ്പോൾ വരാനിരിക്കുന്ന കാലത്തെ പറ്റി എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, വഴിയിൽ നിന്ന് അകന്നു പോകുന്ന ഉപദേശത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവന്റെ ന്യായവിധിയല്ല. അടുത്ത ചെറിയ ലേഖനങ്ങൾ 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസും ഫിലോമോനും യാക്കോബും. അവസാന ഭാഗങ്ങളിൽ യൂദ വരുവാനുള്ള കാലത്തിന്റെ പ്രത്യാശയെ പൊൻചൊല്ലി ഒറ്റ വാക്കുകൊണ്ട് നിവർത്തിക്കുന്നു. ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു: കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. அதுக்கு தான் அருமையான கொயர் இந்த நாட்களிலே உண்மையான பாடல் கொடுக்குது. പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനുകോടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. പരിസമാപ്തിയുടെ താഴെ വീണ്ടും യൂദ എഴുന്നു. എന്താ കൊടുക്കുന്നതെന്നറിയാം? പകയും പിണക്കവും കോപവും ദ്വന്ദ്വപക്ഷവും ജാരശങ്കയും ജനമോകവും കൺമോകവും ജീവനത്തിന്റെ പ്രതാപവും കത്തുകുത്തും കള്ളും കഞ്ചാവും അടിച്ച് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സകലരെയും ന്യായം വിധിക്കുവാൻ ഏകനും ന്യായാധിപതിയുമായി കർത്താവ് വെള്ള സിംഹാസനത്തിൽ വെളിപ്പെടും. നാം ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പാകെ നാം വെളിപ്പെടേണ്ടതാകുന്നു. അന്ത്യകാലത്ത് ഉപദേശത്തെ പെരുക്കുന്ന പലരും നുഴഞ്ഞു കയറുമെന്ന് വീണ്ടും യൂദ രേഖപ്പെടുത്തി. ഭാഗം അവസാനിക്കുമ്പോൾ ദൈവസഭയ്ക്കും കാലത്തിനും വേണ്ടി അന്ത്യദിനങ്ങളിലെ ലേഖനത്തിന്റെ ചുരുളുകൾ അവിടെ നിർത്തുന്നു. അതാ എഴുതി വെച്ചിരിക്കുന്നു: വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച്. നല്ലൊരു സുന്ദരമായ ലോകത്തിൽ നാം കടന്നു പോകുമ്പോൾ ആകാശമണ്ഡലത്തിലേക്ക് ഒരു കഴുകൻ കയറുന്നത് പോലെ ഇര തേടുന്ന ലോക സാമ്രാജ്യങ്ങൾ മനുഷ്യനെ വെട്ടിപ്പിടിക്കുവാൻ കണ്ടുപിടുത്തങ്ങളെ പരിമഴ പെയ്യുമ്പോഴാണ് 2019 ഒക്ടോബർ മാസം ചൈനയിലെ വുഹാനിൽ നിന്നിറങ്ങിയ 15 രൂപയുടെ സോപ്പിന്റെ കുമിള കൊണ്ട് കഴുകിക്കളയുന്ന വൈറസ് ലോകത്തിന്റെ താളഗതികളെ മാറ്റി മനുഷ്യകുലം ഇന്ന് വരെ കാണാത്തൊരു വൈറസിനകത്ത് അല്ലെങ്കിൽ ഒരു പെസ്റ്റിലൻസിനകത്ത് വീണുപോയി. ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല. അടുത്ത ദിവസങ്ങൾ, കഴിഞ്ഞ ദിവസം മൈക്രോസോഫ്റ്റിന്റെ തലവൻ ബിൽ ഗേറ്റ്സ് പറഞ്ഞു, ആഫ്റ്റർ 10 years, maybe 2019 got to 2029, വരാൻ പോകുന്ന ഒരു പെസ്റ്റിലൻസ് ഇന്ന് വീണ്ടും. ഈ ദിവസങ്ങളിൽ 2025 ആരംഭിച്ചപ്പോൾ ചൈനയിൽ നിന്ന് HMPV ഇറങ്ങി വന്നു. ഓരോ രാജ്യത്തും ഓരോ തലത്തിലുള്ള ഈ പെസ്റ്റിലൻസ് കാണുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങൾ ഗുഡ് ബൈ വിത്ത് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അമേരിക്ക പിന്മാറി. ഇനി ട്രിപ്പ് കൊടുക്കാനും പണം കൊടുക്കാനും ബാൻഡേഡ് കൊടുക്കാനും ആ മരുന്ന് കൊടുക്കാനും അവൻ്റെ കാശില്ല. ഇന്ത്യയും പതിയെ പിന്മാറാൻ പോകുന്നെന്ന് തോന്നുന്നു. ഇങ്ങനെ ഓരോ രാജ്യങ്ങളും പിന്മാറുന്ന ഒരു കാഴ്ച വരുന്നു. പകർച്ചവ്യാധികളുടെ പെരുമഴ ഇവിടെ വരുന്നു. അതിൻ്റെ വെസ്റ്റ്നൈൽ പനി വരുന്നുണ്ട്, അമീബ മസ്തിഷ്ക ജ്വരം വരുന്നുണ്ട്, ഈക്കോള വരുന്നുണ്ട്, ഷിഗല്ല വരുന്നുണ്ട്, ക്രോമിയം, ബെർലിയം, വൈറേഷ്യം. സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആഴമായി അറിയാം. ഇതെല്ലാം ഇവിടെ വരുന്നു. ഒരുപക്ഷെ ഇന്റർനെറ്റ് സംവിധാനം നിലയ്ക്കാൻ സാധ്യത, ബാങ്കുകൾ പൂട്ടുവാൻ സാധ്യത, നമ്മുടെ ആലയങ്ങൾ അടച്ചിടാൻ സാധ്യത. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് യൂദ പറഞ്ഞു: വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച്. ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോടെ നിത്യതയിലെത്തിക്കുന്ന നാഥന്റെ വചനത്തെ ഏറ്റെടുക്കുന്ന മാറാനാഥ ഫുൾ ഗോസ്പൽ ചർച്ചിലെ കുഞ്ഞുങ്ങൾ സ്വർഗമുഖത്തേക്ക് നോക്കി പറയും: ആമീൻ, കർത്താവായ യേശുവേ വരേണമേ. അവർക്ക് വേണ്ടി വെളിപ്പാട് 22:12 പരിസമാപ്തിയായ യോഹന്നാൻ: ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ. വിശുദ്ധൻ സഭയിൽ ഒന്നുകൂടെ മുട്ടുമടക്കട്ടെ. നീതിമാൻ ഉപവസിച്ചും കരഞ്ഞും പ്രാർത്ഥിക്കട്ടെ. സകലർക്കും പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ദൈവസഭയുടെ ആത്യന്തികമായ പ്രത്യാശ കാന്തന്റെ മടങ്ങി വരവ്. AD 30 കാൽവറിയിലെ ക്രൂശീകരണം. 2 കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പരമയാഗമായി. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഭരണകൂടങ്ങൾ, സ്ഥിരാകേന്ദ്രങ്ങൾ, റോമിന്റെ കൈസറന്മാർ ഭക്തന്മാരെ മുഴുവൻ കാലപുരിക്ക് അയക്കുന്ന കാഴ്ചയെ ഭിന്നത്തതിൽ അവരുടെ രേഖപ്രകാരം കാണുന്നത്. റോമിന്റെ കൈസറായിരുന്ന പീലാത്തോസും ഹെരോദാവായിരുന്നു ഏദോമിന്റെ ഗവർണർ. മുന്നോട്ട് വരുന്ന കാലഘട്ടത്തിനകത്ത് അനവധി ചക്രവർത്തിമാർ. വെസ്പേഷ്യൻ വരുന്നു. റോമാ നഗരം ചുട്ടരിച്ച
നീറോ ചക്രവർത്തി യെരൂശലേമിന്റെ ദൈവാലയം തകർത്ത ടൈറ്റസ്, അതിനോടനുബന്ധിച്ച് അടുത്ത പ്രിയപ്പെട്ടവർ ലൗദിയോസും ക്ലൗഡിയോസും ചരിത്രത്തിന്റെ തങ്കത്താളുകൾ അക്കമിട്ട് മിടിയിൽ നിൽക്ക് നോക്കുമ്പോൾ 90 കാലഘട്ടത്തിൽ ഡൊമീഷ്യൻ വരുന്നു. ആ കാലഘട്ടം വരെ ഭക്തന്മാർക്ക് ക്രൂരമായ ന്യായവിധികൾ, അതിശക്തനായ ഏറ്റവും നല്ല നിർണായകമായ ക്രിസ്തുവിന്റെ വിശ്വസാക്ഷിയായി വഴിവെക്കനകത്ത് ട്രാക്റ്റും ലഘുലേഖയും എല്ലാം കൊടുത്തുകൊണ്ടിരുന്നവരുമുണ്ടായിരുന്നു. സ്തേഫാനോസിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ശൗൽ എന്ന് പറയുന്ന ബെന്യാമിൻ ഗോത്രക്കാരൻ, കപ്പൽ മുതലാളിയുടെ മകൻ, കീശയിൽ കാശുള്ളവർ, ഒരു സുപ്രഭാതത്തിൽ പള്ളിക്കാരുടെ കൽപ്പനയെല്ലാം മേടിച്ച് പടപട ആരുടെ നേരെ കല്ലുകൾ എറിഞ്ഞെന്നറിയാമോ? നല്ല കല്ലുകൾ എറിഞ്ഞു. ആരുടെ നേരെ? സ്തേഫാനോസിന്റെ നേരെ. അവൻ വഴിവെക്കൽ ഇങ്ങനെ മൃതപ്രായനായി വീണുപോയി. എങ്കിലും അവസാന നിമിഷം അവന്റെ കണ്ണുകൾ ഉയരത്തിലേക്ക് ഉയർത്തുമ്പോൾ സ്വർഗം തുറക്കുന്ന കാഴ്ച, അതിന്റെ മറുപടിയാ. നിനക്ക് ഓടിയതിനും അധ്വാനിച്ചതിനും ഒരു പ്രതിഫലമുണ്ട്. കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം നിനക്ക് വേണ്ടി മധ്യാകാശത്തിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മരണവീട്ടിൽ ഘോരഘോരം പറയുന്നു, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ദുഷ്ടന്റെ മരണം യഹോവ വെറുക്കുന്നു. തിരുവചനമെടുത്ത വിശ്വസ്ത സാക്ഷികളെ എല്ലാം തീർക്കുന്ന ഒരു കാലഘട്ടം. രണ്ടാമത് ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസ്, വട്ടാപ്പകൽ കുതിരയ്ക്കകത്ത് പടപട യാത്ര ചെയ്യുന്ന ശൗൽ, ബെന്യാമിൻ ഗോത്രക്കാരൻ, കൂടെ അംഗരക്ഷകർ, കീശയിൽ കാശ്, ഒരുപക്ഷെ പോലീസുകാരുടെ നമ്പരും കാര്യങ്ങളും ഒക്കെ കാണും. പക്ഷെ അവന്റെ ഈ പോക്ക് കണ്ടപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമിറങ്ങി, ശൗലേ ശൗലേ, നീ ഉപദ്രവിക്കുന്നതാര്? അങ്ങ് ആരാകുന്നു കർത്താവ്? ഇതാ കിടക്കുന്നു, അവൻ താഴേക്ക് വീണു. എന്ന് രാത്രി എത്ര സൗകര്യമുണ്ടായാലും, എത്ര പണമുണ്ടായാലും, ഏതൊക്കെ സംവിധാനങ്ങളുണ്ടായാലും, ദൈവത്തിന്റെ വഴിവിട്ട് പ്ലാൻ വിട്ടു പോകുന്ന സകലരുടെ മേലും ന്യായവിധി വരുത്തുവാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്നത്തെ നമ്മുടെ തിരുവല്ലായിലെയും അതുപോലെ മുത്തൂറിലെ ശൗലുമാരായിരുന്നു. ഒന്ന് ഈ വാസനയൊക്കെയല്ലോ ചൈതന്യയിലോ കൊണ്ടുപോയൊക്കെ എങ്ങനെങ്കിലും കണ്ണിന് ലേസർ അടിപ്പിച്ചാണ്. നമ്മുടെ ശൗലറിയാം, ഇത് സാധാരണ ലേസറും ബ്രൈറ്റ് ലൈറ്റും അല്ല, സ്വർഗത്തിന്റെ ടോർച്ച്. അവൻ എവിടെ പോയി? നേർവീതിയിൽ തർശോശുകാരനോ യൂദയുടെ വീട്ടിൽ പോയി. യൂദയുടെ വീട്ടിൽ ചെമന കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ ശബ്ദം അനന്യാസിന്റെ മുൻപിൽ ഇറങ്ങി, അനന്യാസെ നീ ചെല്ലണം, ശൗലിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം, അവന്റെ ആ കണ്ണിന്റെ അജ്ഞത മാറ്റി പുതിയ വെളിച്ചം കൊടുക്കണം. അനന്യാസ് എപ്പോഴും പറയുന്നു, ഈ പട്ടണത്തിനകത്ത് അനവധി പേരെ സുവിശേഷത്തിന്റെ മാർഗത്തിൽ നിൽക്കുന്നവരെ ഘോരം ഘോരം പോരാടിയ ഒരു വ്യക്തിയെ കഴിയുമെങ്കിൽ കാഴ്ചയില്ലാതിരിക്കട്ടെ. സ്വർഗം പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല, പോയേ പറ്റൂ. നാഥന്റെ വാക്ക് കേട്ടവൻ യാത്രയായി. വളരെ ദൂരെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഗ്രാമീണ ഭാവനയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അല്പം കണ്ണുമങ്ങിയിരിക്കുന്ന ശൗലിന്റെ മുമ്പിലേക്കാ വരുന്നത്. ദൂരെ നിന്ന് തന്നെ അനന്യാസ് ഒരു വിളിച്ചു, ശൗലേ സഹോദര. ഇന്ന് രാത്രി 48 മണിക്കൂറിന് പിറകിൽ തന്നെ തകർക്കുവാൻ വന്ന ഒരു വ്യക്തിയുടെ മുൻപിൽ നിന്ന് ചങ്കൂറ്റത്തോടെ അനന്യാസ് വിളിക്കുന്നു, ശൗലേ സഹോദര. ഇന്ന് രാത്രി മാറാനാഥ ഫുൾ ഗോസ്ബൽ ചർച്ചിന്റെ ആദ്യ രാത്രി, ഇതാ കാൽവറിയിൽ കൂടി ഞങ്ങൾക്ക് നാഥൻ പകർന്നു തന്ന സ്നേഹം മനസ്സിലാകുന്നവർക്കായി. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർപിരിക്കും? കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ? അത് കേട്ടപ്പോൾ തന്നെ നാടൻ ഭാഷയിൽ അവന് പകുതി കാഴ്ച കിട്ടിക്കാണും. സ്വോത്രം മനസ്സിലാകുന്നവർക്കായി. നമ്മുടെയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരെവിടെങ്കിലും ആരെങ്കിലും സുഖമില്ലാതിരിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ 2 അപ്പച്ചന്മാരോ അച്ചായമാരോ മരിച്ച കാര്യമായിരിക്കും പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് ശവപ്പെട്ടി മേടിച്ചുകൊണ്ടാൽ മതി. സ്വോത്രം മനസ്സിലാകുന്നവർക്കായി. നമ്മുടെ സഹോദരിമാർ പലയിടത്തും ആൻറ്റിമാർ സുഖമില്ലാതിരിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് 2 പേര് മരിച്ച കഥയായിരിക്കും പറയുന്നത്. ദൈവം ഇതങ്ങനെ പറയരുത്. 2 പേർക്ക് കർത്താവ് വിടുതൽ കൊടുത്ത സാക്ഷ്യം പറയുമ്പോൾ അവർക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയില്ലെങ്കിലും അവരുടെ ഉള്ളിനകത്തൊരു പ്രത്യാശ വരും. പരിജ്ഞാനത്തിന്റെ വാക്കുകൾ ദൈവമക്കൾക്ക് പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിർമ്മലതയും. ആ വാക്ക് കേട്ടു, തലയിൽ കൈവച്ചു. അവന്റെ ആ കണ്ണിന്റെ അച്ഛതമ്പൽ അല്ലെങ്കിൽ അജ്ഞത മാറി. കാഴ്ച ലഭിച്ചവർ ആദ്യം ചോദിച്ചു, എന്തോ ചെയ്യണം ഉപദേശി? പറഞ്ഞു, നീ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അവിടെ കൊണ്ട് തീരുമോ? ഇല്ല. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ജീവിതത്തിൽ വന്ന കുറവുകൾ ഏറ്റുപറയണം, മാനസാന്തരം. അത് കഴിഞ്ഞാൽ പോരാ, നീ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ അനുദപിക്കണം. അനുദപിക്കുന്ന നീ വെറുതെ തിരുവല്ലായി നടന്നിട്ട് കാര്യമില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി സ്നാനമേൽക്കണം. സ്നാനമേൽക്കുന്ന നീ എന്ത് ചെയ്യണം? കാന്തന്റെ വരവരെ തിരുമേശയിൽ പങ്കാളിയാകണം. പോര കുഞ്ഞ് പരിശുദ്ധാത്മ ശക്തി മേൽക്കുമേൽ പ്രാപിക്കണം. പ്രാർത്ഥനാ ജീവിതം നയിക്കണം. അവനെ ചേർക്കാനായി എൻ്റെ കാന്തൻ വരുന്നത്. വചനം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. തിരുവചന പ്രകാരം വചനത്തിന്റെ ഉല്ലേഖന കണ്ണുകൾ തുറന്ന ദൈവ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ദൈവസഭയിൽ അപ്പം നുറുക്കിയും കൂട്ടായ്മ കൂടിയും കാത്തിരിക്കുന്ന തൻ്റെ മക്കളെ ചേർക്കാനാണ് കാന്തൻ വരുന്നത്. അതുകൊണ്ട് തിരുസഭയുടെ പ്രത്യാശ, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത
എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടവൻ. ഇന്ന് രാത്രി ഞാനൊന്നും പറയുന്നില്ല. ഇന്നൊക്കെ തിരുവല്ലയിലും കാണും ഏതെങ്കിലും കാഴ്ചകൾ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ വൈറലായി, പിന്നെ കൺവെൻഷൻ ഒന്നുമില്ല. യേശു അത്ഭുതം ചെയ്യുന്നത് പേരും മാറും. സ്വോത്രം. ആ വഴികളിലൊന്നും മാറാനാഥയിലെ കുഞ്ഞുങ്ങൾ വീണ് പോകരുത്. നമ്മുടെ ആത്യന്തികമായ പ്രത്യാശ നാഥനൊരുക്കിയ സത്യസുവിശേഷത്തിന്റെ വക്താക്കളായിരിക്കണം. നമ്മുടെ ആത്യന്തികമായ പ്രത്യാശ ഈ മണ്ണിനെയല്ല നമ്മൾ കാണാത്തതൊന്നിലേക്ക് നാം പോകേണ്ട ദിനങ്ങൾ അടുത്തു വരുന്നു. അതുകൊണ്ട് വചനം കേട്ട ദൈവമക്കളെല്ലാം നല്ല ഒറിജിനൽ വചനത്തിന് വേണ്ടി ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ അത്ഭുതവും വിടുതലും എല്ലാം നല്ലത്. അതിനൊന്നും ഞങ്ങൾ ആരും എതിരല്ല. പക്ഷേ വചനം കേട്ടിട്ട് കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകരുത്. ഓരോ നാളും നാം ആ നാളിനെ നോക്കി പ്രത്യാശയോടെ ജീവിപ്പാനുള്ള ദൈവ കൃപ 2025 മാറാനാഥ ഫുൾ ഗോസ്പൽ ചർച്ചിലേക്ക് സ്വർഗം പ്രൊവൈഡ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ആ ശൗൽ എന്താ ചെയ്തത്? അവസാനമായി അവന്റെ മരണത്തെപ്പറ്റി പലരും അങ്ങനെ പ്രസംഗിക്കാറില്ല. ഓസ്ട്രേലിയക്കകത്തൊരു കാരാഗ്രഹത്തിനകത്ത് അവൻ കിടക്കുന്നത്. ഒരു ഗ്രില്ലിനകത്തൂടെ അല്പം വെള്ളമോ വല്ലതും കൊടുക്കുക. രണ്ട് പ്രിയ കുഞ്ഞുങ്ങളുണ്ട്. ഒന്നേ തിമോത്തിയോസ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചെറിയ സുവിശേഷകൻ, മറ്റൊരുവൻ ഒനമസ്. ഇവരൊക്കെ എവിടേക്കോ ട്രാക്ടർ ലഘുലകയൊക്കെ കൊടുക്കാൻ പോയിരിക്കുക. ആ കാലഘട്ടത്തിനകത്ത് ഒരു സുപ്രഭാതത്തിൽ ഒരു നേരം പടയാളി വന്നിട്ട് പറഞ്ഞു, നാളെ പ്രഭാതത്തിൽ താങ്കളെ ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുപോകും. ആ ചന്തയിൽ കൊണ്ടുപോയി എന്ത് ചെയ്യുമെന്നറിയാമോ? കഴുത്ത് പടപട അറുത്തു മാറ്റും. പൗലോസിന് വലിയ ഭയത്തിന്റെ ആധിക്യമല്ല, അദ്ദേഹത്തിന്റെ പേടി. ഈ കുഞ്ഞുങ്ങൾ മടങ്ങി വരും. ഈ ഗ്രില്ലിനകത്ത് തന്റെ മുഖം നോക്കുമ്പോൾ തന്നെ കാണത്തില്ല. പടയാളികളൊട്ട് പറയത്തുമില്ല. തന്റെ പ്രിയ വേലക്കാർ അവിടെ നിന്ന് കരയുമോ എന്നുള്ളൊരു വ്യാകുലം. അന്ന് ചിരട്ടയ്ക്കകത്ത് വെള്ളം കിട്ടി കാരാഗ്രഹത്തിനകത്ത് ആരോ വലിച്ചെറിഞ്ഞൊരു കരിക്കക്കെട്ടുകൊണ്ട് വിധിക്കാത്തൊരു നല്ല വാക്യം എഴുതിയ സഹോദര സഹോദരിയ വാക്യത്തിന്റെ പ്രത്യേകതയാണ്, ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ മടങ്ങി വരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ ഭാരപ്പെടേണ്ട, നീതിയുടെ കിരീടവുമായി നമ്മുടെ കാന്തൻ മധ്യാകാശത്തിൽ വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാർ പിറ്റേന്ന് പ്രഭാതത്തിൽ ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുവന്ന് പടപടാ തിരുവല്ലയിൽ മുത്തൂരിൽ മില്ലിനകത്തുനിന്ന് കഴുത്തറുത്ത് മാറ്റുന്നത് പോലെ വാളുകൊണ്ട് തല ഇങ്ങനെ അറുത്ത് മാറ്റുമ്പോഴും അവന്റെ നാവ് ചലിച്ചെന്ന് ആര് പറയുന്നു? ജോസഫസ്, ഞാൻ നല്ല പോർ പൊരുതോ. ഇങ്ങനെ ഓരോ ഭക്തന്മാർ യാക്കോബിനെ നേരെ പിടിച്ചു. അവസാനം അവന്റെ കഴുത്ത് വിട്ടുമാറ്റി. പത്രോസിലേക്ക് നേരെ ക്രൂശിക്കുവാൻ പിടിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ചരിത്രത്തിന്റെ തങ്കത്താളുകൾ, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവനെ എന്ത് ചെയ്തു? തല കീഴായി ഇന്ത്യയുടെ മണ്ണിൽ സത്യസുവിശേഷത്തിന്റെ ധ്വനികളുമായി ഇറങ്ങി വന്ന ധന്യനായ തോമസ് അപ്പോസ്തലൻ AD 72 മൈലാപ്പൂരിൽ വധിക്കപ്പെടുന്നു. ഈ കാലഘട്ടത്തിനകത്ത് തന്റെ ഭക്തന്മാരുടെ ന്യായവിധി കാണുമ്പോൾ AD 64 ഒരുവൻ യാത്രയാകുന്നു. കാൽവരി ദർശനം കണ്ട യോഹന്നാൻ എവിടത്തേക്ക് പോയി മക്കളെ? തുർക്കിയിലെ ഏഷ്യ മൈനറിൽ പോയി. ആസിയയിലെ 7 സഭകൾ, എഫെസോസും ലവോദിക്കയും സ്മരണയും തുദയൂരയും പെർഗമോസും സർദീസും ഫിലാഡൽഫിയ സഭ ഭരണകൂടങ്ങൾ മാറുന്നു. ഡൊമേഷ്യന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. റോമുകാർ യേശു രക്ഷകൻ എന്നല്ല, തച്ചന്റെ മകന്റെ വചനം പറയുന്ന ആരെങ്കിലും ഉണ്ട്? അവർ പറഞ്ഞു, സാറ് അനവധി പേരെയും കാലപുരിക്ക് അയച്ചു അവരുടെ ഭാഷയിൽ. ഇപ്പോൾ ഒരു വയോധികൻ കിടപ്പുണ്ട്. എവിടെ കിടക്കുന്നു? പറഞ്ഞു, തുർക്കിയിലെ ഏഷ്യ മൈനറിൽ കിടപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായം എന്ത് കാണും? ഏകദേശം 90 കഴിഞ്ഞ്. ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ വിറയ്ക്കുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന് വേണ്ടി ഒരു കൽപ്പന ഡൊമേഷൻ കൊടുക്കുന്നു. കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി റോമിന്റെ ആദ്യത്തെ ശിക്ഷാവിധിയ ശരീരത്തിനകത്ത് വാളുകൊണ്ട് കീറിക്കൊല്ലുവാൻ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ 5:30 മണിക്ക് എഫെസോസഭയുടെ മുൻപിൽ നിമജ്ജനായി പ്രാർത്ഥനയുടെ ചുരുളുകൾ ചൊല്ലുമ്പോൾ, പഴയ നിയമത്തിന്റെ വാക്കുകൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറത്തെ ചരിത്രം, ബൈബിളിന് പുറത്ത് ആധികാരികമായി അവനെ 6 കുതിരകൾ 12 പടയാളികൾ വയോധികനെ പിടിച്ചു കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി ഇതുപോലൊരു പ്രതലത്തിൽ കടത്തിയെന്ന 6 മണിക്ക് സൈറൺ മുഴങ്ങുന്നു. ശരീരം വരിഞ്ഞ് കീറുവാനുള്ള മാർക്കുകൾ രേഖപ്പെടുത്തുന്നു. 6:30 കഴിഞ്ഞപ്പോൾ മുഖാവരണം ധരിപ്പിക്കുന്നു. 7 മണിയായപ്പോൾ ഒരു പടയാളി വന്നു പെതിയെ അവന്റെ ശരീരം കീറുവാൻ ശ്രമിച്ചെന്ന റോം പറയുന്നത്. കീറുന്ന സമയത്ത് ശരീരം ഒട്ടിപ്പിടിച്ചു. പടയാളി എവിടത്തേക്ക് വാൾ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, ഇദ്ദേഹത്തിന്റെ അകത്ത് എന്തോ അസാമാന്യ ശക്തിയുണ്ട്, ഇദ്ദേഹത്തെ കെട്ടഴിച്ചു വിട്ടേക്കാൻ. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി സാഹചര്യങ്ങൾ നിനക്ക് പ്രതികൂലമായിരിക്കും. നീ തകർന്നു പോകുന്ന ദുഷ്ടപിശാചി രേഖകൾ എഴുതും. ഒരുപക്ഷെ കാരാഗ്രഹത്തിനകത്ത് നീ പുറത്തു വരത്തില്ലെന്ന് ലോകം പറയും. എന്നാൽ ഇന്ന് രാത്രി പറയണ, കാൽവരി ദർശനം കണ്ടവൻ തകരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എന്തുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ മരിച്ചില്ല? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതിയില്ല. ഇന്ന് രാത്രി കുഞ്ഞെ, കൺവെൻഷൻ കൂട്ടങ്ങളുടെ ആദ്യ രാത്രി നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങളെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കണ്ണുനീരിന്റെ മറുപടി നിന്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുവാൻ എന്റെ ദൈവം അനുവദിക്കില്ല. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി സാധാരണ ദൈവത്തെയല്ല നീ ആരാധിക്കുന്നത്. ആരാ നമ്മുടെ ദൈവം? അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെ ചന്ദ്രനെ അതതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ വെച്ച ദൈവം, കൂപ്ലിയാർ ബെൽറ്റിനകത്ത് ആകാശ
പാറകളെ വെച്ച ദൈവം. അവൻ അറിയാതെ ഇന്ന് രാത്രി അമ്മമ്മ തിരുവല്ല ബിലീവേഴ്സുകാർ പറയും ക്യാൻസർ 4ാമത്തെ സ്റ്റേജ്. രഹസ്യമായി കുഞ്ഞുങ്ങളടുത്ത് പറയും ഇനി വലിയ രക്ഷയൊന്നുമില്ല, ഇനി അവസാനമായിട്ട് ശവപ്പെട്ടിക്ക് വേണ്ടി റെഡിയാക്കിക്കോളാം. എന്നാൽ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി പറയണം, ക്യാൻസർ അല്ല വലുത്. ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ കരം എന്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. KM ചെറിയാനിലെ ആശുപത്രിക്കാർ പറഞ്ഞു കാണും, അച്ഛന് ഹാർട്ട് അറ്റാക്കായി, ഇനി കാത്തലാബി കയറ്റിയ ഒരുപക്ഷെ മരണമാ, സഡിടാനും പറ്റത്തില്ല. കുഞ്ഞുങ്ങളെടുത്ത് രഹസ്യമായിട്ട് പറയണം അടുത്ത അറ്റാക്കത്തോടുകൂടി സെമിത്തേരില്ല. എന്നാൽ അച്ഛ ഇന്ന് രാത്രി ഭാരപ്പെടേണ്ട. സാധാരണ ദൈവത്തെ ഇന്ന് രാത്രി ആരാധിക്കുന്നത് കരമുയർത്തി കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. വചനം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി നീ വെന്റിലേറ്ററിനകത്ത് കടന്നാൽ, സർജിക്കൽ യൂണിറ്റിൽ കടന്നാൽ, ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിന്റെ മറുപടി, നിന്റെ തലമുറകളുടെ ഭാവിയുടെ നന്മ നീ കാണുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വചനം ഏറ്റെടുക്കുന്നവർക്കായി സാധാരണ ദൈവത്തെ ഇന്ന് രാത്രി ആരാധിക്കുന്നത് കരമുയർത്തുന്നവർക്കായി പർവ്വതങ്ങൾ ഇന്ന് രാത്രി നിന്റെ മുൻപിൽ മാറും. ബ്രദർ, ചെറുപ്പക്കാരി ഇന്ന് രാത്രി കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങിപ്പോകും. അച്ചായ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, തിരുവല്ലായിൽ എന്നെ വിളിച്ച ദൈവത്തിന്റെ ദയ എന്നെ വിട്ടുപോകുകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി രോഗം വരുമ്പോൾ, ഭാരം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ മുഴങ്കാൽ മടക്കി പറയണം, എൻ്റെ കണ്ണുനീരിന്റെ മറുപടി, സന്ധ്യയുടെ യാമത്തിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചതിന്റെ മറുപടി, പ്രഭാതത്തിൽ എഴുന്നേറ്റ് എൻ്റെ തലമുറകൾക്ക് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി, എൻ്റെ കൂട്ടുവേലക്കാർ വേണ്ടി ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചതിന്റെ മറുപടി എൻ്റെ കണ്ണിൽ കാണുന്നത് വരെ രോഗമല്ല വലുത്, പ്രതിസന്ധിയല്ല വലുത്. എന്നെ നടത്തുന്ന ദൈവത്തിന്റെ കരം അന്ത്യം വരെ വഴി നടത്തും. ലോർഡ് ജീസസ്. ഇന്ന് രാത്രി അവിടെ നിന്നവൻ രക്ഷപ്പെടുന്നു. രണ്ടാമതായി ഡൊമേഷൻ കൊടുക്കുന്ന കൽപ്പനയാ, തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കുട്ടകത്തിനകത്ത് വലിച്ചവനെ അങ്ങോട്ട് ഇട്ടേക്കണം. എന്താ? എണ്ണയ്ക്കകത്ത് വീണവൻ മരിക്കണം. ഒരു സുപ്രഭാതത്തിൽ രാവിലെ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും റൂം രേഖപ്പെടുത്തുന്നു. പടയാളികൾ വന്നിട്ട് വയോധികനായ യോഹന്നാനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പച്ചു ഇന്ന് താങ്കളുടെ ഫൈനൽ ഡേ, തൂക്കുകരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കൊലയാളിക്ക് വേണ്ടി നല്ല ഭക്ഷണവും ആഹാരവും ബന്ധുക്കളെയൊക്കെ കാണുവാൻ കൊടുക്കുക. ഈ അപ്പച്ചനോട് പറഞ്ഞ് താങ്കളെ കൊണ്ടുപോകാൻ പോവുക. എവിടെ? തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൊണ്ട് വലിച്ചിടുവാൻ പോവുക. ആ സമയത്ത് കൈകാലുകൾ ബന്ധിച്ചു കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വലിച്ചിട്ടു. ചില നിമിഷങ്ങൾ മരണം കാണുവാൻ കാത്തു നിൽക്കുക. 9 മിനിറ്റ് എന്ന് ചരിത്രം പറയുന്നു. തലപൊക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ എനിക്ക് പുതയ്ക്കാൻ വല്ലതും തരണം. കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ശരീരത്തിനകത്ത് കത്തി കയറിയിട്ടും വയോധികൻ മരിച്ചില്ല. തീർന്നില്ല, അത് കൂടാതെ എണ്ണയ്ക്കകത്ത് വീണിട്ടും അദ്ദേഹം മരിച്ചില്ല. എന്താ ചായ മരിക്കാഞ്ഞ്? എന്താ അമ്മാമ്മയെ മരിക്കാഞ്ഞ്? പ്രശ്നം ഇതേ ഉള്ളൂ, അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടില്ല. വാഗ്ദത്തമുള്ളവന്റെ നിർണയം ഒരു ഡൊമേഷൻ അല്ല നിശ്ചയിക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാണ് നിശ്ചയിക്കുന്നത്. മനസ്സിലാകുന്നവർക്ക് നിന്റെ മരണം കാണാൻ നാട്ടുകാർ കാത്തു നിൽക്കും, നിന്റെ പരാജയം കാണുവാൻ നാട്ടുകാർ കാത്തു നിൽക്കും. വാഗ്ദത്തമുള്ളവൻ ഏതെണ്ണക്കിണറി കടന്നാലും കാട്ടുപോത്തിന്റെ തലയുടെ കൊമ്പ് ഉയർത്തുന്നത് പോലെ നിന്നെ ഉയർത്തുവാൻ കരുത്തുറ്റ ദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. നമ്മുടെ ദൈവം സാധാരണ ദൈവമല്ല. നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ കുട്ടിസനും മായാവിയും ഡിങ്കനും ഒന്നുമല്ല. 8,000 പ്രോമിസ്, 8,000 പ്രോമിസില്ല, അവൻ 8,000 പ്രോമിസാ എന്ന് പഴയനിയമൊന്നും ആരും പറയാറില്ല. ചില പുള്ളികൾ പറയുന്ന പഴയത് വേണ്ട എന്ന് പറയുന്നു. വാഗ്ദത്തങ്ങൾ നിറവ്. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വെളിപ്പാടിലേക്ക്, കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം മെസൊപ്പൊട്ടേമിയയിൽ അബ്രഹാമിനെ വിളിക്കുന്നു. എന്താ വിളിക്കുന്നത്? തേരകന്റെ കുടുംബത്തിൽ നിന്ന് വാഗ്ദത്തിന്റെ വിളിയ. ഉൽപ്പത്തി 12 അബ്രഹാമേ വരിക. 1890 കിലോമീറ്റർ കനാൻ ടു ഇറാഖ്. വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു, എന്താ? നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറ ആകാശത്തിലെ നക്ഷത്രങ്ങളെ ഭൂമിയിലെ പൊടി പോലെ, അത് മാത്രമല്ല കടൽക്കരയിലെ മണൽത്തരി പോലെ. വിളി കേൾക്കാത്ത ഒരുവനും കൂടെ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു ലോത്ത്. കനാനിൽ വന്ന് ആടുമാടുകളും വീടുകളും എല്ലാം ഉണ്ടായി. ആ സമയത്ത് 2 വിഭാഗം. ഒന്നേ അബ്രഹാമിനൊരു അമ്മാമ വന്നു, സാറാമാമ. ലോത്തിനൊരു അമ്മാമ വന്ന്. ബൈബിളും നോക്കണ്ട, ഗൂഗിളും നോക്കണ്ട. അവർ 2 പേരും വന്ന സമയത്ത് പിന്നെ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കൺവെൻഷൻ കൂട്ടമാണല്ലോ. സഹോദരന്മാരെയൊക്കെ 2 പേരെ സഭയെ കുഞ്ഞച്ചായ തോമാച്ചായ എന്ന് പറഞ്ഞൊക്കെ കൊണ്ടുപോകാം. സ്വോത്രം. മറിയാമാമയെ ചിന്നമാമയൊക്കെ കലകം ഉണ്ടാക്കിയ സെൻട്രലിനും കുഴപ്പ, കേന്ദ്രത്തിനും കുഴപ്പ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ആ സമയത്ത് MFGCയുടെ കൺവെൻഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അവറാച്ചാനും സാറാമാമയും ലോത്തും കമാൻഡർ GP വരുവായിരുന്നു. ലോത്തിന്റെ ഭാര്യ വരത്തില്ല. പുള്ളിക്കാരി വിവരാവകാശ പ്രകാരം തിരുവല്ല SBIയിലും അതുപോലെ തന്നെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലും എല്ലായിടത്തും കൊടുത്തിരിക്കുക. സ്വത്ത് മുതലേ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ കണക്ക് എന്തായാലും വിവരാവകാശ പ്രകാരം കിട്ടി. അന്ന് വീട്ടിൽ കൊടി ഉയർത്തി. മനസ്സിലാകുന്നവർക്കായി
നാടൻ ഭാഷ, ഇംഗ്ലീഷിലേക്ക് ഒന്നും പോകട്ടെ. എന്താ സംഭവിച്ചെന്നറിയാം? അബ്രഹാമിനോട് പറഞ്ഞ് ഞങ്ങൾക്ക് വീതം തന്നേ പറ്റും. അബ്രഹാം പറഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ടതാ. ഉടനെ ലോത്തും ഭാര്യയും കൂടെ പറഞ്ഞ് ഞങ്ങൾ 40 ദിവസത്തേക്ക് ഇവിടെ സമരം, ആശാവർക്കർമാർ സമരം നടത്തുന്നില്ല. മനസ്സിലാക്കുന്നവർക്കായി നാട്ടുകാർ കാണുമല്ലോ. അവസാനം അബ്രഹാം ചോദിച്ചു എന്തോ വേണം, എന്തോ പോയിച്ചു. തിരുവല്ലായും ചെങ്ങന്നൂരും ചങ്ങനാശ്ശേരി, അതാ സോതവും കോമർ. അവസാനം അവറാച്ചാൻ എവിടെ കിട്ടി? കോടകുളഞ്ഞി മല. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഇന്ന് രാത്രി ഇതാ കാര്യം. കോടകുളഞ്ഞി മലയുടെ പ്രത്യേകതയുണ്ട്. ലോത്തിന് നല്ലത് കിട്ടി. കോടകുളഞ്ഞി മലയുടെ പ്രത്യേകത മമ്രയുടെ തോപ്പ്. മമ്രയുടെ തോപ്പിൽ 2 കാര്യം ഉണ്ടായിരുന്നു. 1, ഒരു യാഗപീഠം ഉണ്ടായിരുന്നു. 2, ഒരു കരുവേലകമുണ്ടായിരുന്നു. സന്തോഷമില്ലല്ലോ. ഇത് നമ്മുടെ പെന്തിക്കോസുകാരുടെയൊക്കെ എത്ര പറഞ്ഞാലും നമുക്ക് മടിയാണല്ലോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ കഴിഞ്ഞ യാഗപീഠം പടിനിയമത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിന്റെ പാളയത്തിൽ അല്ലെങ്കിൽ പടിനിയമ പിതാക്കന്മാർ എന്ത് കിട്ടിയാലും എന്ത് കുടിച്ചാലും എന്ത് കഴിച്ചാലും എന്ത് ചെയ്യും? അവർ ദൈവത്തെ ആരാധിക്കും. അതാ തണലിൻ്റെ യാഗപീഠം. 2, കരുവേലകം. ആര് വന്നാലും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. അവിടെ ജീപ്പും വണ്ടിയൊന്നും വരത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ ദാസന്മാർ അവിടെ എത്തി. അബ്രഹാം അവരെ മാനിച്ചു. 1, നമ്മുടെ വീട്ടിൽ യാഗപീഠവും കരുവേലകവും. ऊपरवाला मदद किया, हम लोग को एक अच्छा घर दिया. उसमें 4 कमरा है. एक कमरा में बाबा, एक कमरा में मामा, एक कमरा में 2 एक बच्चा. നാം 2, നമുക്ക് 2. സന്തോഷമില്ലല്ലോ. 4 മുറി. 1 അപ്പൻ, 1 അമ്മ, 1 ഓരോ കുഞ്ഞുങ്ങൾ. കപ്പയുടെ ചവിട്ടി എലി മാന്തുന്ന പോലെ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കാം മൊബൈൽ. മമ്മി ചപ്പാത്തിയും വെജിറ്റബിൾ കറി ഉണ്ടായിട്ട് വോയിസ് ക്ലിപ്പായിരുന്നു. ഫുഡ് കഴിക്കാൻ റെഡിയായി. കേട്ടിട്ട് താഴോട്ട് വരാം. സ്വോത്ര അപടമരായി മലയാളി പച്ചയ്ക്ക് പറയുക. അതിലേറ്റവും കഷ്ടം പെന്തിക്കോസുകാരാ. ലൈവ് പോയാൽ ഹാർവെസ്റ്റ് കൂടെ പോയാൽ വന്ന വഴികൾ നിങ്ങൾ മറക്കരുത് ദൈവമക്കളെ. ആരുടെയൊക്കെയോ കണ്ണുനീരും പ്രാർത്ഥനയും രാവും പകലും മനമേക ഭക്ഷിക്കണേ. രാവിലെ അതിശയമയൊക്കെ പാടി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പട്ടിണി വരരുത്, ഒരു വിഷയവും വരുതെന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇന്ന് നല്ലൊരു വീട് നിങ്ങൾക്ക് തിരുവല്ലായി ദൈവം തന്നത്, നല്ലൊരു കാറ് തന്നത്, പിന്നെ കീശയ്ക്കകത്ത് 2 ATM തന്നത്. ഒരു കാലത്ത് കഞ്ഞിയും ചമ്മന്തിയും ചേനയും കാച്ചിലും പുഴുങ്ങിയ സ്ഥാനത്ത് ഇന്ന് ബർഗറൊക്കെ അടിക്കുന്നതിൻ്റെ പിന്നിൽ നിങ്ങളുടെ ആരെയും കഴിവല്ല. കരുണാമയനായ കർത്താവ് പിതാക്കന്മാരുടെ കണ്ണുനീര് മാനിച്ചത് കൊണ്ട് വന്ന വഴികൾ മറക്കരുത് മക്കളെ. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി പഴയ കാലം പോലൊരു നല്ല കാലം വരട്ടെ. നമ്മുടെ വീട്ടിനകത്ത് കുടുംബ പ്രാർത്ഥന മടങ്ങി വരട്ടെ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ചുന്നു. ഇന്ന് പല ഭവനങ്ങളിലും അതില്ലാതിരിക്കുന്ന ഒരു കാലമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതാ ഏറ്റവും നല്ലതായ യാഗപീഠം, 2 കരുവേലകം. ദൈവത്തിന്റെ ദാസന്മാർ വന്നു. ഇതാ പ്രോമേശകൾ നിവർത്തി. ദൈവത്തിന്റെ ദാസന്മാർ വന്നപ്പോൾ അബ്രഹാം ആദ്യം കുടിക്കാൻ വെള്ളം കൊടുത്തു. സാറാമ്മച്ചി വിളിച്ചു. സാറാമ്മച്ചി ചോദിച്ചു എന്തോ ഇവിടെ ഉണ്ട്? സാറാമ്മച്ചി പറഞ്ഞു 3 ഇടങ്ങഴി മാവുണ്ട്. ആദ്യത്തെ കുബൂസ് ഉണ്ടാക്കിയത് ഗോൾഡൻ ലോ ബേക്കറി, അറേബ്യൻ ബേക്കറി ഒന്നുമല്ല, ലൂലുകാരുമല്ല. ആദ്യത്തെ കുബൂസ് ഉണ്ടാക്കിയതാ സാറാമാമ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതിനുശേഷം അബ്രഹാം തൊഴുത്തിലേക്ക് പോയി നല്ലൊരു മൃഗസമ്പത്തിനെ കട്ട് ചെയ്തൊരു മട്ടൻ കറി ഉണ്ടാക്കി. ചങ്ങനാശ്ശേരിയിലെ ഹാർവെസ്റ്റ് അല്ല, ആദ്യത്തെ കാറ്ററിംഗ് നല്ല സ്പീഡ് കാറ്ററിംഗ് ആയിട്ട് കൊടുത്തു. ദൈവദാസന്മാർ ഭക്ഷണമെല്ലാം കഴിച്ചു. ഭക്ഷണമെല്ലാം കഴിച്ചപ്പോൾ അബ്രഹാമിനോട് സാറേം വിളിച്ചു, ഇന്നത്തെ സിറ്റുവേഷൻ എന്താ? അബ്രഹാം സാറേം പറഞ്ഞു, എന്തെല്ലാം നിങ്ങൾ ഇറാഖി പറഞ്ഞത് ഞങ്ങളുടെ ഉപദേശിമാർ പറയുന്നുള്ള വീട് കിട്ടും, കാറ് കിട്ടും, തെക്കേ അമേരിക്ക കൊണ്ടുപോവാ. അബ്രഹാം പറഞ്ഞു ഞാനിപ്പോൾ 99 കയ്യിലൊരു വാക്കിംഗ് സ്റ്റിക്ക്. അമ്മാമ്മ പറഞ്ഞു ലൈബ്രറിയിലെ പാപ്പച്ച മക്കൾ കിട്ടുമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലെ കാശ് മൊത്തവും മേടിച്ചെന്ന് സ്വോത്രം റിപ്പോർട്ടുകളെല്ലാം കാണിച്ചു. ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞു സായം സന്ധ്യയായി പോയില്ലോ, ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ കോളക്കൊടിഞ്ഞില്ല, നാളെ നേരം വിളിക്കും തിരുവല്ല റിലയൻസിൻ്റെ സ്മാർട്ട് പോയിന്റ് വന്നിട്ടുണ്ട്, ഒരാട്ടോ പിടിച്ചു പോകണം, തൊട്ടി മേടിക്കണം, 3 കിലുക്ക് മേടിച്ചോണം. നാടൻ ഭാഷ. സാറ് കൂടാരത്തിൻ്റെ വാതിക്കൽ നിന്ന് മറിഞ്ഞു നിന്ന് ചരിച്ചു. ദൈവഭക്തന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി കാലം എത്ര പഴകിയാലും, ഡോക്ടർ നിന്റെ റിപ്പോർട്ടുകളെ തള്ളിയാലും, നിന്റെ ഉദരത്തിനകത്ത് ഒരു കുഞ്ഞു വരത്തിലെന്ന് മെഡിക്കൽ സയൻസ് എഴുതി വെച്ചാലും, നിന്റെ പിൻപിൽ ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ വചനമിറങ്ങിയാൽ ചലിപ്പിക്കുവാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി സമാധാനത്തോടെ വചനം കേൾക്കണം. ആ കാര്യം പറഞ്ഞപ്പോൾ അബ്രഹാമിന്റെ കൗണ്ടുകൾക്ക് ഒരു മാറ്റം തുടങ്ങുവാൻ തുടങ്ങി. അവന്റെ ചലനം ഹല്ലേലൂയ ക്ലിയർ ആകാൻ തുടങ്ങി. അവന്റെ ബ്ലഡിന്റെ അവസ്ഥകൾക്ക്, നെർവസ് സിസ്റ്റത്തിന്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റമുണ്ടായി. തീർന്നില്ല. സാറായുടെ ഉദരം ഒരുപക്ഷെ ഫൈബ്രോയിഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഫലോപ്പിയന്റെ ടെസ്റ്റ് ആയിരിക്കാം. പക്ഷെ ദൈവവചനം ഇറങ്ങിയപ്പോൾ ഇന്ന് രാത്രി കൺവെൻഷൻകൂട്ടങ്ങളുടെ പ്രഥമ രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ശന്തരാധികജാന ബൗഡാരവ ശന്തുര്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക, വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെയും കാൽവരുടെ കൊലക്കളത്തെ തകർത്തുയർത്തെഴുന്നേറ്റ് യേശുവിന്റെ നാമം ഇന്ന് രാത്രി നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് വെളിപ്പെട്ട സഹോദര സഹോദരി, ഡോക്ടർ മാറും, MRI കാർ മാറും, സ്കാൻ യൂണിറ്റുകാരിൽ നിനക്ക് നെഗറ്റീവ് റിപ്പോർട്ട് തരും.
ഒരുപക്ഷെ പല കാര്യങ്ങളും നെഗറ്റീവ് റിപ്പോർട്ടായിരിക്കും കിട്ടുന്നത്. എന്നാൽ ഇന്ന് രാത്രി പറയണം, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ട അബ്രഹാമിന് സാറയ്ക്കും വേണ്ടി തലമുറകളെ കൊടുക്കുക. സ്വർഗത്തിന്റെ കരമറിയെങ്കിൽ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി പറയണം, ആ കരം തളർന്ന കരമല്ല. ദ ഫസ്റ്റ് ഡേ നിന്നിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം, നിനക്കെതിരെ പരാജയം പറഞ്ഞവരുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം, ഒരുപക്ഷെ നിന്നെ തളർത്തിക്കളയുന്ന റിപ്പോർട്ട് എന്ന MRIയുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ദൈവം, നിന്റെ ചങ്ക് തകർന്ന വേദനയോടെ റിപ്പോർട്ട് എഴുതിയ ഡോക്ടർമാരുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം, വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്. അതുകൊണ്ട് ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി പറയണം, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, നിന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്കായി കാലം എത്ര പോയാൽ, സമയം എത്ര കഴിഞ്ഞാൽ, ബിലീവേഴ്സുകാരൻ തള്ളിയാൽ, സായിപ്പിന്റെ ഹോസ്പിറ്റലുകാരൻ കൈവിട്ടാൽ, പരിമലക്കാര് തള്ളിയാൽ, എന്റെ കണ്ണുനീരിന്റെ മറുപടി എന്റെ പുരയ്ക്കകത്ത് ഇറങ്ങുന്നത് വരെ എന്റെ കണ്ണുകൾ അടയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. വാഗ്ദത്തത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി പറഞ്ഞത് ഇറാഖില, നിവർത്തിച്ചത് കനാനില. എന്റെ ദൈവം വാക്ക് മാറുന്നവനല്ല. എൽ ശദ്ദായിയായ ദൈവം, കത്തി തൊടാതെ സർജറി കരുത്തുറ്റ ദൈവം. ഈ രാത്രി ഒരു സന്തതി ജനിച്ചു, ചിരിയുടെ സന്തതി. നമ്മുടെ ദൈവം ആർക്കെങ്കിലും കടക്കാരനാണോ? ഇല്ല. ഒരപ്പച്ചനോ ഒരമ്മച്ചി ഒരു നേരത്തെ ആഹാരം ദൈവ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. ആർക്ക് കൊടുത്തു? ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക്. സെൻറ്റർ മറക്കും, ഞങ്ങളുടെ ഭാഷ കേന്ദ്രം മറക്കും, കമ്മിറ്റിക്കാർ മറക്കും. മറക്കാത്ത ഒരുവനുണ്ട്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. ഒരപ്പച്ചനും ഒരമ്മച്ചിയും ഒരു നേരത്തെ ആഹാരം കൊടുത്തപ്പോൾ, സഹോദര സഹോദരി, ചെറുപ്പക്കാരി, 400 കൊല്ലം അപ്പച്ചമ്മച്ചി ആകാശത്തിൻ്റെ വിധാനങ്ങളെ തുറന്ന് മന്നയെ തുറന്നു കൊടുത്തവനാ സ്വർഗത്തിലെ ദൈവം. തീർന്നില്ല, മാറായി മധുരജലമാക്കി കൊടുത്ത 3. നമ്മുടെ നാടൻ ഭാഷ കാവുംഭാഗം പിടിച്ചാട്ട് ഒരമ്മമ്മ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ ഒരു കോഴിയെ പിടിക്കണമെങ്കിൽ 4 പറമ്പ് ഓടണം. ഹിന്ദിക്കാരുടെ ഭാഷ പറഞ്ഞ ആട്ടുപജ ദർവാദ കോളിനെക്കാട്ടായി 8 കിലോ മുറുകി ബാഗർ കടാകെ കാടപ്പക്ഷി ഇതാ കിടക്കുന്നു. മനസ്സിലാക്കുന്നവർക്കാൽ ഒരപ്പച്ചനും ഒരമ്മച്ചിയും ഒരു നേരത്തെ ആഹാരം ദൈവ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തപ്പോൾ 400 പര സംവത്സരം ആകാശത്തിന്റെ വിധാനങ്ങളെ തുറന്ന് ഉദരച്ചങ്ങടി നിറച്ച് തൻ്റെ പാളയത്തിനകത്ത് കൊടുത്ത സർവശക്തനായ ദൈവത്തെയാ 2025 കൺവെൻഷനിൽ നീ ആരാധിക്കുന്നത് കുഞ്ഞ്. അതുകൊണ്ട് ഇന്ന് രാത്രി കൺവെൻഷൻ ഗ്രൗണ്ട് വിട്ടാലും പറയണം, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. കർത്താവിൻ്റെ നാമത്തിൽ നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ, സുവിശേഷ വേലയ്ക്ക് ഒരു നന്മ കൊടുത്താൽ, ദൈവാലയത്തിന് കറങ്ങുന്ന 1000-ന്റെ പാൻ കൊടുത്താൽ നിന്നെ അനുഗ്രഹിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രോമിസുകൾ മാറുന്നില്ല. അവസാന ഭാഗത്തിലേക്ക് യോഹന്നാന് ആര് പറയുന്നു? ഡൊമിഷൻ പറയുന്നു, ഇനി ഇവനെ രക്ഷയില്ല, നാട് കടത്തിയേക്കാം. അങ്ങനെ നാട് കടത്തുന്ന അമേരിക്കയിലെ ഭരണകൂടം ഒരു കാലത്ത് ക്യൂബയിലെ ഗൊണ്ടനോമ ജയിൽ നാട് കടത്തുന്നത് പോലെ അന്നത്തെ റോമിൻ്റെ ചക്രവർത്തിമാർ നാട് കെട്ടുന്നത് സ്ഥലമായിരുന്നു ഗ്രീസിൻ്റെ തലസ്ഥാനമായ ഏതൻസിനകത്ത് നല്ലൊരു നദി ഒഴുകുന്ന തേംസ് നദി. അതിൻ്റെ ഒത്ത നടുവിൽ ഒരു ദ്വീപ് കിട്ടുന്നു. 16 കിലോമീറ്റർ നീളം, 10 കിലോമീറ്റർ വീതി. അതിൻ്റെ പേര് പത്മോസ്. ഇത് ദ്വീപ് 6 മാസത്തിലൊരിക്കൽ യുദ്ധ കുറ്റവാളികളെ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥലം. അതിനാസ്പദമായി വയോധികനായ യോഹന്നാൻ 90 വയസ്സ് കഴിഞ്ഞ മനുഷ്യനെ പിടിച്ച് യാനത്തിനകത്ത് കയറ്റി എവിടത്തേക്ക് കൊണ്ടുപോയി? പത്മോസിൻ്റെ ഏകാന്തതയിൽ. കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ട് യാനത്തിൻ്റെ പാളികൾ തുറന്ന് വയോധികനെ അവിടെ വലിച്ചെറിഞ്ഞു. ചില നിമിഷങ്ങൾ കഴിഞ്ഞ് കൊണ്ടുവന്നവർ താഴ്ത്ത് പൂട്ടിപ്പോയി. വയോധികൻ മുട്ടുമടക്കി 5 കാഴ്ചകൾ, മകനെ മകളെ, ആകാശമുട്ട കരിമ്പന, പച്ച മനുഷ്യന് കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യൻ്റെ അസ്ഥിക്കഷം വാർന്നു തിന്നുന്ന പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധം. ഇതിൻ്റെ നടുവിൽ പാറക്കൂട്ടങ്ങളുടെ നടുവിൽ തമ്പേറില്ല, ഡ്രംസില്ല, കൂടെ പാട്ടുപാടാൻ ആളില്ല. കാൽവറി ദർശനം കണ്ടവൻ മുട്ടുമടക്കും. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ആരും നിന്നെ സഹായിക്കാനില്ലാതിരിക്കുമ്പോൾ, നാടൻ ഭാഷ പറഞ്ഞ അമ്മാമ അച്ചായ, പഴയ പുൽപ്പായ്ക്കകത്ത് എന്ന് നിന്റെ കണ്ണുനീരിറങ്ങും. സ്വർഗത്തിന്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. 2025 ഫസ്റ്റ് ഡേ കൺവെൻഷൻ. വിശ്വാസത്തോടെ പറ, അവങ്കലേക്ക് നോക്കിയർ പത്മോസിലല്ല തിരുവല്ലായിലും പ്രകാശിതരായി. ഇന്ന് രാത്രി അച്ചായ വിളിച്ചു പറ, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മകളെ വിളിച്ചു പറ, എളിയവർ നിലവിളിച്ചു. ചെറുപ്പക്കാരെ വിളിച്ചു പറ, യഹോവ കേട്ടു, സകല കഷ്ടങ്ങൾ നിന്നെ വിടുവിച്ചു. എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കേണ്ടവർ നിനക്കെതിരെ നിൽക്കും. കുഞ്ഞ്, എന്ന് രാത്രി നിന്റെ കണ്ണുനീർ പുൽപ്പായ്ക്കകത്ത് ഇറങ്ങുമ്പോൾ സ്വർഗത്തിന്റെ കോവണി ഇറങ്ങി വരും. ആ കാണുന്ന ദിവ്യദർശനം വെളിപ്പാട്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കകത്ത് കണ്ണുള്ളവർ, കാലുലയിൽ ചുട്ടുപിടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യിൽ. യോഹന്നാൻ മുട്ടുമടക്കി ഒരു കരം അവന്റെ മേൽ. ആദ്യൻ അന്ത്യൻ, ആൽഫ ഓമേഗ, മരണത്തിൻ പാതാളത്തിൻ താക്കോൽ,
എൻ കൈവശം യോഹന്നാനെ ഒരിക്കൽ ഞാൻ മരിച്ചവൻ എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ, മേലാൽ സംഭവിക്കാനുള്ള ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകം വിശുദ്ധ വെളിപ്പാട് പുസ്തകം, മറനീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം, അപ്പോക്കലിപ്സ്, രംഗപടത്തിന് പിൻപിൽ യുഗാന്ത്യത്തിൽ നടക്കുന്ന സംഭവം. 404 വാക്യങ്ങളിൽ 22 അധ്യായങ്ങൾ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. അധ്യായം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, അധ്യായം 2, 3 ആസിയയിലെ 7 സഭ, അധ്യായം 4 അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അധ്യായം 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. അധ്യായം 6 ദൈവസഭ എടുക്കപ്പെട്ടാൽ എവിടെ നടക്കുന്നു, അതിന്റെ പേര് ക്രിസ്തുവിന്റെ ഭരണത്തിലേക്ക്, ലോകം ബൈബിളിലേക്ക് മടങ്ങി വരാം. വിശുദ്ധ ബൈബിളിനെ അപേക്ഷിക്കുമ്പോൾ 10 യുഗങ്ങളാണ്. 1 ദൂതന്മാരുടെ യുഗങ്ങൾ, സബ് ഡിവൈഡായിട്ട് അനേകം നമുക്ക് കൊടുക്കാം. എങ്കിലും നമ്മൾ ക്രമപട്ടികയായി വരുമ്പോൾ 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസ്സാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കല്പ യുഗം. ഇന്ന് നാം ആയിരിക്കുന്നത് കൃപായുഗത്തിലാണ്. അതുകൊണ്ട് കൊച്ചോണ ജനക പാടും, കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി. കവലയിൽ ഞങ്ങൾ വിളിച്ചു പറയും, രക്ഷയുടെ വാതിലുകൾ അറിയാതെ നീ ഒരുങ്ങിയിട്ടുണ്ടോ, ചൂളമടി തുടങ്ങിയിട്ടുണ്ടോ. അങ്ങനെയെങ്കിൽ കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. 1 ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. IPC, ചർച്ചക്കോട്, മാറാനാഥ, ഇതെല്ലാം വചനപ്രകാരം നിൽക്കുന്നത്. ദൈവസഭയുടെ പൂർണ്ണമായ രൂപം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിന്റെ പേര് ദൈവസഭ. അവരെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ തിക്ലിംഗ് വോയിസ് കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നാം രൂപാന്തരപ്പെടും. ആ രൂപാന്തരത്തിന് ശേഷം വരാൻ പോകുന്ന 3ാം ലോക മഹായുദ്ധം. അതിനാസ്പദമായി നമ്മുടെ ഈ കൺവെൻഷൻ സെന്ററിൽ നടക്കുമ്പോൾ 3 വർഷമോ ഏകദേശം 3ാമത്തെ മാസത്തിലേക്ക് പ്രവേശിക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം. ഇത് സാധാരണ യുദ്ധമല്ല, ഇതൊരു അന്ത്യദിനത്തിലേക്ക് പോകുന്നതിന്റെ നാളാ. റഷ്യ ഉക്രൈൻ വിശുദ്ധ ബൈബിളിൽ ഉണ്ടോ? ഇതെല്ലാം നടക്കും. നമുക്കതൊക്കെ പ്രഭാഷണം നടത്തുന്ന അനവധി ദിവസങ്ങൾ വേണം. എസെക്കിയേൽ 39:1-2 അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് മാഗോഗ്, മംഗോളിയൻ സാമ്രാജ്യം. അതാ നോഹയുടെ കൊച്ചുമക്കൾ. ബൈബിൾ കൂടെ കർത്തൃദാസൻ വായിക്കത്തില്ല. അതാ നോഹയുടെ കൊച്ചുമക്കൾ. ഉൽപ്പത്തി 10 ശേം, ഹാം, യാഫീത്തിന്റെ തലമുറയിൽ മാഗോഗ്, താത, യൂബാൽ. മംഗോളിയൻ സാമ്രാജ്യത്തിൽ നിറങ്ങി വരുന്ന ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് റഷ്യ, റോസ് റഷ്യ, മേശക്, മോസ്കോ, ട്രൂബൽ, ടുബാസ്കോ എന്നിവയുടെ പ്രഭുവായ റഷ്യയെ ഞാൻ നിനക്ക് വിരോധമായി. അതാ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ കണ്ടത്, വ്ളാഡിമിർ പുടിന്റെ കാറിന് നേരെ ആക്രമണം. അപകടം പറ്റുമെന്ന് ബാക്കി നമുക്കും അറിയത്തില്ല. എലോൺ മസ്കും അത് കഴിഞ്ഞ് മൊസാദും അവനെ തീർക്കാനായിട്ട് നോക്കിയിരിക്കുന്നു. ഫ്രണ്ടിൽ ട്രംപ് കരവും കൊടുക്കുന്നു. അതാ ഞാൻ നിനക്ക് വിരോധം. ഇന്നത്തെ അവസ്ഥ, ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി 6 രാജ്യങ്ങൾ കൂടി കടത്തിവിടും. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ദ 6th one ഉക്രൈൻ. ഈ റൂട്ടിൽ കൂടെ പോകും. ഗർഭിണിക്ക് പ്രസവവേദന. ഇത് അവസാനം ചെല്ലും. വടക്കേറ്റത്തുനിന്ന് തന്നെ പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വത നിരകളിലെത്തും. ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു കൈക്കലാക്കിയ ഗോലാൻ കുന്നുവഴി റഷ്യയുടെ നേതൃത്വത്തിൽ അറബ് ലീഗ് മുഴുവനായി ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ഇറങ്ങി വരും. അതിന്റെ പേര് അന്തിമ യുദ്ധം. അവിടെ എത്തിയിട്ടില്ല. അതിനാസ്പദമായി കൺവെൻഷൻ പ്രാർത്ഥിച്ച് നിങ്ങൾ തീരുമാനിച്ചപ്പോൾ 2 സംഭവങ്ങൾ നടന്നു. 2024 നവംബർ മാസം. ശ്രദ്ധയോടെ കേൾക്കണം. ഈ ഇന്നത്തെ ഫലസ്തീൻ അതോറിറ്റിയുടെ നേതാവ് മഹ്മൂദ് അബ്ബാസ്, അദ്ദേഹം റഷ്യയിൽ ചെന്ന് വ്ളാഡിമിർ പുടിനോട് പറയും, സാറേ നീ ഞങ്ങൾക്ക് മേധാവിയായി തീരണം. 2025 ട്രംപ് നെതന്യാഹുമായിട്ട് കൈ കൊടുക്കുമ്പോൾ ഹമാസ് ലീഡേഴ്സ് they are going to Moscow. അവിടെ ചെന്നിട്ട് വ്ളാഡിമിർ പുടിനോട് പറയും, സാറ് ഞങ്ങളെ നയിക്കണം. ഇതാ നമ്മുടെ ബൈബിളിന്റെ പ്രവചനം. എസെക്കിയേൽ പ്രവചനം 38:7-8. നീ അവർക്ക് മേധാവിയായി തീരും. റഷ്യ ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. എവിടെ വെച്ച്? വാളിനൊഴിഞ്ഞു പോകുന്നത് പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്ത് നീ ഒടുക്കം വന്നു ചേരും. ഏതാ ദേശം? നിരന്തരം ശൂന്യമായി കടന്ന ഇസ്രായേൽ പർവ്വതനിര. 1948 മെയ് 14 വരെ അറബി ഒട്ടകമോടിച്ച് മോങ്ങമൂളിയമായ ഒരു സ്ഥലത്ത് നിങ്ങൾ ഒടുക്കം വന്നു ചേരും. ആ യുദ്ധത്തിന്റെ പേര് ദൈവസഭ എടുക്കപ്പെട്ടാൽ 3ാം ലോകമഹായുദ്ധം. ഇന്ന് രാത്രി സഹോദരങ്ങൾ എന്നോടിക്കുക, ദൈവദാസ എന്താ ഇപ്പം അത് നടക്കാത്ത? അച്ചായമ്മേ, അത് നടക്കണമെങ്കിൽ ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടണം. ആരാ? ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ എന്റെ കാന്തൻ ഈ തലമുറയിൽ മടങ്ങി വരും. അതുകൊണ്ട് യേശു പറഞ്ഞു, എന്താ? യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച്. അങ്ങനെയെങ്കിൽ ഒരുവന്റെ കയ്യിലേക്ക് ലോകഭരണം വരണം. വെരി കട്ട് ആൻഡ് ക്ലിയർ. നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്നത് പോൽ 1914 മുതൽ 19 വരെ ഒരു യുദ്ധം നടന്നു. 1ാം ലോക മഹായുദ്ധം. 5 ലക്ഷത്തിൽ കൂടുതൽ പേർ മരിച്ചു. ഒരു സംഘടന വന്നു. സംഘടനയുടെ പേര് ലീഗ് ഓഫ് നേഷൻസ്, സർവ്വരാഷ്ട്ര സംഘടന. 2ാം ലോക മഹായുദ്ധം 5.5 കോടി പേർ, 39 മുതൽ 45 വരെ മരിച്ചു. പിന്നെ യുദ്ധമുണ്ടായി, 5.5 കോടി പേർ മരിച്ചു. അന്നൊരു സംഘടന വന്ന് യുണൈറ്റഡ് നേഷൻസ്. ഇപ്പോഴും ഉണ്ട് അന്തോണീസ് ഗുട്ടറാസ്. അങ്ങനെയെങ്കിൽ 3rd വേൾഡ് വാർ കഴിഞ്ഞാൽ
വരാൻ പോകുന്ന ഏകലോക ഭരണം. ഒരു വാക്ക് അതിനാസ്പദമായി ഈ കൺവെൻഷനൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ പിന്നിലുണ്ട്. 2024 ശ്രദ്ധയോടെ ഇരിക്കണം. പിന്നെ ഓൺലൈനിൽ നിങ്ങൾ കാണാമല്ലോ 2024 ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ G20 ഉച്ചകോടി നടക്കുമ്പോൾ ഡൽഹിയിൽ ഒരു കാര്യം പറഞ്ഞു. ലോകം ഒരുവൻ ഭരിച്ചാൽ നന്നായിരുന്നു. ഒന്നാമത്തെ വഴി 2024 കേട്ടോണം. കഴിഞ്ഞ നവംബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നു. എവിടെ നടന്നെന്നറിയാമോ? സോവിയറ്റ് യൂണിയനിൽ 37 രാഷ്ട്രങ്ങൾ, ഇന്ത്യയും ഉണ്ടായിരുന്നു. 3 നേതാക്കൾ ഒരുമിച്ചു. ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്, കൊറിയയുടെ കിങ് ജോങ്, റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ. അവർ പറഞ്ഞു ലോകം ഒരുവന്റെ കയ്യിൽ കൊടുക്കാം. പിന്നെ ഒരു ആപ്പ് കൂടെ വെച്ചു ലോകത്തിന് എണ്ണ വില ഡോളറിൽ നിന്ന് മാറ്റണമെന്ന്. അന്നേരം തൊട്ട് ട്രംപിന് കലി ഇളകിയത്. അതിന്റെ പിൻപിൽ നമ്മുടെ മോഡി സാർ കൺവെൻഷന് കരം ഉയർത്തുക, പകുതി കരം ഉയർത്തി ഓൺലൈനിൽ കൂടെ കണ്ട് ട്രംപ് കണ്ട്. അതുകൊണ്ട് മോഡി സാറിനെ ട്രംപ് സത്യപ്രതിജ്ഞയ്ക്ക് വിളിക്കാഞ്ഞ. പിന്നെ ജയശങ്കർ പോയി ചായയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഫെബ്രുവരി പോയി. മനസ്സിലാകുന്നവർക്കായി കണ്ടോ, കാര്യങ്ങളെല്ലാം റെഡിയായി. മൂന്നാമത്തെ കാര്യം 2024 ഡിസംബർ മാസം എൻ്റെ സ്നേഹിതൻ കൂടിയായ ചാണ്ടി ഉമ്മൻ, ശിവഗിരി മഠാധിപതി, പാണക്കാട് ഹൈദർലി ശിഹാബ് തങ്ങൾ, അതിനോടനുബന്ധിച്ച് കർണാടകയിലെ ടിയു ഖാദർ, അവരെല്ലാം അവിടെ പോയി, വത്തിക്കാനിൽ പോയി. എന്നിട്ടിപ്പോൾ അവർ പറയുന്നു ഏകലോക മതം ദാ വരുന്നു. ഇനി ഞാൻ ഇവിടെ ഈ കൺവെൻഷൻ സെന്ററിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച കേട്ടോണോ. ഈ ആലുവ ശിവഗിരി മഠം, തിരുവനന്തപുരം ചെമ്പഴന്തിയിലും അരുവിപ്പുറവുമല്ല, ആലുവ ശിവഗിരി മഠത്തിനകത്ത് സർവമത പ്രാർത്ഥനാ കേന്ദ്രം വരാൻ പോകുന്നു. വത്തിക്കാന്റെ നേതൃത്വത്തിൽ അന്ത്യകാലം അത് കഴിഞ്ഞു. 2025 ലോകം ഒരുവന്റെ കയ്യിൽ വരുമോ? വീട്ടിൽ മനോരമ പേപ്പർ കൊടുത്തിട്ടില്ലെങ്കിൽ ജനുവരി 25 മനോരമയിൽ ഒരു വാർത്തയുണ്ട്. 3ാമത്തെ 10 ഭാഗം, അതിരുകളില്ലാത്ത ലോകം. വി ആർ ഗിവിംഗ് എ ഗിഫ്റ്റ് ടു ന്യൂ ജനറേഷൻ. ഒരു അതിരുകളില്ലാത്ത ലോകം, ഒരു പാസ്പോർട്ട്, ഒരു ഗവൺമെന്റ്, ഒരു വ്യക്തി. അതിന്റെ പ്രത്യേകത ജനീവയിൽ പറഞ്ഞു. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞ ഒലിവുമല പ്രഭാഷണത്തിന്റെ നിവർത്തി ഇവിടെ നിവർത്തിയാകുന്നു. ശ്രദ്ധയോടെ ഗുരു അതെപ്പോൾ സംഭവിക്കും? ബൈബിൾ കൂടെ മത്തായി 24, 3, 4, 5 അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകാവസാനത്തിനും അടയാളം. യേശു പറഞ്ഞ 4 മറുപടികൾ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പേ. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. ഇന്ന് രാത്രി 48 മെയ് 14 സാന്ദ്രമായവൻ 2028 കടക്കുമ്പോൾ ഇന്ന് രാത്രി 7 രാഷ്ട്രങ്ങളുമായി യുദ്ധം ചെയ്യുന്നു. 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 സിറിയ, 4 ടർക്കി, 5 ഇറാൻ, 6 യമൻ. ഇനി IS-ന്റെ അഫ്ഗാനെ കൂടെ അടിച്ചിട്ട് യമൻ വാൾ ഉറയിലിടയിലോ ഇതാ കിടക്കുന്നു. ഇതെല്ലാം പിന്നെ മാറാനാഥ ഫുൾ ഗോസ്പൽ ചർച്ചിലെ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ ഒരുവന്റെ കയ്യിലേക്ക് ഭരണം കൊടുക്കുവാൻ പോകുന്നു. ഇന്ന് രാത്രി ഒരുവന്റെ കയ്യിൽ ഭരണം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. വചനത്തിന്റെ ആധികാരികത. അമേരിക്ക സാമ്പത്തികമായിട്ട് കുഴങ്ങുന്നു, പശ്ചിമേഷ്യ പുകയുന്നു, എണ്ണവില അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നു, പ്രകൃതി ക്ഷോഭങ്ങൾ ഇവിടെ ആഞ്ഞടിക്കുന്നു. അതിനോടനുബന്ധിച്ച് നിങ്ങൾക്കറിയാം, തീ മനുഷ്യനെ കൊല്ലുന്നത് പോലെ ഈ സൂര്യൻ കലിതുള്ളി മനുഷ്യനെ കൊല്ലുവാൻ വരുന്നു. സാമ്പത്തിക മണ്ഡലം ആടുമ്പോൾ ഒരുവൻ ഇവിടെ ഭരിക്കുവാൻ വരുന്നു. അതാ ദൈവസഭ എടുക്കപ്പെട്ടാൽ ബൈബിൾ കൂടെ വെളിപ്പാട് 13:1-2 അപ്പോൾ ആഫ്റ്റർ ദ തേർഡ് വേൾഡ് വാർ 10 കൊമ്പും 7 തലയും. ആരാ 10 കൊമ്പ്? യൂറോപ്യൻ യൂണിയൻ, ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. 12-ൽ 1 ദൈവം വെട്ടി. അതിന്റെ പേരാ ബ്രിട്ടൻ. ഇപ്പോൾ 11 ബ്രെക്സിറ്റ്. ഒന്നുകൂടെ പോയാൽ അന്ന് രാത്രി എൻ്റെ പ്രിയൻ വാനമേഘത്തിൽ വരും, അന്ത്യദിനം. അപ്പൊ നിങ്ങൾ ചോദിക്കും, മൊബൈലിൽ 29 രാജ്യങ്ങൾ EU ഉണ്ട്. കുഞ്ഞെ 12 വോട്ടവകാശം, ബാക്കി കട്ടൻ ചായ അടിക്കേണ്ടി വരും. വെറുതെ ഇരിക്കുമോ? സ്വോത്രം. 12-ൽ 1 പോയി. അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം UK, അയർലൻഡ്, മാൾട്ടയിൽ. അതുകൊണ്ട് കഴിഞ്ഞ് 10 കൊമ്പും 7 തല. ഇറ്റലിയുടെ ടൈബർ നദീതീരം, അതാ ക്യാപിറ്റോളിയൻ, പാലിറ്റേലിയൻ, അവന്റെയും കൊറിയൻ ഭീമലൻ, കത്തോലിക്ക സഭയുടെ പരമാദേശം, ആന്റി ക്രൈസ്റ്റ് അദ്ദേഹമൊന്നുമല്ല. രാജമുടി. മുഖ്യമന്ത്രി പിണറായി ഒറ്റയ്ക്കല്ല, സജി ചെറിയാനുണ്ട്, വാസവൻ ചേട്ടനുണ്ട്, വീണ ജോർജുണ്ട്, KN ബാലഗോപാലുണ്ട്. 10 രാജ്യങ്ങൾ പതി യൂറോപ്പിനോട് ചേർ. തലയിൽ ദൂഷണ നാമം. അതാ എതിർ ക്രിസ്തു, തുമ്പകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മ, നീ കണ്ട മൃഗം, പുള്ളിപ്പുലി. ഗ്രീക്കിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ, ഫിലിപ്പിന്റെ 2ാമത്തെ ഭാര്യയിൽ ഉളവായ അലക്സാണ്ടറിന്റെ ഗ്രീസ് സാമ്രാജ്യം ഇതിന് വഴി തുറന്നു കൊടുക്കുക. അതിന്റെ കാൽ കരടിയുടെ കാൽ. ഇന്നത്തെ ഇറാൻ, ഇന്നത്തെ ഇറാൻ പഴയ മേദ്യ പാർസിയ. അവന്റെ വാരിയലിൽ 3 വാരിയലുകൾ വായിൽ. ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ. അവന്റെ അതിന് കഴിച്ച 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്ന ഞാൻ കണ്ടത്. പുള്ളിപ്പുള്ളിക്ക് സദൃശന്റെ കാൽ കരടിയുടെ കാൽ. അതിന്റെ വായ് സിംഹമുഖം. അതാ നിമ്രോദിന്റെ തലമുറ. തലയിറക്കുന്ന IS, പഴയ ഇറാഖ്. ഇവരെല്ലാം പിന്തുണ കൊടുക്കും. അതിന് ഏതെനിൽ കണ്ട കുഞ്ഞു പാമ്പ് വലിയ ശക്തി, അധികാരം, സിംഹാസനവും കൊടുക്കും. രാത്രി മൊബൈൽ അടിച്ചാൽ
നിരവധി ഹാർവസ്റ്റുകാർക്കും കിട്ടും. ഏക ലോക ഭരണം വാതിൽക്കലെത്തി ഒരുവന്റെ കയ്യിലേക്ക് ലോകം കൊടുക്കാൻ പോകുന്നു. വി ആർ സെയിങ് ദാറ്റ് ഇന്റർപ്രിട്ടേഷൻ ഇൻ ദിസ് ഈവനിങ്, ദാറ്റ് മീൻസ് ന്യൂ വേ വേൾഡ് ഓർഡർ. ഒരുവന്റെ കയ്യിലേക്ക് ലോകം വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ഈ മൃഗത്തെ ആര് കാണും? MFGCയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി കാണും. വെളിപ്പാട് 17:8-9. അതെല്ലാം ഞാൻ വായിക്കത്തില്ല, നിങ്ങൾ ബൈബിൾ കോഡ്. യോഹന്നാനോട് സ്വർഗ്ഗം പറയും, നീ കണ്ട മൃഗം ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാതിരുന്നതും, ഇപ്പൊ ജനാധിപത്യ ഭരണം, അഗാധത്തിൽ നിന്ന് കയറി വരുന്നതുമാകുന്നു. ഈ ഉണ്ടായിരുന്നതും ഇല്ലാതിരിക്കുന്നതും വരുവാനിരിക്കുന്നതുമായ മൃഗത്തെ ആര് കാണും? ലോകസ്ഥാപനത്തിന് മുമ്പ് അർക്കപ്പെട്ട ദൈവകുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികൾ അവരെ കാണും. അങ്ങനെയെങ്കിൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയവരോടെ പോകും. കരമുയരുന്നില്ലല്ലോ, കാന്തന്റെ വരവിലെടുക്കപ്പെടും. സ്വോത്രം. അതിനുവേണ്ടി വെച്ചതാ MFGSയുടെ കൺവെൻഷൻ. ആളിന്റെ പെരുക്കമല്ല, പണത്തിന്റെ ബാഹുല്യമല്ല. ഇവിടെ ജ്ഞാനം കൊണ്ടാരംഭ സ്ത്രീ ഇരിക്കുന്ന തല 7 മലയാകുന്നു. ഇന്ന് ലോകത്തിൽ ഒരു അന്താരാഷ്ട്ര വിഷയമുണ്ട്. ഇസ്രായേൽ ഹമാസ് എവിടെ ചെല്ലും? യെരുശലേം ദൈവാലയത്തിലേക്ക്. അങ്ങനെയെങ്കിൽ ഒരു മൃഗം ഞാൻ തൊട്ടുവെച്ചു സമുദ്രത്തിൽ നിന്ന്. കുഞ്ഞു വായിക്കും. രണ്ടാം മൃഗം എവിടെ നിന്ന്? ദൈവാലയത്തിന്റെ പണിയുടെ കാര്യങ്ങൾ മുൻപോട്ട് വായിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ബൈബിൾ ക്ലിയർ ആയിരിക്കണം. എൻഡ് ഓഫ് ദ പാർട്ട് ഏതാ? ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റ് എവിടെ വരും? വായിച്ചാവട്ടെ മക്കളെ. വെളിപ്പാട്. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. 2 കൊമ്പ്. ഒന്ന് മതം, രാഷ്ട്രീയം. എല്ലാവരും കാണണം. ദാണ്ട് ഇത് കണ്ടിട്ട് മാത്രം. ഒരിടത്ത് ദ വേൾഡ്, ഞാൻ ഇംഗ്ലീഷ് പത്രമല്ല കാണിക്കുന്ന, മലയാളം. ഒരിടത്ത് ഇസ്രായേൽ ഹമാസ് സംഘടന, ഒരിടത്ത് റഷ്യ ഉക്രൈൻ സംഘടന. ആ സമയത്ത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇന്തോനേഷ്യ എന്ന ഇസ്ലാമിക സമൂഹത്തിലേക്ക് ചെന്നു. അഥവാ ഇതാ കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പ്. ഒരിടത്ത് മതം, രണ്ടാമത് മിസ്റ്റർ ട്രംപ് വന്നിരിക്കുന്നു. എന്തിനു വേണ്ടി ട്രംപ് വന്നു? യഹൂദന്റെ ആലയത്തിന്റെ കാര്യം ചെയ്തു തീർക്കുവാൻ. എന്താ? 5 ഭരണാധികാരികൾ കരമുയർത്തുന്നു. അതാ ആന്റി ക്രൈസ്റ്റിന്റെ വരവ്. 1 ട്രംപ്, 2 ടെസ്ലയുടെ ഏറ്റവും നിർണായകമായ പണക്കാരൻ എലോൺ മസ്ക്, 3 ടെക്നോളജിയുടെ പെരുമഴയായ ഇസ്രയേൽ ബെഞ്ചമിൻ നെതന്യാഹു, 4 ഡെമോക്രസിയുടെ പടവാൾ ഇന്ത്യ, 5 ഇന്നിപ്പോൾ റഷ്യ ഉക്രൈൻ പ്രശ്നം തീർക്കാൻ സൗദി രാജാവിനെ ഏർപ്പെടുത്തുന്നു എണ്ണക്കാരനെ. 5 പേർ ഒരു കമ്പിൽ നിൽക്കുമ്പോൾ ഇതിന്റെ പിൻപിൽ വരാൻ പോകുന്നു ഏകലോക ഭരണം. വരുന്നു ആലയം. ദൈവസഭ എടുക്കപ്പെട്ടാൽ ഇന്ന് രാത്രി അതാ കുഞ്ഞു വായിച്ചത്. കൃപായുഗം കഴിഞ്ഞാൽ 4 യുഗമുണ്ട്. 1 ഉപദ്രവം, 2 മഹോപദ്രവം, 3 1000 ആണ്ട് വാഴ്ച, 4 നിത്യനിത്യയുഗങ്ങൾ. വി ആർ ട്രാവലിംഗ് എവർലാസ്റ്റിംഗ് എറ്റേണിറ്റി. പുത്തനാം യെരൂശലേമിൽ എത്തും കാലം. അങ്ങനെയെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ ഇന്ന് അന്താരാഷ്ട്ര വിഷയമാ യഹൂദന് ദേവാലയമില്ല. ഇനി സ്റ്റഡി ക്ലാസ്സിലിരിക്കുന്നത് പോലെ 1ാമത്തെ ദൈവാലയം, സമാഗമന കൂടാരം. മരുഭൂമിയിൽ കതിരമരം കൊണ്ട് മോശയാൽ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അത് മരുഭൂമിയിൽ പോയി. 2ാമത്തെ ദേവാലയം ആരും ഉണ്ടാക്കിയ ശലോമോൻ ദൈവാലയം. 1,50,000 പരം ആടുകളെ ഇറത്തു. ആടിന്റെ രക്തം ദൈവാലയത്തിൽ. അവൻ നല്ലവൻ, അവന്റെ ദയ നീക്കമുള്ളത്. എന്താ സംഭവിച്ചതെന്നറിയാമോ? BC 606 നെബൂഖദ്നേസർ അതിനെ തകർത്തു. 3 ആരാ വന്നത്? പിന്നെ കോരസ്, എസ്ര, നെഹമ്യാവ്, സെരുബ്ബാബേൽ, യെശയ്യാ 45 കോരസിന്റെ ഇടയിൽ അവരാൽ ദേവാലയം പണിയപ്പെട്ടു. ദേവാലയം തകർന്നില്ല. അതിന് പറ്റിയത് എന്തായ? ഭരണകൂടങ്ങൾ മാറിയപ്പോൾ ഹേരോദാവിനാൽ 46 വർഷം പണിയപ്പെട്ട ദേവാലയം. ഇതാ മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റ്. ബൈബിളും പ്രവചനവും. തല തങ്കൻ നെബൂഖദ്നേസർ, നെഞ്ചും കൈയും ദാര്യാവേശും കോരശും, അരഭാഗം ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ, കാലിന് തുടർ റോമാ സാമ്രാജ്യത്തിൽ 46 വർഷം ഹേരോദാവ് ഭരിക്കുമ്പോൾ ദാ വരുന്നു അടുത്ത പാഷൻ വീക്ക് ഓശാന. ഇതുപോലെ ഓശാന പെരുന്നാളിൽ ബൈബിൾ കൂടെ മത്തായി 24:1-2 യേശു ദൈവാലയത്തിൽ വന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം നടത്തി. നല്ല പണികൾ, രമ്യകർമ്മങ്ങൾ. നമ്മുടെ കൺവെൻഷൻ സെന്ററിനൊക്കെ തൂക്കുവിളക്കുകൾ, ചെടികൾ, ചായങ്ങളെല്ലാം വരച്ചു കാട്ടുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, യേശുവേ, നാഥ, ആലയത്തിന്റെ പണി കാണുന്നു. യേശു പറഞ്ഞത്, കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. ഇതാ ഇസ്രായേൽ ഹമാസിന്റെ അവസാനത്തെ സൊല്യൂഷൻ ഇന്ന് രാത്രി കേൾക്കാം. എന്താ അതിന്റെ സംഭവിച്ചെന്നറിയാമോ? യേശു ഇത് പറഞ്ഞു. ബൈബിളും ചരിത്രവും. AD 68 ടൈറ്റസ് എന്ന രാജാവ് എന്ത് ചെയ്തു? ആലയത്തെ ആക്രമിക്കാൻ വലിയ പടയുമായിട്ട് വന്നു. അന്ന് അവൻ ഇങ്ങനെ താഴ്വാരയിൽ, ഇസ്രായേലിന്റെ താഴ്വരയിൽ അവൻ കോപ്പ് കൂട്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ കാലത്ത് ഒരു മെസ്സേജ് വന്നു. അവൻ്റെ അപ്പൻ മരിച്ചുപോയി. പടയാളികളോട് പറഞ്ഞ് ഇപ്പം ആക്രമണം നടത്തണ്ട. എവിടത്തേക്ക് പോയി? യാത്രയായി. 2 വർഷം കഴിഞ്ഞാൽ വരുന്നത്. അവൻ വന്നതറിഞ്ഞ് ആലയത്തിനകത്ത് യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം കേട്ട കുറേ പേരുണ്ടായിരുന്നു. അവർക്ക് പിടികിട്ടി യേശു പറഞ്ഞത് ശരിയാ, ആലയം തകരും. അവരെന്ത് ചെയ്തു? പെല്ലാ മലയിലേക്ക് ഓടിപ്പോയി. അതൊരു നിഴലെങ്കിൽ മാറാനാഥ ഫുൾ ഗോസ്പൽ ചർച്ചിൽ ഇരിക്കുന്ന ദൈവമക്കൾ പറയണം, ഇവിടെ ഒരു അന്തിമ യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് കാന്തയാകുന്ന മണവാട്ടിയെ ചേർക്കാൻ കാന്തൻ മധ്യാകാശം
ആകാശത്തിൽ വരും. ഇസ്രായേൽ AD 70 ആര് വന്ന്? ടൈറ്റസ് വന്നു, ദൈവാലയം തകർത്തു. സങ്കീർത്തനത്തിന്റെ ഭാഗം. ഇന്ന് രാത്രി നമ്മുടെ കൺവെൻഷനിൽ ഇരിക്കുമ്പോൾ ഇസ്രായേലിന് ആലയമില്ല. എന്താ ആലയത്തിന്റെ പ്രത്യേകത? ഇന്ന് അവർക്കൊരു വിലാപം അതിലുണ്ട്. മോശയുടെ കുഞ്ഞുങ്ങൾ ഇന്ന് യഹൂദന്റെ ചരിത്രം വിളിപ്പിക്കുന്നു. ഹസദിക്ക്, ഹർദിക്ക്, നെട്ടൂരി കറുത്തവരായി കറുത്ത പാൻറ് കറുത്ത ഷർട്ടും ഒക്കെ ഇട്ട് എന്താ വെച്ചാൽ ജൂയിഷ് അഥവാ പഴയ ജൂഷ് കുലീനർമാർ അവരായി തലയിട്ടടിക്കുന്നത്. അതുകൊണ്ട് ആ വിലാപം അതിൽ. 2 യെരുശലേം ദൈവാലയത്തിന്റെ കിഴക്കേ വാതിൽ. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. 1967 പിന്നെ ജോർദാനിലെ ഹുസൈൻ രാജാവ് തുറക്കാൻ പോയി. രാജാവ് വീണതല്ലാതെ വാതിൽ തുറന്നില്ല. എസെക്കിയേൽ 44:1-2. ഞാൻ പോയാലും നമ്മുടെ പ്രിയപ്പെട്ട മാത്യൂസ് പാസ്റ്ററെ പിടിക്കരുത് നിങ്ങൾ. അതുകൊണ്ട് വാക്യം പറയുന്നത് എസെക്കിയേലിന്റെ യെരുശലേമിന്റെ ദൈവാലയത്തിന്റെ കിഴക്കേ വാതിൽ സ്വർഗം കാണിച്ചു. ഈ വാതിൽ ആരും തുറക്കരുത്. യഹോവയായ കർത്താവ് ഇതിൽ കൂടി അകത്ത് കൊടുന്നത് കൊണ്ട് ഇത് അടച്ചിരിക്കണം. അതുകൊണ്ട് സങ്കീർത്തനം 24 ദൈവസഭയുടെ പ്രത്യാശ, നമ്മുടെ നാഥൻ മടങ്ങി വരും. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഇസ്രായേലിന്റെ വാതിൽ അടഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരിടത്ത് ഇസ്രായേൽ പലസ്തീൻ സംഘടന നടക്കുമ്പോൾ ഇന്ന് രാത്രി ആലയത്തിന് വേണ്ടിയുള്ള 15 കാര്യങ്ങൾ നടക്കുന്നു. ശ്രദ്ധയോടെ ഇരിക്കണം. ഒരു ക്ലാസ്സിലിരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പോകാത്തത്. എന്താ ഒന്നാമത്തെ കാര്യം? 2017 ഡിസംബർ 6 ഞാൻ പോയാലും അവരെ പിടിക്കരുത്. ഓൺലൈൻ നോക്കണം. ജെറുസലേമിനെ ട്രംപ് തലസ്ഥാനമാക്കി. 48 May 14 ഇസ്രായേലിന്റെ തലസ്ഥാനം ടെൽ അവീവ് ആയിരുന്നു. നമ്പർ 1 the capital city of now ongoing days. that means Jerusalem. നമ്പർ 1. 2 US എംബസി. എല്ലാവരും മനസ്സിലാക്കണം. US എംബസി എവിടെ തുറന്നെന്നറിയാമോ? ജെറുസലേമിനകത്ത് തുറന്നു. തുറന്നു കൊടുത്തത് ആരാന്നറിയാമോ? ട്രംപിന്റെ മകൾ ഇവാങ്കലിനെ കെട്ടി ചെറുപ്പക്കാരന്റെ പേരാ യഹൂദൻ ജാറേദ് കുഷ്നർ. യവനാണെന്ന് ട്രംപും സൗദിയും ട്രംപുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ജാറേദ് കുഷ്നർ. അവന്റെ ലൈഫ് പാർട്ണറാ ഇന്നത്തെ മൈക്രോ ചിപ്പ് കൊണ്ടുവരുന്ന എലോൺ മസ്ക്. ഇതെല്ലാം ഭയങ്കര സംഭവങ്ങളാണ് അന്ത്യകാലത്ത്. മൂന്നാമത്തെ സംഭവം, UN-നകത്ത് അവർ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആരും ഞങ്ങളുടെ രാഷ്ട്രത്തോട് മത്സരിക്കരുത്. ഇസ്രായേൽ ജൂതരാഷ്ട്രം. കഴിഞ്ഞ 7 ദിവസങ്ങളായി ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ. 4 ഇന്ന് രാത്രി MFGC-യിൽ നാം ആയിരിക്കുമ്പോൾ 44 ദിവസം കൊണ്ട് പണിയുവാനുള്ള ബ്ലൂ പ്രിന്റ് അവന്റെ കമ്പ്യൂട്ടറിൽ. 5 പശ്ചിമേഷ്യയിൽ ഒരു കമ്പനി ഉണ്ടെന്ന് ഞാനും അത് സെർച്ച് ചെയ്യുന്നു. എനിക്ക് വിവരം തന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞ ടീം ആൻഡ് ബെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയെ അവർ ഏൽപ്പിച്ചു കഴിഞ്ഞു ചെയ്യാൻ. 6 ഭൂമിയുടെ അടി കുടിച്ച് പരിശോധിക്കാൻ ഹാൽക്രോ കൺസൾട്ടേഴ്സ് എന്ന വേൾഡ് വൈഡ് ഒരു കമ്പനി ഏർപ്പെടുത്തി. 6-ാമത്തെ കാര്യം. 7-ാമത്തെ കാര്യം, ഇന്ന് രാത്രി 60 ലക്ഷം ട്രിപ്പിൾ ബില്യൺ ശെക്കേൽ അവർ ഡോളർ രൂപത്തിൽ പിരിച്ചെടുത്തു കഴിഞ്ഞു ആലയത്തിന് വേണ്ടി. 7 കാര്യം കഴിഞ്ഞു. 8-ാമത്തെ കാര്യം, തിരുവല്ല ഷാരോൺ ബൈബിൾ ഉള്ളതുപോലെ, കോളേജ് ഉള്ളതുപോലെ യെരുശലേം ദൈവാലയത്തിനകത്ത് പഴയ നിയമത്തിന്റെ ചുരുളുകൾ, തൽമൂദ് 300 കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. 9-ാമത്തെ കാര്യം, ഏറ്റവും നിർണായകമായി സകല പത്രത്തിലും വന്ന വാർത്തയോ, യെരുശലേം ദൈവാലയത്തിന് വേണ്ടി ചുവന്ന പശുക്കളെ ഇസ്രായേൽ വളർത്തുന്നു. 10 അമേരിക്കയിലെ ടെക്സാസിൽ കൂടി ക്ലോണിങ്ങിൽ കൂടി പശുക്കളെ കൊണ്ടുവന്നു. 11 സകല യഹൂദനും മടങ്ങി വന്നാൽ അവിടെ ട്രാഫിക് ഭയങ്കരമാകും. അങ്ങനെയെങ്കിൽ ഇന്നൊരു ചെറുപ്പക്കാരനെ ലണ്ടനിൽ വിട്ട് പഠിപ്പിക്കുന്നു ട്രാഫിക് കൺട്രോളിന് വേണ്ടി. അവന്റെ പേര് റോണി അൽ ഷക്കർ യഹൂദൻ. 12-ാമത്തെ കാര്യം, യാഗപീഠത്തിനകത്ത് സേവ നടത്തണം, അല്ലെങ്കിൽ അവരുടെ കർമ്മകാണ്ഡാദികൾ നടത്തുവാൻ വേണ്ടി ഒരു ലേവ്യരുടെ യാഗപ്രകാരം ഒരു മാർപ്പതക്കം ഉണ്ടാക്കി മെഡിറ്ററേനിയൻ കടലിൽ ഒച്ചിനെടുത്ത് തൊണ്ടിനകത്ത് $1,60,000 മാർപ്പതക്കം. 12-ാമത്തെ കാര്യം. 13-ാമത്തെ കാര്യം, നിങ്ങളുടെ മൊബൈൽ അടിച്ചാൽ ഇന്ന് രാത്രി യോഗം കഴിഞ്ഞാൽ കിട്ടും ഹനൂക്ക ഫെസ്റ്റിവൽ. എല്ലാ ഡിസംബറിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ചുവന്ന പശുവിനെ ഇറക്കുന്നു യഹൂദന്റെ ആലയത്തിന് വേണ്ടി. 14-ാമത്തെ കാര്യമായി കോവിഡ് മന്ത്യകാലം വായിച്ചു തുടങ്ങുന്നു. ആലയത്തിനകത്ത് കാണിക്ക വിടുവാൻ വേണ്ടി അവർ കോയിൻ ശരിയാക്കി. വായിക്കാൻ മോനെ പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 12-13 വരാൻ വരുന്നു യഹൂദന്റെ സിനഗോഗ്. എല്ലാവരും വചനം എടുക്കണം, നിങ്ങൾ വചനം പഠിക്കണം. മോൻ വായിക്കാൻ പുറപ്പാട് 30-12-13 വായിച്ചട്ടെ. ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താന്താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. അടുത്തത് വായിക്കാം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവരും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അരശേക്കൽ കൊടുക്കണം. അരശേക്കൽ. എല്ലാവരും ശ്രദ്ധയോടെ. 48 May 14 സ്വതന്ത്രമായത്. 70 അവർ ധനവാന്മാരായി. നമ്മുടെ 50-25 പൈസ പോലെ അവർ പിൻവലിച്ചു. പക്ഷെ കോവിഡിന് തൊട്ട് മുമ്പ് ബെഞ്ചമിൻ തന്നെയാവൂ. 20 വയസ്സിന് മേളിലുള്ളവരുടെ വീട്ടിലെല്ലാം ട്രഷറി നടിച്ച് ഫ്രീ ആയിട്ട് കൊണ്ടു കൊടുത്തിരിക്കുന്നു അരശേക്കൽ നാണയം ആലയത്തിനകത്ത് കാണിക്കയിടുവാൻ. അടുത്ത വാക്ക് വായിച്ചിട്ട് മക്കളെ. അടുത്ത വാക്ക്. ശേക്കൽ എന്നത് 20 ഗേര.
ആ അരശേക്കൽ അരശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. അടുത്തത് വായിക്കാം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും 20 വയസ്സും കുഞ്ഞുങ്ങൾ കൊടുക്കേണ്ട 20 വയസ്സും അതിന് മീതെയുള്ളവരെല്ലാം അതിന് മീതെ ഉള്ളവരും യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. യഹോവയ്ക്ക് ആലയത്തിൽ വഴിപാട് കൊടുക്കണം. ഇനി ധനവാനും ദരിദ്രനും അതായി ട്രഷറിയിൽ നിന്ന് അടിച്ചു കൊടുക്കുന്ന. അടുത്ത വാക്ക് വായിച്ചിട്ട് മക്കളെ. നിങ്ങളുടെ ജീവന് വേണ്ടി നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വേണ്ടി യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ വായിച്ചോ. ധനവാൻ അരശേക്കലിൽ അധികം കൊടുക്കരുത്. എലോൺ മസ്ക് കൊണ്ടുപോയി 2 കോടി ഇടരുത്. ചെറിയ ഊതം കൊണ്ട് കാലും ഇടരുത്. അടുത്തത് ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും അരുത്. അതുകൊണ്ട് 2019 കോവിഡിന് മുമ്പിൽ ഇസ്രായേലിന്റെ ട്രഷറിയിൽ നിന്ന് തലയുടെ എണ്ണം നോക്കി യഹൂദന്റെ വീട്ടിൽ കോയിൻ കൊടുത്തിരിക്കുന്നു. 14-ാമത്തെ കാര്യം. 15-ാമത്തെ കാര്യം, കഴിഞ്ഞ ഒക്ടോബർ 7 അന്ന് ഹമാസ് പോരാളികളുടെ ആക്രമണം തുടങ്ങി. അന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ആർക്കും മടങ്ങി വരാം. പേരുമിട്ട് റോഷ് ഹോശന്ന ഗ്രൂപ്പ്. വായിച്ചു തുടങ്ങാം. എസെക്കേൽ പ്രവചനം 36:24. സകല യഹൂദനും മടങ്ങി പോന്നു. എസെക്കേൽ 36:24. മുൻ വായിച്ചിട്ട് നിങ്ങൾ ചിതറിയ ദേശത്ത് നിന്നും വായിച്ചിട്ട് ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് അതാ മണിപ്പൂരിലും ഇല്ല, മിസോറാമിലും ഇല്ല, നാഗാലാൻഡിലും ഇല്ല. കഴിഞ്ഞ ദിവസം കൊച്ചി വൈപ്പിൻ ബെന്തക്കോസ് കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചു. മാത്യു പാസ്റ്ററിന് അറിയാം. അർത്തുങ്കല്ലപ്പുറത്ത് വൈപ്പിൻ വെസ്റ്റ് ബെന്തക്കോസ് അവരുടെ കൺവെൻഷൻ പ്രസംഗിച്ചു. ഞാൻ ഇവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, ഇവിടെ വല്ല യഹൂദന്മാരും ഉണ്ടോന്ന്. അപ്പം പറയാം, മട്ടാച്ചേരി ബാബുച്ചേട്ടൻ മാത്രം ഉണ്ടെന്ന്. ദാ കിടക്കുന്ന എല്ലാം പോയെന്ന്. വീടും വയ്ക്കത്തില്ല. അങ്കമാലിയും കറുകുറ്റിയും മാളയെല്ലാം വീട് പൂട്ടിയിട്ടൊക്കെ ഓൺലൈനിൽ കറണ്ട് ചാർജ് വെള്ളം അടച്ചുകൊണ്ടിരിക്കുക. വിൽക്കത്തില്ല അവന്മാർ. ഭയങ്കര ബുദ്ധിമാന്മാരാണ്. സ്വത്രം മട്ടാഞ്ചേരി ഇനി ബാബുച്ചേട്ടൻ മാത്രം. സകല സ്ഥലത്ത് നിന്നും മടങ്ങുന്നു. പേരുമിട്ട് റോഷ് ഹോശന്ന ഗ്രൂപ്പ്. ഇന്ന് രാത്രി തിരുവല്ല കൺവെൻഷൻ സെന്റർ നിങ്ങൾ ഇരിക്കുമ്പോൾ ഇസ്രായേലിന്റെ ടെല്ലവീവിൽ ഡേവിഡ് ബെൻഗൂറിയൻ എയർപോർട്ടിനകത്ത് ഒരു ടീമായിരിക്കുന്നു വരുന്നവരെ സ്വീകരിക്കുവാൻ. ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയുടെ പേര് എലാത്ത് വാലി. തിരുവല്ലയിൽ അഡ്മിഷൻ വീട് പണിയുന്നു. 1000-കണക്കിന് വീടുകൾ മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി പണിഞ്ഞു കൊടുക്കുന്നു. ഇന്ന് അവസാനമായി ബെഞ്ചമിൻ തന്നെ ഒരു കാര്യം പറഞ്ഞു, അപ്പൻ ആരെന്ന് ഞങ്ങൾക്ക് അറിയണ്ട. അമ്മയുടെ പേര് പാസ്പോർട്ടിൽ യഹൂദ സ്ത്രീയെങ്കിൽ അവർക്ക് മടങ്ങി വരാം. യഹൂദന്റെ കൂടിച്ചേരൽ. ഇതാ ആമോസ് 9:9. അരിപ്പ കൊണ്ട് അരിപ്പിക്കുന്നത് പോലെ ലോക ജാതികളുടെ സകല യഹൂദനെ ഞാൻ അരിക്കും. ഒരു മണി പോലും വീഴാതെ സകലരും മടങ്ങി വരുന്ന കാഴ്ച. എത്ര ക്ലിയർ. അടുത്ത വാക്യം കൂടെ വായിച്ചിട്ട് മോനെ. എസെക്കേൽ 36:24. നിങ്ങൾ ചിതറിപ്പോയ ദേശത്ത് ലോകരാജ്യങ്ങൾ വായിച്ചോ. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി നിങ്ങൾ സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. കരമുയർത്തുന്നവരായി സകല യഹൂദന്മാരും മടങ്ങി വരാറായി. ഇന്ന് രാത്രി മാറാനാഥ ഫുൾ ഗോസ്പൽ ചർച്ചിനോട് ദൈവദാസനാകുന്ന ഞാൻ പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കല. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നു. സമയത്തെ അറിയാകിയാൽ അപ്പച്ചമ്മച്ചി രാത്രി കഴിവാറായി പകലെടുത്തു പോയി തന്റെ മക്കളെ ചേർക്കുവാൻ പ്രിയൻ മധ്യാകാശത്തിൽ വരാറായി. പ്രവചനങ്ങൾ മുഴുവൻ ഇവിടെ നിവർത്തിയാകുന്നു. തീർന്നില്ല. ഇന്ന് ട്രംപ് വന്നിരിക്കുന്നു. എന്തിനാ ട്രംപ് വന്നത്? ട്രംപ് വന്നപ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ട്രംപ് വന്നത് താൽക്കാലിക സമാധാനമാണ്. അതിന്റെ അർത്ഥം യഹൂദനുമായി അതുപോലെ ഹമാസുമായിട്ട് ചെറിയ പാലം മാത്രം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതാ. ഇത് ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ല. ഇരമ്യാ പ്രവചനം 6:14. നാട്ടുകാർ പറഞ്ഞ് ട്രംപ് വന്ന ഉടനെ വിടുതീരുന്നു. അങ്ങനെ തീരത്തില്ല. ഇതിപ്പോ ബാൻഡേഡ് കൊടുക്കുന്നുള്ള സർജറി ഒന്നും നടക്കത്തില്ല. വായിച്ചാട്ടെ. ട്രംപ് വന്ന ഇരമ്യാ പ്രവചനം 6:14. ഇതാ നിങ്ങളുടെ പത്രവാർത്ത. സമാധാനം സമാധാനം. വായിച്ചു മുന്നേ. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവർ എന്റെ ജനത്തിന്റെ മുറിവിന് താൽക്കാലികമായി വായിച്ചു ലഘുവായി ചികിത്സിക്കുന്നു. അതാ ഞാൻ പറഞ്ഞ സർജറി ചെയ്തില്ല, ബാൻഡേഡ് കൊണ്ട് ഒട്ടിക്കുവാന്ന്. സ്വത്രം. ട്രംപ് വന്നപ്പോ എല്ലാവരും പറഞ്ഞു ഇപ്പൊ പ്രശ്നം തീരുന്നു. ഇത് തീരത്തില്ല മക്കള്. ഇസ്രായേൽ ഹമാസ് വിഷയം തീരണമെങ്കിൽ 2 കാര്യം നടക്കണം. 1, യഹൂദന് ദേവാലയം വരണം. 2, ജെറുസലേം അറബികളുടെ കയ്യിൽ കൊടുക്കണം. അന്നേ ഈ പ്രശ്നം തീരത്തോളൂ. ഇത് എവിടെ തുടങ്ങിയതാണെന്നറിയോ? അബ്രഹാമിന്റെ വീട്ടിൽ തുടങ്ങിയതാ. ആരാ? ഇസഹാക്കും ഇസ്മായിലും. 2 എവിടെ തുടങ്ങിയതാ? ഒരമ്മയുടെ ഉദരത്തിൽ 2 എണ്ണം ഉണ്ടായിരുന്നു, ഏശാവും യാക്കോബ്. 3 താഴ്വരയിൽ സെമി ഫൈനൽ ആരൊക്കെയായിരുന്നെന്നറിയോ? ദാവീദും ഗോലിയാത്തും. ഇനി 4ാമത്തെ ഫൈനൽ നടക്കാൻ പോകുന്നു. യഹോശാഫാത്ത് താഴ്വരയിൽ ഒരു അന്തിമ യുദ്ധം. അതിനു മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടമെടുക്ക്. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ നിത്യ വീട്ടിലെടുക്കപ്പെടാൻ കാലമായി. ഇതുകൊണ്ടാണ് എന്റെ നാഥൻ പറഞ്ഞത്, യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ഇന്ന് രാത്രി MMGC പറയണം, ചഞ്ചലപ്പെട്ടു പോകരുത്. സംഭവിപ്പാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. മക്കളെ കൺവെൻഷൻ
കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭം. ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ കാലം സമീപം. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ വെള്ളക്കുതിരയുടെ സമാധാനത്തിന്റെ പുറമോടിയോടെ എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരും. അവൻ എഴുന്നേറ്റ് വന്നിട്ട് അറബികളുമായി യഹൂദനുമായിട്ട് കരാറൊപ്പുക്ക്. അതിന്റെ പേരാ വെള്ളക്കുതിര, സമാധാനത്തിന്റെ പുറമോടി. വേൾഡ് റോളാൽ കിരീടം കൊടുക്കും, ഗില്ല് കൊടുക്കും, വാള് കൊടുക്കും. എന്നിട്ട് അവനെന്തോ ദൈവാലയം പണിയും. ദൈവാലയം പണിഞ്ഞതിന് ശേഷം അവന്റെ പരിപാടി തുടങ്ങുന്നത്. ദൈവാലയം പണിഞ്ഞതിന് ശേഷം ആലയത്തിനകത്ത് എന്തോ ചെയ്യുമെന്നറിയോ? ഇവൻ റോബോട്ടിനെ കൊണ്ടുവരും. ദാണ്ട് 2017 2018 പിന്നെ സൗദിക്കാരി ഒരു പെൺകുട്ടി വന്നു. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. അവൾക്ക് ഇപ്പൊ സൗദി പാസ്പോർട്ടും കൊടുത്ത് 20-25 വർഷം ഗൾഫിലും കടന്ന ആർക്ക് ഇതുവരെ ഒരു പാസ്പോർട്ട് കൊടുക്കാതിരുന്നപ്പോൾ സൗദി പൗരത്വം നേടി സോഫിയ റോബോട്ട്. ഇവളുടെ മൂത്ത ചേച്ചിയെ ദൈവാലയത്തിൽ കൊണ്ടുവരും. യഹൂദന്റെ പീഡാകാലം തുടങ്ങാൻ പോന്നു. വായിക്കാം, അങ്ങനെ ഒരു റോബോട്ട് ദൈവാലയത്തിൽ വരുമോ? എതിർ ക്രിസ്തു ആദ്യം വെള്ളക്കുതിരയുടെ സമാധാനത്തിന്റെ പുറമോടി മാറ്റി അവൻ സിറിയാക്കാരൻ എങ്ങനെ പ്രതികരിക്കും? ദാനിയേൽ 12:11 കുഞ്ഞു വായിക്കാം. അതിനു മുമ്പ് ചില സംഭവം നടക്കും. അതിനുവേണ്ടി കൺവെൻഷൻ വായിച്ചിട്ട് ദാനിയേൽ 12:11 വായിക്കാം. നിരന്തര ഹോമയാഗം ഇന്ന് യഹൂദന്റെ സിനഗോഗിലെ നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. റോബോട്ടിനെ ദൈവാലയത്തിൽ കൊണ്ടുവരും. ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുന്ന നാൾ മുതൽ വായിച്ചിട്ട് മക്കളെ, കാലം മുതൽ 1290 ദിവസം കിടക്കുന്ന 3.5 വർഷം കിടക്കാൻ പോകുന്ന ദൈവാലയത്തിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ അപ്പൊ ദൈവാലയത്തിൽ റോബോട്ട് വരുമോ? എല്ലാവരും കയ്യിൽ മൊബൈൽ ഇരിപ്പുണ്ട്. 2024 ഒരു സംഭവം നടന്നു. എവിടാ? ഡിസംബറിൽ 2024. കേൾക്കണം, ജർമ്മനിയിലെ ഫ്ലുവർത്ത് അടിച്ചു നോക്കിയാൽ മതി. അവിടെ ഒരു സംഭവം നടന്നു. ഇവാഞ്ചലിക്കൽ ചർച്ച് പാസ്റ്റായിട്ട് വന്ന റോബോട്ട് ഇടിവെട്ട് പ്രസംഗം, കത്തുന്ന പ്രസംഗം. 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചാർജ് പോയി. എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് പ്ലഗ് കുത്താൻ കൊണ്ടുപോയി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അങ്ങനെയെങ്കിൽ റോബോട്ട് ബാക്കിയൂടെ പറഞ്ഞുതരാം. 2025 സ്വിറ്റ്സർലൻഡ് ജനീവയിൽ രാവിലെ പോലീസ് ഒരു പള്ളിയുടെ മുൻപിൽ ആൾക്കാർ ഓടിക്കൂടുന്നു. ജീസസ് കുമ്പസാരിപ്പിക്കാൻ വന്നു. സ്വോത്രം. യേശുവിന്റെ ഈ ഫോട്ടോ കണക്ക് ഒരാള് കുമ്പസാരിപ്പിക്കുന്നു. പോലീസ് വന്ന് ചോദിച്ചു, അറിയൂ ജീസസ്? അവൻ പറഞ്ഞ നോ ജീസസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിയന്ത്രണ ബുദ്ധിയാന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. കുഞ്ഞമ്മാമ ഇതൊക്കെ മൊബൈലിൽ കാണും. അങ്ങനെയെങ്കിൽ ഇതിന്റെ മൂത്ത ചേട്ടന യെരൂശലേം ദൈവാലയത്തിനകത്ത് കൊണ്ടുവരും. റോബോട്ടിനെ യഹൂദൻ വണങ്ങത്തില്ല. അവന്റെ കയ്യിൽ മോശയുടെ ന്യായപ്രമാണം. എന്താ പ്രമാണം? സീനായുടെ മടിത്തട്ടിൽ മോശ 750 പ്രമാണം, 10 കൽപ്പന. പുറപ്പാട് 24. മേലാകാശത്തിലും കീഴ ഭൂമിയിലും ഭൂമിക്കടിയിൽ വെള്ളത്തിലും യാതൊന്നിന്റെ വിഗ്രഹത്തെ വണങ്ങരുത്. റോബോട്ടിനെ യഹൂദൻ വണങ്ങത്തില്ല. ഇനി പൗലോസിലേക്ക് 2 തെസ്സലോനിക്കർ 2:4 പൗലോസിലേക്ക് ധന്യൻ ചൊല്ലി ദൈവസഭ എടുക്കപ്പെട്ടാൽ ഈ റോബോട്ട് ദൈവാലയത്തിലിരിക്കും. വായിക്കാം, അവൻ ദൈവാലയത്തിൽ. 2 തെസ്സലോനിക്കർ 2:4 വായിച്ചാട്ട് മക്കളെ. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. നമ്മുടെ കാൽവറിയിൽ നാഥൻ താഴ്ത്തി കൊടുത്തു. സകലതും നിവർത്തിയായി. സ്വർഗം കണ്ടോ, ഉയരത്തിൽ നിന്ന് താഴേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇതാഴത്തിൽ നിന്ന് വരുന്നു. തന്നെത്താൻ ഉയർത്തുന്ന എതിരാള്. ഇന്നത്തെ പ്രസംഗത്തിന്റെ 1ാമത്തെ ഭാഗം. താമസമിന സോഫിയ റോബോട്ടിന്റെ പോലെ ഒരു റോബോട്ട് യെരൂശലേം ദൈവാലയത്തിന്റെ അകത്ത് വരാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആലയത്തിനകത്ത് റോബോട്ട് വരുന്നതിന് മുമ്പ് മറ്റൊരു മുഖം തിരുവല്ലായിൽ നാം കാണാൻ പോകുന്നു. അതിന്റെ പേരാ തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം. കരമുയർത്തുന്നവർക്കായി കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സൂചേട്ടത്തിലേക്ക് മടങ്ങിവ. MFGC നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വചനം ക്ലിയർ ആയിരിക്കണം. അക്കുറേറ്റ്. ഇന്ന് രാത്രി അതിനുശേഷം എന്താ? സിറിയയിൽ നിന്ന് വരുന്ന ആന്റി ക്രൈസ്റ്റ്. എല്ലാവരും കേട്ടാട്ടെ. യഹൂദനിന്ന് വന്ന വരുന്നത് ആരാ? സിറിയന്ന്. ആന്റി ക്രൈസ്റ്റ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായിയുമല്ല, അല്ലെങ്കിൽ മോഡി സാറുമല്ല. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ പഠിക്കണം. ഉൽപ്പത്തി 49:10 അവകാശമുള്ളവൻ വരുവോളോ ചെങ്കോൽ യഹൂദയിൽ നിന്ന് രാജദണ്ഡവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങത്തില്ല. ആന്റി ക്രൈസ്റ്റ് അവന്റെ അമ്മയ്യപ്പനുമല്ല ലോകത്തിൽ ആദ്യം വരുന്നത്. തന്റെ ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച മണവാട്ടിയെ ചേർക്കാൻ മേഘാരൂഢനായി കാന്തൻ വരും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ, മനുഷ്യപുത്രൻ വരവിൽ ലോത്തൻ കാലത്ത് സംഭവിച്ചതുപോലെ, നോഹയെ പെട്ടകത്തിനകത്ത് കയറ്റി കുറ്റിയിട്ടിട്ട് 40 രാവ് 40 പകലും മഴ പെയ്തത്. ഇന്ന് രാത്രി ലോത്തിനെ സോവേറിൽ ഇറക്കിയിട്ട് ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയെങ്കിൽ പെന്തിക്കോസി പലരും പറയുന്നു അന്തിക്രിസ്തു വരുമെന്ന്. മക്കളെ, സഭയ്ക്ക് എല്ലാ കാലത്തും പീഡയുണ്ട്. തന്റെ കാന്തയാകുന്ന മണവാട്ടിയെ എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ കൊടുക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. അതിനു മുമ്പ്
രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ കാന്തന്റെ കാഹളം ഈ തലമുറയിൽ മുഴങ്ങാൻ പോകുന്നു. സ്വോത്രം. പഠിക്കണമെന്ന് ചർച്ചക്കാർ ഒരുപാട് പേര്. ഒന്നും അറിയാത്തവന് ബാഗും തൂക്കി ചർച്ച നടത്തുവോ? അതുകൊണ്ടാണ് നാഥൻ പറഞ്ഞ നോഗയുടെ കാലത്ത് സംഭവിച്ചതുപോലെ. അതാ മാമ യെല്ലോയും മാങ്കോയും പൈനാപ്പിളും 10 ദിവസം നിന്നാലും തീരത്തില്ല. ലോകത്തിന്റെ കാലം കണ്ടില്ലേ കുഞ്ഞമാമ? 48,000 ഏക്കർ, 28,800 വീട്, 28+10 സിനിമാ നടികൾ, 38 ഒറ്റയ്ക്ക് തീർന്നത് ലോസ് ആഞ്ചലസ്. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. എന്താ സംഭവിച്ചത്? 2 പെങ്കൊച്ചുങ്ങൾ 2025 ജനുവരി മാസം 5-ാം തീയതി ഹോളിവുഡിൽ അവാർഡ് പറഞ്ഞ എന്താ അറിയാമോ? Who is say the universe is created by God? ആരാ പറഞ്ഞ പ്രപഞ്ചം കർത്താവ് ഉണ്ടാക്കിയാന്ന്? 48 മണിക്കൂർ കൊണ്ട് അമേരിക്ക തീ പറ്റിച്ചത്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി നമ്മുടെ പെന്തിക്കോസ്തുകാരെല്ലാം പറയും ദൈവ അനുഗ്രഹത്തിന്റെ ദൈവ. ഇന്ന് രാത്രി പറ, യഹോവയെ മറക്കുന്നവര് ഇതോർത്തുകൊള്ളുവേ, അവൻ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. ട്രംപായാലും കിംബായാലും 48 മണിക്കൂർ കൊണ്ട് 48,000 ഏക്കർ കത്തിയത്. അവസാനം ഇസ്രയേലിന്റെ കാല് പിടിച്ചു. ഞാനും കരഞ്ഞ സ്കൂപ്പർ വന്ന് വെള്ളമടിച്ചിട്ടാ തീർന്നത്. സാമ്പിൾ തുടങ്ങി കാന്തന്റെ വരവിന്റെ. ഇന്ന് രാത്രി ഇസ്രയേലിന്റെ ഒരു ഗോത്രമായിരുന്നു ദാൻ. അതാ 49:17 ഉൽപ്പത്തി. ദാൻ വഴിയിൽ ഒരു പാമ്പ്, പാതയിൽ ഒരു സർപ്പമാതോ. സിറിയയിൽ നിന്ന് അന്തിക്രിസ്തു വരുന്ന മോഡി സാറും ബരാക്കോമയെന്നല്ല, ഇതെല്ലാം വഴിയൊരുക്കുക. അവൻ ആദ്യം വെള്ളക്കുതിരയുടെ പുറമോടി. പിന്നെ എന്ത് ചെയ്യും? പണ്ട് സിറിയയിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അവന്റെ പേര് അന്തിക്കോസ് എപ്പിപ്പാനോസ്. പെന്തിക്കോസ്തുകാരെല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കണം. പണ്ടൊരിക്കൽ അവൻ ഈജിപ്തിനെ ആക്രമിച്ചു. തിരിച്ച് ഇസ്രയേലിൽ കൂടെ വന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തില്ല. എന്താ സംഭവിച്ചതെന്നറിയാമോ? അവൻ തിരിച്ച് ഇസ്രയേലിനെ ആക്രമിച്ചു. അന്ന് യഹൂദന് വെറുക്കപ്പെട്ട ഒരു മൃഗമുണ്ട്, അതിന്റെ പേരാ പന്നി. ആ പന്നിയെ ദൈവാലയത്തിൽ കൊണ്ടിറക്കി. പന്നിയുടെ രക്തം യഹൂദന്റെ വായ്ക്കകത്തും ഉപ്പല്ലിക്കകത്തും കുത്തി. അന്ന് യഹൂദൻ നിലവിളിച്ചതുപോലെ ഇനി സിറിയയിൽ നിന്ന് വരുന്ന ആന്റി ക്രൈസ്റ്റ് റോബോട്ടിനെ മാത്രമല്ല, ആദ്യം ചുവന്ന പശുവിനെ വെച്ചിട്ട് അവൻ പന്നിയെ ദൈവാലയത്തിൽ കൊണ്ടുവരും. പന്നിയെ ദൈവാലയത്തിൽ കൊണ്ടുവന്ന് പന്നിയുടെ രക്തം എന്ത് ദൈവാലയത്തിൽ ഒഴിക്കുന്ന ഒരു കാലം വരാറായി. അതിനെപ്പറ്റി എന്റെ നാഥൻ ഒലിവുമലയിൽ പറഞ്ഞു. അതാ കാന്തന്റെ വരവെടുക്ക. മത്തായി 24:15-16 എസ്കറ്റോളജി ഒലിവുമല പ്രഭാഷ. കുഞ്ഞു വായിച്ചാട്ടെ. എന്റെ നാഥൻ പറഞ്ഞു മത്തായി 24:15-16 വായിച്ചാട്ടെ മക്കളെ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. യഹൂദയിലുള്ളവർ വായിച്ചോ മോനെ. യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. യെരുശലേമേ, ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു. കരമുയരുന്നില്ലല്ലോ. നിനക്കോ മനസ്സില്ലായിരുന്നു. കണ്ടോ, ഇതാ ഇസ്രായേൽ ഹമാസിന്റെ പരിസമാപ്തി വരുമ്പോൾ ആലയം പണിയുവാൻ ആന്റി ക്രൈസ്റ്റ് എഴുന്നേറ്റ് വരും. വെള്ളക്കുതിരയുടെ പുറമോടി പെരിയവൻ പ്ലേറ്റും മാറ്റും. മനസ്സിലാകുന്നവർക്കായി അന്ന് റോബോട്ടിനെ കൊണ്ടുവെക്ക്. യഹൂദന് വെറുക്കപ്പെട്ട പന്നിയെ ദൈവാലയത്തിൽ അടിച്ചു കയറ്റ്. പന്നിയുടെ രക്തം യഹൂദൻ കൊള്ളത്തിൽ. അന്ന് IS സിറിയയിലും മൊസൂളിലും കഴുത്തറക്കുന്നത് പോലെ യഹൂദന്റെ കഴുത്തറത്ത് താഴെ വീഴുന്ന കാലം വരാറായി. ആ കാല രക്തസാക്ഷികളെ പറ്റി ബൈബിൾ പറയുന്നത് പീഡാകാല രക്തസാക്ഷികൾ. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, യെരൂശലേം ദൈവാലയത്തിനകത്ത് ചുവന്ന പശുവിന്റെയും പന്നിയുടെ രക്തം വീഴുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടുമേറ. ഏലി ഏലി ലമ്മാ ശബത്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഭാഷാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു. എന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു. എന്റെ മുഖരോമങ്ങളെല്ലാം പിച്ചു ചീന്തി. എനിക്ക് ദാഹിക്കുന്നു. സകലതും നിവർത്തിയായി കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഒരു സൈന്യാധിപൻ കുന്തമെടുത്തു എന്റെ നാദിന്റെ ചങ്കിനകത്ത് കുത്തി 5 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകിയെങ്കിൽ ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. ഈ തലമുറയിൽ എന്റെ കാന്തൻ വരാറായി. മാറാനാഥ ഫുൾ ഗോസ്പൽ ഇന്ന് രാത്രി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1.25 ഏക നാമ യേശുവിന്റെ നാമ. എന്ന് രാത്രി പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. അറ്റ് ഓൺലൈൻ മീഡിയ ആരെങ്കിലും കാണുന്നെങ്കിൽ ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് യേശു എന്റെ ഏക രക്ഷകൻ, യേശു എന്റെ ഏക കർത്താവ്, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നു. കരമുയർത്തി ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കുമെങ്കിൽ മകനെ മകളെ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്ക. എന്റെ കാന്തൻ മടങ്ങി വരാറാ. 2025 ജനറൽ കൺവെൻഷൻ പറ, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്ന് ഞാൻ അവൻ എന്നോട് അത്താഴം കഴിക്കും. ആത്മാവ് സഭകളോട് പറയുന്ന ഈ രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ.
വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തു. ഇതിനെപ്പറ്റി ആമോസ് എന്ത് പറഞ്ഞു? വായിക്കാം മോനെ. ആമോസ് 4:12 വായിച്ചാട്ടെ. അതുകൊണ്ട് ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ദാണ്ടെ പുഷ്പഗിരിയുടെ താഴെ പോകുമ്പോൾ TPR എഴുതി വെച്ചിട്ടുണ്ട്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. TPMന്റെ ബെയ്ത്തോമിൽ എഴുതി വെച്ചിട്ടുണ്ട് പുഷ്പഗിരിയുടെ താഴെ. ഇതാ എഴുതിയേക്കുന്ന വാക്യം. ഇപ്പൊ നമ്മുടെ ബന്ധിക്കോസുകാർ വരുന്നുണ്ട്. ഇസ്രായേലേ വായിച്ചാട്ട് മക്കളെ. ഇസ്രായേലേ ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കരം ഉയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. താമസമിന യഹൂദൻ ഒരു ദേവാലയം വരാറായി. എന്നാൽ ഇന്ന് രാത്രി 1ാമത്തെ ദേവാലയ സമാഗമന കൂടാരം, 2 സെലോമോന്റെ ആലയം, 3 കോരസ്, 4 ഏറ്റവും നിർണായകമായി കയറുതോ പണിഞ്ഞ ആലയം തകർന്നു. ഇന്ന് യഹൂദൻ ഒരാലയമില്ല. എതിർ ക്രിസ്തു വന്ന് അവിടെ ഒരാലയം പണിഞ്ഞ് യഹൂദന്റെ യാഗപീഠത്തിനകത്ത് ആരാധനകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. ആരാ? പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന സഭയാം ദേവാലയം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. ഇന്ന് രാത്രി ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. 2ാം ഭാഗത്തിലേക്ക് ഇന്ന് രാത്രി ഒരു സൈഡിൽ ആലയം പണിയുമ്പോൾ യെരൂശലേം ജാതികൾക്ക് വിട്ടുകൊടുക്കപ്പെടും. അതാ ഇന്നത്തെ എലോൺ മസ്കും നെതന്യാഹു അമേരിക്കയെല്ലാം ഒരുമിക്കുന്ന ഒരു കാര്യം വായിച്ചു തുടങ്ങുന്നു. അതിനു മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. അതായത് കൺവെൻഷൻ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് വായിക്കുന്ന മോൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ക്ലിയർ കട്ട് വായിച്ചു കൊടുക്കുക. വെളിപ്പാട് 11, 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. പിന്നെ ദണ്ട് പോലെയുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി. അടുത്ത വാക്ക് കൽപ്പന ലഭിച്ചത് നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. അതാണ്ട് ആ വഴിയെല്ലാം അളക്കണം. ഇനി ആ പുറത്തുള്ള ഈ ജെറുസലേം അന്താരാഷ്ട്ര വിഷയം വായിച്ചിട്ട് മുന്നേ അടുത്തത്. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കണം. അത് ആർക്കാ? അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. കിടക്കുന്ന യഹൂദൻ ആലയം കൊടുക്കും. ഈ പുറത്ത് കിടക്കുന്ന സ്ഥലം അറബ് ലീഗിനും കൊടുക്കും. അതായി പ്രശ്നം. സ്വോത്രം. അളക്കാതെ വിട്ടേക്ക്. അത് ജാതികൾ കൊടുക്കും. യഹൂദനല്ലാത്ത മുഴുവനും ജാതികള്. അവർ എത്ര മാസം അതിനെ ചവിട്ടും? അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. ഒരിടത്ത് യഹൂദന്റെ ആരാധന, അപ്പുറത്ത് ജാതികൾ യെരൂശലേം ചവിട്ടും 42 മാസം. അന്നാളിൽ ഇതാണ്. അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്കും വരം നൽകും. 2 സാക്ഷികൾക്ക് വരം നൽകും. എന്തിനാ? നമുക്കല്ല. പലരും വിചാരിക്കും ദൈവസഭ എടുക്കപ്പെട്ട നമുക്ക് പ്രോഗ്രസ് കാർഡിനകത്ത് പണ്ട് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് നാടൻ മലയാളം, പിന്നെ ഈ പരീക്ഷയ്ക്ക് അധ്യാപകർ പേപ്പറെല്ലാം നോക്കും. SLCയുടെ 200 മാർക്ക്. സ്കൂട്ടണി ഏതെങ്കിലും ഹെഡ് മാസ്റ്റർ കാണും. ഹെഡ് മാസ്റ്ററോട് ചോദിക്കും, സാറേ കുഞ്ഞച്ചൻ 200 മാർക്കുണ്ട്, അപ്പോൾ ആരും അറിയണ്ട 10 കൂടി ഇട്ടറി ജയിപ്പിച്ചാലും മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. അങ്ങനെ 210 പണ്ടത്തെ കാലത്ത് കിട്ടുന്നത്. ഇപ്പൊ പലരും വിചാരിക്കും ഈ സാക്ഷികൾ വരുന്ന നമ്മുടെ രക്ഷയ്ക്കായിട്ട് അല്ല, യഹൂദന്റെ രക്ഷയ്ക്കായി 2 സാക്ഷികള് ഞാൻ അയക്കും. അടുത്ത വാക്ക് വായിക്കാം. അവർ എട്ടുകൊടുത്തുകൊണ്ട് 1260 ദിവസം അവരവിടെ 3 വർഷത്തെ ചെല്ലുവാൻ അവിടെ പ്രവചിക്കുമെന്ന്. ഈ 2 സാക്ഷികൾ ആര്? ക്ലിയർ ആക്കണം. ഇതാ 9G ഇന്റർനെറ്റ്, എലോൺ മസ്ക്, സ്റ്റാർലിങ്ക് ഇന്റർനാഷണൽ പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിക്കും കേട്ടോ. ആരാ 2 സാക്ഷികൾ? ഒന്ന് ഏലിയാവ, ആകാശം. അവൻ പറഞ്ഞ് മഴ വേണ്ട. ഇതാ കിടക്കുന്നു. യോർദാന്റെ അക്കരെ ഏലിയാവ് ചെന്നപ്പോൾ ഒരു സംഭവം നടന്നു. അഗ്നിരഥങ്ങളും അഗ്നിയശ്വങ്ങളും ഇറങ്ങി അവൻ മേഘത്തട്ടിലെടുക്കപ്പെട്ടു. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് 2 പേർ ഇന്ന് ദൈവിക കോളത്തെ പലർക്കും സംശയമുണ്ട്. ഒന്ന് മോശ എന്ന് പറയുന്നു, ചിലർ പറയുന്നത് കാനോക്ക്. തർക്കം അവിടെ കേട്ടോ. ഒന്ന് ഏലിയാവ്. മോശയുടെ പ്രത്യേകത ഇസ്രായേൽ ജനത്തെ പാളയത്തിനകത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ ഇസ്രായേൽ ജനം പെറുപെറുക്കാൻ തുടങ്ങിയപ്പോൾ മോശ എന്തോ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞവൻ വടിയെടുത്ത് പാറയെ അടിച്ചു. ആ ആത്മീയ പാറയല്ലോ നാം വഴി നടത്തിയത്, ആ പാറയിൽ നിന്നല്ലോ നാം പാനം ചെയ്ത് കോരിന്തി, ആ പാറ ക്രിസ്തു. അതുകൊണ്ട് കനാൻ മോശയെ കാണിച്ചില്ല. കോടകുളഞ്ഞ് മലയിൽ നിന്നിട്ട് ചെട്ടികുളങ്ങരയും മാവേലിക്കരയും കല്ലിശ്ശേരി കാണിച്ചതുപോലെ പിസ്ക കൊടുമുടി കൊണ്ടുവച്ച് മോശയെ കാണിച്ചു. മോശ മരിച്ചു. അവന്റെ ശവം ബേത് പെരിയോയിൽ അടക്കപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഈ മോശയുടെ കല്ലറ എന്താ കാണിക്കാത്തെന്ന് കാര്യം പറഞ്ഞുതരാം. ഇസ്രായേൽ പാളയത്ത് 40 കൊല്ലം നടത്തിയവനാ മോശ. അവന്റെ ഡെഡ് ബോഡി പാളയത്തിൽ കൊണ്ടുവന്ന ഇവിടുന്ന് പരിമലയല്ല, വേളാങ്കണ്ണി വരെ അവന്മാർ കപ്പേളയും കാര്യവും പണിയും സ്വോത്രവും. അതുകൊണ്ട് സ്വർഗം മോശയുടെ ശവശരീരം ഇസ്രായേൽ പാളയത്തിൽ കാണിക്കാതെ ബേത് പെരിയോരിൽ അവൻ അടക്കപ്പെട്ടു. നമ്മുടെ കർത്താവാര്? അവന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുകയില്ല. ആരാധനയ്ക്ക് യോഗ്യനവൻ, പുകഴ്ചയ്ക്ക് യോഗ്യനവൻ, സ്തുതിക്ക് യോഗ്യനവൻ. എന്ന് രാത്രി വചനം കേട്ടാട്ട് മക്കള്
അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സൗദി അറേബ്യ, എല്ലാവരും പറഞ്ഞുതരാം, ഞങ്ങൾ ഇന്ന് വിദ്യാഭ്യാസമുള്ള ജുക്സി മാത്യു സാറൊക്കെ വളരെ ഹൈലി വചനം പഠിപ്പിക്കുന്ന ആൾക്കാർ. സൗദി അറേബ്യയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒസാമ ബിൻ ലാഡൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അൽ ഖൈദയുടെ നേതാവ്. അവൻ ജനിച്ചത് സൗദി, ബോൺ ആൻഡ് ബ്രോട്ടപ്പ്. അവൻ വളർന്നത് അഫ്ഗാനിലെ തോറ ബോറ. അവൻ മരിച്ചത് പാകിസ്ഥാനിലെ അബട്ടാബാദ്. 3 പാസ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവനെ അമേരിക്ക കൊന്നിട്ട് ഡെഡ് ബോഡി സൗദിയിലും കൊടുത്തില്ല, അത് കഴിഞ്ഞിട്ട് അഫ്ഗാനിലും കൊടുത്തില്ല, പാകിസ്ഥാനിലും കൊടുത്തില്ല. എവിടെ കൊണ്ടുപോയെന്നറിയാമോ? നേരെ കടലിനകത്ത് കെട്ടി താഴ്ത്തി. കാര്യം എന്താണെന്നറിയോ? യവനെ എവിടെങ്കിലും അടക്കി ആദ്യം 1000 ബിൻ ലാഡൻ എഴുതേക്കൊന്നും അറിയാം. സ്വോത്രം മനസ്സിലാകുന്നവർക്ക്. കടലിൽ കൊണ്ടുപോയി പിന്നെ ആരും കുരിശടി പണിയത്തില്ലോ, മനസ്സിലാകുന്നവർക്ക്. ഇത് കേട്ടോണം, സ്വോത്രം. അങ്ങനെയെങ്കിൽ മോശ എന്ന് ഒരു വിഭാഗം, അതുപോലെ തന്നെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. എന്തായാലും നമ്മൾ ആരോടും തർക്കിക്കാനില്ല. 2 സാക്ഷികൾ, ഒന്ന് ഏലിയാവ്. ഇനി ബൈബിൾ പഠിക്കുന്നവർ പറയുന്നത്, ചിലർ പറയുന്ന മോശയ, ചിലർ പറയുന്ന ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അങ്ങനെയെങ്കിൽ മോശ മരണാനന്തര ജീവിതം. ഈയുടെ ബന്ധിക്കോസുകാർ കാര്യം മനസ്സിലാക്കേണ്ടത്, മരണാനന്തര ജീവിതം മറുരൂപമല്ല. യേശു ശിഷ്യന്മാരുമായി പത്രോസും യാക്കോബും യോഹന്നാനുമായി സംവദിക്കുമ്പോൾ 2 പേർ അവിടെ. ഒന്ന് ഏലിയാവ്, മരിക്കാതെ ഉയരത്തിലേക്ക് പോയി. 2 മരിച്ചടക്കപ്പെട്ട മോശ. അന്നേരം ശിഷ്യന്മാർ ചോദിച്ച്, നമ്മൾ ഇവിടെ ഇരിക്കുന്ന എത്ര സന്തോഷം യേശുവേ, ഞങ്ങൾ 3 കുടിലുണ്ടാകട്ടെ, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് നിനക്ക് 3 കുടിൽ. അതാ മരണാനന്തര ജീവിതം. താബോർ മല, മരിച്ചടക്കപ്പെട്ട പുള്ളി മേളിലുണ്ട്, മരണം കാണാതെ എടുക്കപ്പെട്ടവനും. അങ്ങനെയെങ്കിൽ 2 സാക്ഷികൾ വന്ന് പ്രവചിക്കും. അത് കാണുന്നതായി 90 ഇന്റർനെറ്റ് വായിച്ചു തരാം. ഉൽപ്പത്തി, വെളിപ്പാട് 11 ഇനിയുള്ള വാക്യങ്ങൾ ക്ലിയർ ആകണം. 7, 8, 9, 10, 11, 12, 13 വാക്യങ്ങൾ. ഇത് വായിക്കുമ്പോൾ നമ്മുടെ സന്ദേശത്തിന്റെ പരിസമാപ്തിയാവും. വായിച്ചാട്ട് മക്കളെ, വായിച്ചോ. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം, നമുക്കുള്ള സാക്ഷിയല്ല, യഹൂദന് വേണ്ടി സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ, ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരെ വായിച്ചാട്ട്, അവരോട് പടവെട്ടി അവരെ ജയിച്ചു. അത് കഴിഞ്ഞു കൊന്നുകളയും. ദാ കിടക്കുന്ന അവരെ കൊന്നുകളയും. ഈ 2 സാക്ഷികളെ കൊന്നുകളയും. അടുത്ത വാക്ക് വായിക്കാം. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും. ഇതെല്ലാം പെന്തിക്കോസുകാരും കേട്ടോണം. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോമെന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ തെരുവീതിയിൽ, വായിച്ച മക്കളെ, മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. ഓൻ ഓടിപ്പോകരുത്, നല്ല ക്ലിയർ ആയിട്ട് വായിക്കുന്നു. ആത്മീയമായി സോദോമെന്നും മിസ്രയീം എന്നുള്ള തെരുവീതിയിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. കർത്താവ് സോദോമിലല്ല, ഗദസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ തകർക്കപ്പെട്ടു, കാൽവറി മലയിൽ പരമയാഗമായി. ആ ഇസ്രയേല ഇന്ന് സ്വവർഗരതിക്കാരുടെ തലസ്ഥാനം. സ്വോത്രം. ദൈവത്തിന്റെ സ്വന്തം നാട് വിശുദ്ധ നാടുമല്ല. ലോകത്തിലെ ലെസ്ബിയൻ ഗെയ് പരേഡ് ഇസ്രയേൽ. ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി, മൊബൈലിൽ ടൈപ്പ് ചെയ്യണം. 2018 ലെസ്ബിയൻ ഗെയ് മാർച്ച് ഇസ്രയേൽ. ദാണ്ട് 2024 ലോകത്തെ ഞെട്ടിച്ച 7 കളർ പതാകയുമായിട്ട്, അല്പ തുണിയായിട്ട് സ്വന്തം നാട്ടിനകത്ത് യഹൂദ സ്ത്രീകളും യഹൂദ ചെറുപ്പക്കാരും നടക്കുന്നു. അതൊക്കെ ആ ബില്ലി ഗ്രഹാം പറഞ്ഞ അമേരിക്ക ഇസ്രയേലിൽ നിന്നും ദൈവം വെറുതെ വിടത്തില്ലെന്ന് മനസ്സിലാകുന്നവർക്കായി. ക്ലിയറായോ? ഇന്ന് രാത്രി ഹമാസ് ഇസ്രായേൽ സംഘടന നടന്നപ്പോൾ ഇത്രയും പേര് ഇസ്രായേൽ മരിക്കാൻ കാര്യം എന്തുവാ? പുഴയോരത്ത്, നദിയോരത്ത് നൈറ്റ് പാർട്ടി നടക്കാം. ആ നൈറ്റ് പാർട്ടി ചാടിയ 2 പെൺകൊച്ചുങ്ങളായി ഹമാസിന്റെ പോരാളികളെല്ലാം കൂടെ വണ്ടിയുടെ പുറകെ കെട്ടിയിട്ട് റോഡിൽ കെട്ടി വലിച്ചത്. ഇതെല്ലാം മനസ്സിലാക്കണം. ഇസ്രായേലോട്ട് സംസാരിക്കുന്നത്. ഇന്ന് രാത്രി അത്രയും അപയിച്ചു പോയി. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, എന്റെ ജനം കാള തന്റെ ഉടയവനെയും കഴുത തന്റെ പുൽത്തൊട്ടിയെയും, മിണ്ടുന്നില്ലല്ലോ, കരം ഉയരുന്നില്ലല്ലോ, സ്വോത്രം, എന്റെ ജനം വഴിതെറ്റിപ്പോയി. അതാ ഇന്നത്തെ ഇസ്രായേൽ. ഞങ്ങളുടെ ഉപദേശിമാരെല്ലാം പറയുന്നത് വിശുദ്ധ നാടാന്ന്. ഒരു വിശുദ്ധ നാടുമല്ല. കള്ളും കഞ്ചാവ് MDMA 156 സ്റ്റാർ ഹോട്ടലുകളാണ് ജെറുസലേമിൽ കിടക്കുന്നത്. മുഴുവൻ ബിസിനസ്സാ. സ്വോത്രം. അവിടെ ദാ കിടക്കുന്നത്. അതാ പറഞ്ഞത്, ആത്മീയമായി സോദോമെന്നും മിസ്രയീം എന്നുള്ള തെരുവീതിയിൽ ഈ 2 സാക്ഷികളുടെ ജഡം കിടക്ക്. വായിച്ചാട്ട് മോനെ, അവരുടെ ജഡം. ആ 3 വായിച്ചാട്ട്. സകല ഭാഷക്കാരും, സകല വംശക്കാരും ഗോത്രക്കാരും, സകല ഭാഷക്കാരും, സകല വംശക്കാരും, വായിച്ചോ, ഭാഷക്കാരും, ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. ഇതാ 9G ഇന്റർനെറ്റ്. ലോകം എത്രയായി? 850 കോടി ജനം, 262 രാഷ്ട്രം, 7 വൻകര, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. കുറെ പേര് കാന്തന്റെ പരപ്പിൽ ഇവിടെ മരിക്കും. ബാക്കി കോടികൾ കിടക്കുക. കൈവിടപ്പെട്ട സഭ. അവര് മുഴുവൻ ഈ ഡെഡ് ബോഡി ഇസ്രയേലിന്റെ തെരുവീതിയിൽ കിടക്കുന്ന കാണണമെങ്കിൽ 1, 2, 3, 4, 5 അല്ല, വരാൻ പോകുന്ന 9G ഇന്റർനെറ്റ്. അതിനാസ്പദമായി തിരുവല്ലയിലെ വൈഫൈയും കൈഫൈയും റൂട്ടറും എല്ലാം പോകുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 2 മൊബൈലുകൾ, ഒന്ന് റിലയൻസ് ജിയോ, ആരുമായിട്ട് കണക്ട് ചെയ്തു? യഹൂദന്റെ സ്റ്റാർ ലിങ്കുമായിട്ട് കണക്ട്
കണക്ട് ചെയ്തു എലോൺ മസ്കിന്റെ. രണ്ടാമത്തത് എയർടെൽ. ഡയറക്റ്റ് സാറ്റലൈറ്റ് ഫോണിൽ നിന്ന് ടവർ വഴി വരുന്നത് പോലെ നിങ്ങളുടെ മൊബൈലിൽ കിട്ടാൻ പോകുന്ന എയർടെല്ലും കണക്ട് ചെയ്തെങ്കിൽ ഒരു ഗവൺമെന്റ്, ഒരു കമ്പ്യൂട്ടർ, ഒരു ബാങ്ക്, ഒരു കാർഡെല്ലാം വന്ന് ഒരു സാറ്റലൈറ്റിന്റെ കീഴിൽ മനുഷ്യനെ നിയന്ത്രിക്കുന്ന സംവിധാനം ഇവിടെ വരാറായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി പറഞ്ഞു എല്ലാറ്റിന്റെയും അവസാനം വന്നിരിക്കുന്നു. കരമുയർത്തുന്നവർക്കായി മാറാനാഥ ഫുൾ ഗോസ്പൽ ചർച്ച്. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ നിർമ്മതരുമായിരിപ്പേ. നമ്മുടെ കാന്തൻ വരാറായി. അതാ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് വരാൻ പോകുന്ന. റിലയൻസിനെ എടുത്തു കഴിഞ്ഞു. വൈഫൈയും വേണ്ട, റൂട്ടറും വേണ്ട, ഡയറക്റ്റ് സാറ്റലൈറ്റിൽ നിന്ന് സിഗ്നൽ വരാൻ പോകുന്നത്. എത്ര സ്പീഡിലേക്ക് അത് ലോകം മുഴുവൻ കാണും. അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് നമ്മുടെ എബ്രഹാം ലിങ്കൺ. അദ്ദേഹം മരിച്ചത് 3 മാസം കഴിഞ്ഞിട്ട് ബ്രിട്ടനിൽ കപ്പൽ വന്നിട്ട് അറിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ ന്യൂസ് ചെക്ക് ചെയ്തപ്പോൾ ശ്രീലങ്കയിൽ MLA നടക്കാൻ പോയി ഉണക്കത്തേങ്ങ തലേ വീണ്. ഏഷ്യാനെറ്റ് ഫ്ലാഷ് ന്യൂസ്, ശ്രീലങ്ക MLAയുടെ തലേ ഉണക്കത്തേങ്ങ വീണത്. എവിടം വരായി അമ്മാമേ ലോകം ഇന്ന് രാത്രി. അങ്ങനെയെങ്കിൽ ആ ശവം അടക്കാൻ അവർ അനുവദിക്കത്തില്ല. വായിച്ചാട്ടെ, ഇനി അടുത്തതാ സംഭവം. അതിനു മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. വായിക്കാം മക്കളെ, അടുത്ത വാക്ക്. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയില്ല. എന്തുകൊണ്ട് ഈ 2 സാക്ഷികളുടെ ശവം കല്ലറയിൽ വെക്കത്തില്ല? നമ്പർ 1 ഇത് പറഞ്ഞുതരാം. യേശുവിനെ കല്ലറയിൽ വെച്ച് ഉയർത്തെഴുന്നേറ്റു, ലാസറിനെ കല്ലറ വെച്ച് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ ഇവരെ കല്ലറ വെക്കാൻ സമ്മതിക്കത്തില്ല. അവരുടെ ശവം അവിടെ ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച. അന്ന് അവിടെ നല്ല DJ പാർട്ടികളും എല്ലാം നടക്കും. വായിച്ചാട്ടെ, ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചത് കൊണ്ട് കൈവിടപ്പെട്ട കൂട്ടം. കാന്തന്റെ വരവിൽ എടുക്കപ്പെട്ട ഇവിടെ ഒരു കൂട്ടമുണ്ട്. അതാ കൈവിടപ്പെട്ട സഭ. അവരെ ദണ്ഡിപ്പിച്ചത് കൊണ്ട്. വായിച്ചാട്ടെ, ഭൂവാസികൾ അവരുടെ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തേക്കുകയും ചെയ്യും. ഇതെല്ലാം ലോകം കാണും. DJ പാർട്ടി സമ്മാനം കൊടുക്കുകയും ചെയ്യും. എത്ര ദിവസം? 3.5 ദിവസം. അടുത്ത സംഭവം 3.5 ദിവസം കഴിയുമ്പോൾ. വായിച്ചാട്ടെ, 3.5 ദിവസം കഴിഞ്ഞ ശേഷം 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നി നിന്ന്. ഇത് ലോകം കാണാൻ പോകുന്നു. അതവരെ കണ്ടവർ. വായിച്ചാട്ടെ, അവരെ കണ്ടവർ ഭയപരവശരായി. വാക്ക് മാറ്റരുത്. ആരാ? നമ്മുടെ കർത്താവ്. ഇന്ന് 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്താ യൂഫ്രട്ടീസ് ടൈഗ്രീസിന്റെ അക്കരെ എത്യോപ്യയുടെ മണ്ണിൽ 6 ഘടകമെടുത്തു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, നിലത്തപ്പൊടി. ആദമിന്റെ മൂക്കിനകത്ത് ജീവശ്വാസം ഊതിയപ്പോൾ ആദം ചലിക്കുന്ന ദേഹിയായി മാറിയെങ്കിൽ അതേ ശ്വാസം ആ തെരുവീതിയിൽ വരുമ്പോൾ, നാറ്റം വച്ച ശവം എഴുന്നേൽക്കുമ്പോൾ IS-കാരും എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാരും ഭയപരവശരാകും. ഇതെല്ലാം ലോകം കാണും. ഇതാ ഇന്റർനെറ്റിന്റെ അതിപ്രസരം മനസ്സിലാകുന്നവർക്കായി. അവരെ ഭയപരവശാവോ? ഞാനിവിടെ കൺവെൻഷന് വന്നു. മാത്യു പാസ്റ്റർ പറഞ്ഞു, ഇവിടെ അടുത്ത് നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചുപോയി. ഞാനും പോയി. വായിക്കുന്ന മോനും പോയി. മാത്യു പാസ്റ്റർ പോയി. അവിടെ ചെന്നപ്പോൾ ആരും എന്നോട് പറഞ്ഞു, മരണാന്തര ജീവിതത്തെ പറ്റി പ്രസംഗിക്കുക. നമ്മൾക്ക് മൈക്ക് കിട്ടായിരിക്കുമല്ലോ. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കൊട്ടാരമായാലും മരണം. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം 45 ഡെഡ് ബോഡി എഴുന്നേക്കുന്നു. എന്നെ ചാത്തനും മാത്യു പാസ്റ്റർ കലവൂരും മോൻ കവിളി നോക്കിയാൽ മതി. സന്തോഷമില്ലല്ലോ? സ്വത്രം. യഹൂദന്റെ ആൾക്കാരും മുഴുവൻ ചെതറിയോട് ലോകം കാണും. അന്നൊരു സംഭവം നടക്കും. അതിനു മുമ്പ് തിരുവല്ലയിൽ ഒരു സംഭവം നടക്കും. അതിനു വേണ്ടിയായി കൺവെൻഷൻ. മനസ്സിലാകുന്നവർക്കായി. വായിച്ചോട്ടെ മോനെ, അടുത്ത സംഭവം വായിച്ചോട്ടെ. ഇവിടെ കയറി വരുവീൻ എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. ആ ശബ്ദം അവിടെ മുഴങ്ങുന്നതിന് 3.5 കൊല്ലം മുമ്പ് തിരുവല്ലയിലും മല്ലപ്പള്ളിയിലും ആനിക്കാട് മുത്തൂരും മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങും. അതിന്റെ പേര് കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തുന്നവർക്കായി പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാ. എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. ആത്മാവ് സഭകളോട് പറയുന്ന ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ. അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. സകലർക്കും പ്രതിഫലവുമായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. 5 ഭാഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച് അവസാന ഭാഗത്തിലേക്ക് ഇതോടെ കേൾക്കുമ്പോൾ 1-2 കാര്യം പറഞ്ഞ് പാട്ടുപാടി ദൈവസന്നിധി സമർപ്പിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കൺവെൻഷൻ പലരും ഓൺലൈനിൽ ഹാർവസ്റ്റിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ
ഞങ്ങളുടെ ബൈബിളിൻ്റെ പ്രത്യേകത. പഴയ നിയമം ഒരു പൈതൽ പാപം ചെയ്താൽ ന്യായപ്രമാണം. എന്താ ന്യായപ്രമാണം? അവനെ പാളയത്തിനകത്തുകൊണ്ടത് കല്ലെറിഞ്ഞ് കൊല്ലണം. അതിനുശേഷം ഒരു പെൺകുട്ടി പാപം ചെയ്താൽ അവളെ പാളയത്തിനകത്തുകൊണ്ട് തീ വെച്ച് കൊല്ലണം. അതാ ന്യായപ്രമാണം. എന്നാൽ ഇന്ന് രാത്രി ന്യായപ്രമാണത്തെ മാറ്റി കൃപയുടെ പ്രമാണവുമായി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരുവൻ താഴേക്ക് ഇറങ്ങി വന്നു, പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നോട്ട് ചെയ്തെടുക്കാതെ നമ്മുടെ നാടൻ സ്ഥലത്ത് തന്നെ മുത്തൂര് തന്നെ എടുക്കാം. മുത്തൂര് നമ്മുടെ പൊന്നച്ചായൻ, അമ്മാമ്മയുടെ പേര് വത്സമാമ. നല്ല കുടുംബം, 2 മക്കൾ. ഒരുവൻ്റെ പേര് ബെന്നിക്കുട്ടൻ, ഇളയവൻ്റെ പേര് കൊച്ചുമോൻ. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ബെന്നിക്കുട്ടൻ ഇവിടെ കാര്യങ്ങളെല്ലാം തിരുവല്ലായി നിൽക്കുക. കൊച്ചുമോന് പാമ്പാടിയിലുള്ള ഒരു വാട്ടുമായിരുന്നു, വലിയ അടുപ്പമായിരുന്നു. സ്വോത്രം. അവർ പാമ്പാടിക്കാർ പറഞ്ഞു, കൊച്ചുമോനെ നീ ഇവിടെ തിരുവല്ലായി നിൽക്കേണ്ട, എല്ലാം വിറ്റുപറക്കി നേരെ എവിടെ ചെല്ലണമെന്നറിയാമോ? പാമ്പാടി വാ, നമുക്ക് ഇച്ചിരി ബിസിനസ്സൊക്കെ തുടങ്ങാം, പണമൊക്കെ പലിശയ്ക്ക് കൊടുക്കാം. മനസ്സിലാകുന്നവർക്കായി എന്താ സംഭവിച്ചതെന്നറിയാം? കൊച്ചുമോന് സുപ്രഭാതത്തിൽ വഴക്കുണ്ടാക്കി നമ്മുടെ മുത്തൂരിലെ ആ ചായനോട് ബഹളം ഉണ്ടാക്കി. അവൻ്റെ വസ്തുവെല്ലാം മേടിച്ച് ഞാൻ ഇനി ഇങ്ങോട്ടില്ല, കർവാപ്പസ് ഞാൻ പോവാന്ന് പറഞ്ഞു. ഒറ്റ പോക്ക്. സ്വോത്രം. എവിടെ പോയി? പാമ്പാടി ചെന്ന്. അവൻ അവിടെ ചെന്ന് ഇച്ചിരി വട്ടി പലിശയൊക്കെ കൊടുത്തു. പിന്നെ ഇച്ചിരി ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങി. അങ്ങനെ ഇരുന്ന് പിന്നെ അവനൊരു സ്വഭാവം തുടങ്ങി, നല്ല കുടിയും തുടങ്ങി. സ്വോത്രം. പാമ്പാടിക്ക് മണർകാടിനും ഇടയ്ക്ക് ഒരു ബാറും ഉണ്ടായിരുന്നു, സിയോൻ ബാർ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇന്ന് ക്രിസ്ത്യാനിയുടെ ബാറിൻ്റെ പേരാ സിയോൻ ബാർ. അമ്മാമ്മ യവനെ എല്ലാം കർത്താവ് അടിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വോത്രം. ഹൈന്ദവരെ നമ്മൾ സന്തോഷിക്കുന്നു, അവരവരുടെ ദൈവങ്ങളുടെ കാര്യമൊന്നും ഇടത്തില്ല. ഇന്ന് ക്രിസ്ത്യാനിയുടെ ബാറിൻ്റെ പേര് സിയോൻ ബാർ. പണ്ട് പാട്ട് പാടിയത് സിയോനിലേക്ക് പരിവഴി ഉണ്ടെന്ന്, ഇന്ന് ബാറിലേക്ക് വഴിയാ. സ്വോത്രം. ഇന്ന് രാത്രി കേട്ടോ, കള്ളെല്ലാം കുടിച്ച് റെഡിയായി. കോവിഡ് വന്ന് ഇവൻ്റെ പണം പലിശയ്ക്ക് കൊടുത്തതും കിട്ടുന്നില്ല. ആകെ പ്രശ്നമായി. അപ്പം കൂട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു, ഇനി നീ അപ്പൻ്റെ വീട്ടിൽ ചെന്നിട്ടൊരു കാര്യമില്ല. ഈ പാമ്പാടിക്കടുത്ത് പൊൻകുന്നത്തിൻ്റെ ഇടയ്ക്ക് പള്ളിക്കത്തോടെന്ന് പറയുന്നൊരു കാടുണ്ട്. അവിടെ ഒരു തമിഴ്നാട്ടിൽ നിന്ന് കമ്പംകാരെ ഒരു തമിഴൻ വന്നിട്ടുണ്ട്, നല്ല പന്നിപ്പാ നടത്തുന്നുണ്ട്. ഈ അടുത്ത ദിവസം പാമ്പാടി വന്ന് പറഞ്ഞു, ഒരു പൈതലിനെ വേണമെന്ന്, ഒരു വാലിബനെ വേണമെന്ന്. പോയാൽ നല്ല ചാപ്പാടും കിട്ടും, അപ്പൻ്റെ വഴക്കും കേൾക്കണ്ട. കൊച്ചുവൻ വിചാരിച്ച തിരുവല്ലായി വന്ന് അപ്പനുമായിട്ട് വഴക്ക് കൂടുന്നതിലും നല്ലതേ പന്നിയുടെ കൂടെ കിടക്കുന്നത്. സ്വോത്രം. എല്ലാവരും കൂടെ അവനെ അവിടെ കൊണ്ടു ചെന്ന് തമിഴ് അയ്യാ നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ട്. കാര്യം ഇവൻ ഇടയ്ക്കിടയ്ക്ക് ബിയറൊക്കെ അടിച്ചുകൊണ്ട് ഇച്ചിരി വെളുത്തിരുന്ന പന്നിക്കും ഇഷ്ടപ്പെട്ട് അയ്യായിക്കും ഇഷ്ടപ്പെട്ടു. സ്വോത്രം. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഇവൻ അവിടെ സുഖമായിട്ട് കിടക്കുക. 2 മാസം കൃത്യം ആര്യാഭവനിൽ നിന്ന് ചെങ്ങന്നൂർ കിട്ടുന്ന പോലെ മസാല ദോശ പൊങ്കലല്ല. 2 മാസം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ അയ്യ ഈ ബ്ലോക്ക് താബൂക്ക് കൂടുതലിട്ട് ഗേറ്റ് വിട്ട് ഇയാൾ 15 ദിവസത്തിൽ ഒരിക്കലേ പന്നിയെ പിടിക്കാൻ വരൂ. ഇവൻ ആഹാരമില്ല. ഗേറ്റ് വന്ന് തുറക്കും, പന്നിയെ പിടിക്കും, അയാൾ പോകും. ആഹാരം ചോദിച്ചു, അയ്യാ തമിഴ് ഭാഷ, അയ്യാ പശുക്കരുത് മിണ്ടക്കൂടാതെ ഇങ്ങ വാളവര പുളിയരി ഓക്കെ കാലിത്തീറ്റ. ഇന്ന് രാത്രി മാറാനാഥയുടെ കൺവെൻഷനിൽ അപ്പൻ്റെ വീട് വിട്ടു പോകുന്ന എല്ലാ വാലിബന്മാരും തിന്നാൻ പോകുന്നത് പുളിയരി ഓക്കെ കാലിത്തീറ്റ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് മര്യാദയ്ക്ക് മടങ്ങി വന്നോണ്ട് ഒരു 5-6 മാസം കൂടെ പോയി. ഇതാ പ്രസംഗം, സൂചേഷ പ്രസംഗം. ഇന്ന് രാത്രി കേട്ടാട്ട് ഒരു ഉടുപ്പ് ഒരു മുണ്ടുമാട്ടാ പോകുന്ന പന്നിയുടെ മാത്രവും ചാണകമല്ലോ. 8 മാസത്തോളം അവിടെ കടന്നു. ആ സമയത്ത് ഒരു അനൗൺസ്മെന്റ്, ഇവിടെ നിങ്ങൾ അനൗൺസ്മെന്റ് കൊടുത്തല്ലോ, കർത്താവ് രാജാതിരാജാവായി വരാറായി, യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ. അപ്പോൾ അവൻ ചെങ്ങന്നൂർ നമ്മുടെ ബദേൽ ഗ്രൗണ്ടിലും അത് കഴിഞ്ഞ് നമ്മുടെ തിരുവല്ല ബാബുചാനൊക്കെ പണ്ട് TPM ക്ലാസ് എടുത്തതും കുമ്പനാട് ബൈബിൾ സ്കൂളിൻ്റെ വഴിയെ പോയതും ഗുഡ് ന്യൂസ് സ്റ്റാളിലൊക്കെ നിന്നതാ. കൊച്ചുപോയി. അവന് പിടികിട്ടി ലോകം തീരാറായി. അച്ഛൻ ചെന്നില്ല, പാസ്റ്റർ ചെന്നില്ല, സെന്റർ ചെന്നില്ല, തിരുമേനി ചെന്നില്ല. ഈ വാക്ക് അവൻ അകത്ത് കടന്നപ്പോൾ അവന് സുബോധം വന്നു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി വചനം അകത്ത് കിടക്കുന്നവന്റെ അകത്ത് സുബോധം വന്നാൽ പിന്നെ അവൻ പന്നിയുടെ കൂട്ടത്തിൽ കിടക്കത്തില്ല. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ആരും ടച്ച് ചെയ്യുന്നത് the power of the word of the God changing in your life in this evening. യേശുവിന്റെ നാമത്തിൽ ഈ ശബ്ദവും സന്ദേശം എത്തുമ്പോൾ ഇന്ന് രാത്രി ചില ചെറുപ്പക്കാർ എഴുന്നേൽക്കട്ടെ. എന്താ സംഭവിച്ചതെന്നറിയാവോ? അവൻ എന്ത് ചെയ്തു? ആരോട് ചോദിച്ചില്ല. പന്നികൾ കൂടെ കടന്ന് ഞങ്ങളുടെ കണക്ക് മൈ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞില്ല. ഗായ്സ് ഐ ആം ഗോയിങ്. ഒറ്റ പറച്ചില്ല. മനസ്സിലാകുന്നവർക്കായി 1-ാമത്തെ ദിവസം പള്ളിക്കത്തോടി നിന്ന് ചാടി ഇവിടെ വന്നു, കറുകച്ചാലി വന്നു. 2-ാമത്തെ ദിവസം അദ്ദേഹം ഇവിടെ വന്നെന്നറിയാവോ? മല്ലപ്പള്ളി വരെ വന്നു. 3-ാം ദിവസം കുന്നന്താനത്ത് വന്നു. കുന്നന്താനത്ത് വന്ന് അവിടെ കിടന്നപ്പോൾ ബിലീവേഴ്സിലോട്ട് പോയ ഒരു അച്ഛനും അമ്മയും നോക്കി. രാവിലെ നോക്കിയപ്പോൾ എന്താ കിടക്കുന്ന നായ ചുരുണ്ട് കിടക്കുന്നവിടെ, തട്ടുകടയുടെ അവിടെ ചുണ്ട് കിടക്കുന്നു. അയ്യോ, നമ്മുടെ പൊന്നച്ചാൻ്റെ അമ്മമ്മയുടെ മോനല്ലയോ കൊച്ചു വന്ന് എനിക്ക് ഈ ഗതി വന്നല്ലോ. അപ്പോൾ പറയും 2 ചായ മേടിച്ചു തരാം. 2 ചായ മേടിച്ചു കൊടുത്ത നാടൻ ഭാഷ. കൊച്ചുമോന് ഇച്ചിരി എനർജി കിട്ടി, നടക്കാൻ തുടങ്ങി. നേരെ മുത്തൂരിലെ വീട്ടിലേക്ക് വന്ന്, നമ്മുടെ വീടല്ലയോ അച്ഛൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ 2 ക്യാമറ ലെഫ്റ്റ് റൈറ്റ് ഇരിക്കുക. അമ്മമ്മ രാവിലെ ബ്രൂ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, പവർ വിഷൻ പാടിക്കൊണ്ടിരിക്കുക. എന്താ അതിശയമേ! അപ്പോൾ ഈ കാറിൽ റിവേഴ്സ് വരുന്നല്ലോ നോക്കിയപ്പോൾ
കഴിയുമ്പോൾ ദാ വരുന്ന് നമ്മുടെ മുടിയൻ കൊച്ചുമോൻ. മനസ്സിലാകുന്നവർക്കായി മുത്തൂരിൽ അച്ചായനും അമ്മാമെന്ന് രഹസ്യമായിട്ട് ഒരു അച്ചായ നമ്മുടെ വീതം മേടിച്ചുകൊണ്ട് പോയ മുടിയൻ ദാ വരുന്നു. അതുകൊണ്ട് അച്ചായ ഒരു കാര്യം ചെയ്യും, കോട്ടയത്ത് ലുലു സെന്റർ തുറന്നിട്ടുണ്ട്, വാഗണർ അടുത്ത് നമുക്ക് പെട്ടെന്ന് കയറ്റിപ്പൂട്ടി സ്ഥലം വിടാം. അങ്ങനെ പറയുന്ന അച്ചായനും അമ്മാമയും മല്ലപ്പള്ളിയിലും തിരുവല്ലയിലുമുള്ള. എന്നാൽ ഇന്ന് രാത്രി മടങ്ങി വരുന്നവനെ കണ്ട് വാതിലുകൾ തുറന്നു കൊടുക്കുന്ന ഒരപ്പനെ ഞങ്ങൾ 2025 മാറാനാഥ ഫുൾ ഗോസ്പൽ കൺവെൻഷൻ ഉയർത്തുന്നു. അവന്റെ പേരത്ര ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഇന്ന് രാത്രി മദ്യപാനിയാകട്ടെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാകട്ടെ, കുടുംബജീവിതം തകർന്ന വ്യക്തിയാകട്ടെ, മകനെ മകള് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്തിൽ കുഞ്ഞാട് എനിക്ക് വേണ്ടി ഇറക്കപ്പെട്ടെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു. ഇന്ന് രാത്രി കാൽവർ ദർശനമേറ്റ് നീ കരമുയർത്തി എഴുന്നേറ്റ് വരുന്നെങ്കിൽ അപ്പന്റെ വീടിന്റെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറന്നു തരുവാ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തൻ. അങ്ങനൊന്നുമില്ല. വചനം കേട്ടവും വന്നു. അവൻ അപ്പനോടൊരു വാക്ക് പറഞ്ഞു, ഇതാ മാനസാന്തരം. ഇന്ന് നമ്മളിൽ ഇല്ലാത്തതും ഇതാ. സ്വോത്രം. ഇന്ന് എന്തെങ്കിലും കൈകൊട്ടി സഭയ്ക്കകത്ത് കയറുന്നവനല്ല, ചെയ്ത പ്രവർത്തികൾ ഓർത്തിട്ട് അപ്പനോട് പറഞ്ഞു, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തത്. കൺവെൻഷന് കൈ ഉയർത്തുന്നില്ല, ചങ്കിനകത്ത് വചനം കേട്ടവൻ ക്രൂശിന്റെ വചനം കേട്ട് അപ്പന്റെ മുമ്പിൽ തല ഉയർത്തിയിട്ട് കണ്ണീരോടെ പറയാം, അപ്പാ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിന്റെ മകൻ എന്ന് വിളിക്കണ്ട. താണ്ട് നമ്മുടെ ഒട്ടുപാലും റബ്ബർ കറയിട്ടേക്കുന്ന പ്ലേറ്റൊക്കെ ഇട്ടിരിക്കുന്ന അവിടെ കടകാന്ന്. അപ്പം അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നീ പോയപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നാടൻ മലയാളം തട്ടാൻ തങ്കപ്പനെ കൊണ്ടൊരു മോതിരം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നിനക്ക് വേണ്ടി ഒരു രക്ഷയുടെ അങ്കിയുണ്ട്. പ്രസംഗം അതല്ല. വന്നവൻ എവിടാ കിടന്ന അമ്മച്ചായ 8 മാസം പന്നിയുടെ കൂട്ടത്തിൽ ഒരു ഉടുപ്പ്, അതിനകത്ത് പന്നിയുടെ മൂത്രകവും ചാണകവും. വന്ന മകന്റെ നിറം നോക്കിയില്ല, മണം നോക്കിയില്ല, ഗുണം നോക്കിയില്ല, PhD നോക്കിയില്ല, കയ്യിലെ ഡോളർ നോക്കിയില്ല, അവന്റെ പഴയ പാരമ്പര്യം നോക്കിയില്ല. മടങ്ങി വന്നവനെ മാറോട് ചേർത്തണയ്ക്കുന്ന ഒരപ്പച്ചനെ 2025 ഞങ്ങൾ ഇന്ന് രാത്രി ഉയർത്തുന്നു. അവന്റെ പേരത്ര നസ്രേനായ യേശു ക്രിസ്തു, ലോർഡ് ജീസസ് ദ പ്രഷ്യസ് മോമൻ. ഇന്ന് രാത്രി എന്താ സംഭവിച്ചതെന്നറിയാമോ? അവനെ മണിയറയ്ക്കകത്ത് കൊണ്ടുപോയില്ല. അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, യവനെ ധരിപ്പിക്കുവാൻ രക്ഷയുടെ വസ്ത്രം കൊണ്ടുവരാൻ പറഞ്ഞു. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കള്, ഒന്നാമത്തെ യാദം ഏതന്റെ പൂങ്കാവനത്തിനകത്ത് രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോ ഒടുക്കലത്തെ യാദം കാൽവറയിൽ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി ചെന്തി അവന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകലായി വാങ്ങിച്ചു. അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കള് മണിയറയിൽ കൊണ്ടുപോകാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറ്. ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. വീതിയിലാകട്ടെ, വഴിയിലാകട്ടെ, ഓൺലൈനിലാകട്ടെ, ഏത് പട്ടണത്തിലാകട്ടെ, മകനെ മകള്, താങ്കൾ ഒരു മദ്യപാനിയാണോ, ജീവിതം തകർന്ന വ്യക്തിയാണോ, MDMA ഉപയോഗിക്കുന്ന വ്യക്തിയാണോ, ഇന്ന് രാത്രി ചങ്കത്ത് കൈവച്ചന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറി മലയിൽ ഒരു ആട്ടുകുട്ടി അറുത്തു. അവന്റെ ചങ്കിലെ ചോരയാ എൻ്റെ ഈ കടും പാപത്തെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കണമെന്ന് ആര് ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ കരമുയർത്ത്, ഓൺലൈനിൽ കരമുയർത്ത്, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. രാത്രി ജീവ പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ യേശു വരാറായി. ഒരു വാക്കോട് പറഞ്ഞ ആരാധനയ്ക്ക് വേണ്ടി എൻ്റെ വലിയ വളരെ സ്നേഹിതനാം ഷാജി തോമസ് അച്ഛൻ ചാത്തന്നൂർ സ്തോത്രം. അദ്ദേഹം മാർത്തോമായിൽ ഞാൻ പെന്തക്കോസ്ത് പ്രസംഗം വളരെ നല്ല സ്നേഹിതർ. അദ്ദേഹം ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, പലരും ഇതിൽ വിദേശക്കാരൊക്കെ കാണും കേട്ടാട്ടെ. അതിനകത്ത് അദ്ദേഹം ഒരിക്കൽ കുവൈറ്റിൽ 2023 തോന്നുന്നു, കോവിഡിന് ശേഷം കുവൈറ്റിൽ ഒരു മർത്തോം പള്ളിയിൽ പ്രസംഗിക്കാൻ പോയി. 4 ദിവസമായിരുന്നു അവിടുത്തെ പ്രസംഗം. അദ്ദേഹം പള്ളിയോടുള്ള പാർസനേജിൽ അഥവാ റൂമിലാണ് താമസിക്കുന്നത്. ഉച്ചയ്ക്ക് ഓരോരുത്തർ 4 ദിവസമൊക്കെ ഭക്ഷണം കൊടുക്കാനും കൊണ്ടു. ഒരു 3-ാം ദിവസമായപ്പോൾ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ 3-ാം രാത്രി ഒരു പെൺകുട്ടി പറഞ്ഞു, അച്ഛൻ നാളെ വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു ചായയും ഒരു സ്നാക്സും കഴിക്കും. അച്ഛൻ പറഞ്ഞു, ഇവിടെ കൊണ്ടുവരാൻ അച്ഛന് സമയമില്ല, നിങ്ങൾ ആരെങ്കിലും വന്നാൽ ഞാൻ വരാൻ പ്രാർത്ഥിക്കാം. അച്ഛൻ അവിടെ ചെന്ന് എല്ലാ സഹോദരിമാരും കേൾക്കണം. അച്ഛൻ അവിടെ ചെന്നു. എന്താ സംഭവിച്ചത്? ചായയും കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സിനി എന്ന് പറയുന്ന പെൺകുട്ടി, അവളുടെ ഭർത്താവ്, ഒരു 2 കുഞ്ഞുങ്ങളുമുണ്ട്. ആ പ്രാർത്ഥിച്ചെഴുന്നേൽപ്പം ഒരു CD അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. നാദാ നീ തന്ന സൗഖ്യം. അച്ഛനത് നോക്കി 10 പാട്ടുകൾ എല്ലാവരും കേൾക്കണം. അപ്പോൾ ചോദിച്ചു, കുഞ്ഞെ ഇതെന്തായി CD-യുടെ പ്രത്യേകത? അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. 4 വർഷങ്ങൾക്ക് പിറകിൽ ഒരു സംഭവം ഉണ്ടായി. കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നാക്കിനകത്ത് തടിപ്പ്. പല ഡോക്ടർമാരെയും കാണിച്ച് അവർ പറഞ്ഞ് ക്യാൻസറാണ്, ഇവിടെ വെച്ചാൽ ഒരു രക്ഷയില്ല, പോകുന്നത് RCCയിലേക്ക് നല്ലതാണ്. അവിടുത്തെ ടെസ്റ്റുമായിട്ട് ഭാര്യയും ഭർത്താവും കൂടെ തിരുവനന്തപുരം RCCയിൽ വന്നു. ആദ്യ ദിവസം ഡോക്ടറെ കാണാൻ പോയി ടെസ്റ്റ് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞ്, കുവൈറ്റിലെ റിപ്പോർട്ട് നോക്കിയില്ല,
ഒറ്റ മറുപടിയുള്ളു, 75% നാക്ക് കട്ട് ചെയ്യണം, ഇത് സ്പ്രെഡാ, രക്ഷയില്ലെന്ന് പറഞ്ഞു. സ്വോത്രം. സിനിക്ക് പറഞ്ഞു. അവരവിടെ മറ്റൊന്നും പറഞ്ഞില്ല. നാളെ നിങ്ങളുടെ ടെസ്റ്റിന് വേണ്ടി തയ്യാറായി വരണം എന്ന് പോകാൻ. അന്ന് രാത്രി തിരുവനന്തപുരത്ത് ലോഡ്ജിനകത്ത് ഈ ഭാര്യയും ഭർത്താവും കൈ കൊടുത്തിട്ട് സിനി പ്രാർത്ഥിച്ചതാ. അച്ഛനോട് പറഞ്ഞ് കരഞ്ഞുപോയി. അവൾ പറഞ്ഞതാ, ക്യാൻസർ തന്നതിന് നന്ദി, ഈ രോഗം എനിക്ക് വന്നതിന് നന്ദി, ഇതിൽ വിടുവിക്കുവാൻ കരുത്തുറ്റ ദൈവം എൻ്റെ കൂടെയുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ആ റൂമിൽ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നാദാ എനിക്ക് പള്ളിയിൽ പാടാൻ ഒരു അവസരവും കൂടെ തരണം, കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ എനിക്കൊരു അവസരം കൂടെ തരണം. പിറ്റേന്ന് പോയി ടെസ്റ്റ് എടുത്തു. 7 ദിവസം കഴിഞ്ഞ് മറുപടി. RCCയിലെ ഡോക്ടറെ കയ്യിൽ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു മറിച്ച് നോക്കി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വലിയ മാറ്റമുണ്ടായി. എന്താ മാറ്റം? തൽക്കാലം അസുഖം അങ്ങനെ തന്നെ നാവ് മുറിക്കേണ്ട കാര്യമില്ല, മേ ബി റേഡിയേഷനും അതുപോലെ തന്നെ കീമോയും കൊടുത്താൽ മതി. 2 വർഷം അപ്പ് ഡൗൺ ആയിട്ട് കുവൈറ്റിൽ നിന്ന് അവർ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തു. ഇന്ന് കുവൈറ്റിലെ പള്ളിയിൽ അവർ പാടുന്നു, കരമുയർത്തുന്നവർക്കായി. ആ രോഗം അവരിൽ നിന്ന് മാറിയപ്പോൾ 10 പാട്ട് എഴുതുവാൻ കൃപ കൊടുത്തു. 2 പാട്ട് സ്വന്തമായിട്ട് പാടി കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാൻ കൃപ കൊടുത്തു. ഇന്ന് രാത്രി രോഗമല്ല വലുത്, അതിനപ്പുറത്ത് നിന്നെ പിടിച്ചുയർത്തുക. ഇന്ന് രാത്രി കുവൈറ്റിലെ സിനിയുടെ ജീവിതത്തിൽ മാത്രമല്ല, മകനെ മകളെ കരം കൊടുത്ത് പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിലും അത്ഭുതം ചെയ്യുക. ക്യാൻസറിന്റെ അണുക്കളെ മിനിറ്റ് കൊണ്ട് മാറ്റുവാൻ കരുത്തുറ്റവനാ നാം ആരാധിക്കുന്ന ദൈവം. അവസാന ഭാഗങ്ങളിലേക്ക് ഇന്ന് രാത്രി താമസമെന യഹൂദന് വേണ്ടി ഒരു ആലയം പണിയും. ആലയം പണിയുന്നതിന് മുമ്പ് ഇവിടുന്ന് ദൈവസഭ. 2, അതിനകത്ത് റോബോട്ടിനെ കൊണ്ടുവരും. റോബോട്ട് വരുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കും? നാഥന്റെ പൊന്മുഖം കാണും. യെരൂശലേം ദേവാലയത്തിൽ പ്രതിമയെ വണങ്ങാത്ത യഹൂദന്റെ കഴുത്തറുത്ത രക്തം എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാരോട്. ആ രക്തം വീഴുന്നതിന് മുമ്പ് തിരുവല്ലയിൽ നിന്ന് ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ വരാറായി. യഹൂദൻ നിലവിളിക്കുന്ന ഒരു രാത്രി വരാൻ പോകുന്നു. ആ രാത്രിയെ പറ്റി യേശു പറഞ്ഞ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി ഇവിടെ വരാൻ പോകുന്നു. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ട യെരൂശലേം അറബികൾക്ക് വിട്ടുകൊടുക്കും. 42 മാസം അറബികൾ ചവിട്ടും. അന്ന് സാക്ഷ്യത്തിന് വേണ്ടി 2 സാക്ഷികളെ അയക്കും. എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ ചേർന്നവരെ വെട്ടിക്കൊല്ലും. 3.5 ദിവസം ശവശരീരം അവിടെ കിടക്കും. ലോകരാജ്യങ്ങളിൽ മുഴുവൻ ഉള്ളവർ അത് കാണും. ആ സമയത്ത് ഉയരത്തിൽ നിന്നൊരു ശ്വാസം ഇറങ്ങി വരും. അവർ കാലുന്ന് നിന്ന് സ്വർഗാരോഹണം ചെയ്യും. അതിന് 3.5 കൊല്ലം മുമ്പ് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറ്. ഇന്ന് രാത്രി ഫുൾ ഗോസ്പൽ പെന്തക്കോസ്റ്റൽ ചർച്ചിനോട് കാര്യം ഇതാ, അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും, അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. ആരെ ചേർക്കുക? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന പുതിയ നിയമസഭയുടെ 7 അടിസ്ഥാന ഉപദേശമുള്ള കുഞ്ഞുങ്ങളെ ചേർക്കാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറ്. ഇന്ന് രാത്രി പാറയുടെ പിളർപ്പില് കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. ലേവ്യരുടെ യാഗപ്രകാരം ശ്രദ്ധയോടെ അവസാന വാക്കുകൾ. പുരോഹിതൻ നോക്കും, മേധസ്സുള്ള പ്രാവിന്റെ കഴുത്തിങ്ങനെ അറക്കും, രക്തം താഴെ വീഴാതെ അമ്മ യാഗപീഠത്തിനകത്ത് സമർപ്പിക്കും. സമർപ്പിച്ചു കഴിയുമ്പോൾ പുറകിലൊരു കാഴ്ചയുണ്ട്. ഉടലൽപ്പം ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന ഒരു പ്രാവ്, രക്തം വീണ പ്രാവിരിക്കും. നല്ലതുപോലെ കർമ്മകാണ്ഡാദികൾ ചൊല്ലിക്കൊണ്ട് യാഗപീഠത്തിനകത്ത് താമ്രത്തൊട്ടിയിലെ വെള്ളമെടുത്ത് തളിയാചരിച്ച് തൻ്റെ യാഗം പൂർത്തിയാകുമ്പോൾ കത്തിയെടുത്ത് മാർപ്പതക്കത്തിലിടാൻ നോക്കും. കത്തിയെടുത്ത് മാർപ്പതക്കത്തിലിടാൻ നോക്കുമ്പോൾ ഒരു ഉൾപ്പൂവിളി, പിറകിലൊരു കാഴ്ച, ഒരു ദേഹം അഥവാ ഒരു ചലനമറ്റ ശരീരം ഇങ്ങനെ പറച്ച് മാറുന്നു. മറ്റത് മിണ്ടാതിരിക്കുന്നത് കെട്ടുമുറുകിയിരിക്കുന്നു. അന്തരാത്മാവിൽ ആരോ ചൊല്ലു, എന്തിനീ കെട്ടുവച്ചിരിക്കുന്നു? ഓരോറ്റയാറ പറക്കും. കെട്ടറത്ത പ്രാവ്, രക്തം വീണ പ്രാവ് പിന്നെ അവിടെ നിൽക്കത്തില്ല. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇന്ന് രാത്രി നാട് വിട്ട് കൂടുവിട്ട് നാമധേയ കൂട്ടം വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിയ അച്ചായ അമ്മാമ്മ അപ്പച്ചാമ്മച്ച്, നിങ്ങളുടെ മുഖം ആരും കണ്ടില്ലെങ്കിലും നിങ്ങളുടെ മുഖം കാണാൻ എൻ്റെ കാന്തൻ വരാറായി. തൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു മടങ്ങി വരാറായി. ഈ രാത്രി ഇതുവരെയും രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുവരെയും മാനസാന്തരപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്നാനത്തിന് വേണ്ടി ഒരു തീരുമാനമെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഓൺലൈനിൽ പല പ്രസംഗം കേട്ടിട്ട് ഫറവോന്റെ ഹൃദയം കടുപ്പിച്ചതുപോലെ കടുപ്പിച്ച് ഇനിയിരിക്കാതെ കാന്തന്റെ വരവേത് സമയത്ത് സംഭവിക്കും. കൈവിടപ്പെട്ടു പോകരുത്. വചനം കേട്ട് ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്ത് അപ്പാ പിതാവേ എന്ന് വിളിച്ച പുത്രത്വത്തിന്റെ അവകാശത്തോടു കൂടി വചനത്തിൽ കൂടി നൽകുന്ന രക്ഷയിലും
പാപവിമോചനത്തിലും നിത്യതയുടെ കവാടത്തിൽ ഏൽക്കപ്പെടുവാനുള്ള പരിശുദ്ധാത്മ ശക്തിയിലും സ്നാനത്തിലും ഏറ്റെടുത്ത് തൻ്റെ ജനത്തെ ചേർക്കാൻ യേശു മടങ്ങി വരാറായി. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. ഈ വചനങ്ങളാൽ സ്വർഗം നിങ്ങളെ കാക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റാട്ടെ. സമയത്തിന് മുമ്പേ അവസാനിപ്പിക്കുക. സ്തോത്രം.